ഹരി ഓം. എല്ലാ സാധുക്കർക്കും ഒരിക്കൽ കൂടി മീ ടു മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. വായനയിലൂടെയോ കേൾവിയിലൂടെയോ ആത്മീയ പുരോഗതി ഉണ്ടാവുന്നില്ല. അതെല്ലാം അറിവ് കടമെടുക്കൽ മാത്രമാണ്. എന്നിൽ നിന്നും എന്നിലേക്കുള്ള യാത്രയാണല്ലോ ഇത്. അപ്പോൾ അഹങ്കാരം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. യാത്ര തുടരുന്ന സാധകന് അഹങ്കാരത്തിൽ നിന്നും പുറത്തു കടക്കാനാകും. അപ്പോൾ അവനിൽ തെളിയുന്ന അറിവ് അവനെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നു. അവധൂജിയുടെ ശൂന്യമായ വാക്കുകൾ എന്ന രചനയിൽ നിന്നുള്ള ഈ ചിന്തയെ മനനം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മളോടൊപ്പം സത്സംഗത്തിനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ശ്രേഷ്ഠ വ്യക്തിത്വം വളരെ പ്രശസ്തനായിട്ടുള്ള പിണറായി എന്ന് പറയുന്ന സ്ഥലത്തെ, കണ്ണൂരിലെ പിണറായി എന്ന് പറയുന്ന സ്ഥലത്ത് വിജയൻ സ്വാമി എന്നറിയപ്പെടുന്ന മഹാത്മാവിനെയാണ്. നമുക്ക് അദ്ദേഹത്തെ നമ്മുടെ സത്സംഗത്തിലേക്ക് സ്വാഗതം ചെയ്യാം. ബാല്യത്തെക്കുറിച്ചും എങ്ങനെയാണ് ഈ ഒരു ആധ്യാത്മിക മേഖലയിലേക്ക് കടന്നു വരാനുണ്ടായ ഒരു സാഹചര്യം എന്നുള്ളത് അറിയാൻ താല്പര്യമാണ്. പറയാമോ? തീർച്ചയായിട്ടും. കാരണം ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവരുടെ കഥ കേൾക്കാൻ ആരും ഇഷ്ടപ്പെടാത്തൊരു കാലഘട്ടമാണ്. അപ്പോൾ നിങ്ങളിത് എന്നെ ഇതിലേക്ക് സ്വാഗതം ചെയ്തതിൽ തന്നെ ഞാൻ അഭിമാനിക്കുന്നു, ആനന്ദിക്കുന്നു. കാരണം ഒരു വ്യക്തിയുടെ കഥ കേൾക്കുക എന്ന് പറയുമ്പോഴേ ഒരു വലിയ വിഷമമുള്ള കാര്യമാണ്. സിനിമ കാണും, മമ്മൂട്ടിൻ്റെ മോഹൻലാലിൻ്റെ ഒക്കെ കഥ പറയും, അവരുടെ കഥ കേൾക്കാം. പക്ഷേ സാധാരണ ഒരു മനുഷ്യൻ്റെ കഥ കേൾക്കാൻ ആരുമില്ല. ആ സമയത്ത് നിങ്ങളെപ്പോലെയുള്ള ഈ അല്പം വഴിതെറ്റിയ ആൾക്കാരുടെ ഈ ചരിത്രം രേഖപ്പെടുത്തുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പിന്നെ ഞാൻ പറയാം. ഏതായാലും ആദ്യം നന്ദി പറയട്ടെ. നിങ്ങൾ ഇത്രയും ഇതിനു വേണ്ടി തയ്യാറാവുന്നുണ്ടല്ലോ, ആ വലിയ മനസ്സിന് ഞാൻ ആദ്യം പ്രണാമം അർപ്പിക്കുന്നു. ഗുരുപരമ്പരകളുടെ അതിൽ നിന്ന് അങ്ങനെയാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എന്നിൽ എന്തുണ്ടോ അതൊക്കെ അവിടുന്ന് ആ ഋഷിപ്രോക്തമായ. പിന്നെ ബാക്കി എന്നുള്ള മിസ്റ്റേക്കൊക്കെ എൻ്റെതാണ്. അത് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എൻ്റെ തെറ്റുകളും എൻ്റെ പോരായ്മയും എൻ്റെ പരാജയമൊക്കെ ബാക്കിയൊക്കെ ഉള്ളത് ജീവിത അവബോധത്തിലേക്ക് നയിച്ച മഹാത്മാക്കളുടെ സാന്നിധ്യവും അവരുടെ സംസ്കാരവുമാണ് എന്നിലേക്ക് അറിയാതെ സംഭവിച്ചത്. ഞാൻ അക്കാഡമിക്കലായിട്ട് അങ്ങനെ വലിയ വിദഗ്ധനൊന്നുമല്ല. ഈ തെരുവിൽ നിന്നും ഈ സൊസൈറ്റിയിൽ നിന്നും, അത് ഇവിടെ മാത്രമല്ല, ഇന്ത്യയിലെ മിക്ക സ്ഥലമൊന്നും പറയാൻ പറ്റില്ല, കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ചെറുപ്പകാലഘട്ടം. എൻ്റെ ജീവിതം എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതകരമായിരുന്നു. കാരണം എൻ്റെ അമ്മ അച്ഛനൊക്കെ ബോംബെയിലായിരുന്നു ആ കാലഘട്ടം. ബോംബെയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പം സാധാരണ സ്വാഭാവികമായിട്ട് കുട്ടികളില്ലാതിരിക്കുമ്പം നമ്മൾ പ്രാർത്ഥിക്കും, പിന്നെ ദിവ്യന്മാരെടുക്കെ പോകും, മഹാത്മാക്കൾ. അപ്പോൾ നിത്യാനന്ദ സ്വാമി എന്ന ആ മഹാത്മാവ് അവിടെ ഉണ്ടായിരുന്നു, ഗണേശ്പുരി. അപ്പോൾ അമ്മ അങ്ങനെ ആരോ പറഞ്ഞിട്ടുണ്ടാവും, ഇങ്ങനെ സ്വാമിയെ പോയി കാണും, അപ്പോൾ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ. അങ്ങനെയാണല്ലോ നമ്മളിതിലേക്ക്, ഇന്നും അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെ അമ്മ ഭഗവാനൊക്കെ, അപ്പോൾ ധാരാളം പേരുണ്ടാവും. അതിൽ അമ്മ ഒരാളെന്നേ ഉള്ളൂ, അല്ലാണ്ട് നമുക്ക് പ്രത്യേകതയൊന്നുമില്ലല്ലോ. ധാരാളം കൂട്ടത്തിലൊരു ഭക്ത അത്ര തന്നെ. അപ്പം എല്ലാവരോടും സ്വാമി ഇങ്ങനെ സഭാസ് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചിട്ട് അമ്മയ്ക്കൊരു പഴം എടുത്തു കൊടുക്കും. എന്നിട്ടിങ്ങനെ കൈകൊണ്ട് പറഞ്ഞു സഭാഷ്. അപ്പം അമ്മേനോട് പറയത്. അപ്പം അതിനുശേഷം ഇങ്ങനെയല്ലോ കുട്ടികളുണ്ടായി. അതിന് ശേഷം അപ്പോൾ അമ്മ ഇങ്ങനെ പറയും ഭഗവാൻ നിത്യാനന്ദ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ടാണെന്നൊക്കെ. പക്ഷേ ജീവിതം വളരെ സങ്കീർണമായിരുന്നു. നമ്മൾ വിചാരിക്കുമ്പോൾ അനുഗ്രഹം കിട്ടിയത് ചെറുപ്പത്തിലെ വളരെ വളരെ സങ്കീർണമായിരുന്നു. 3 വയസ്സ് വരെ ബോംബെയിലുണ്ടായിരുന്നു. പിന്നെ ചില കാരണത്താൽ അച്ഛനും അമ്മയൊക്കെ കുറച്ച് വഴിതിരിഞ്ഞ് അങ്ങനെ ജീവിതത്തിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന ചില, അതെല്ലാം സംഭവിക്കുമല്ലോ മിക്ക സ്ഥലങ്ങളും. അങ്ങനെ ഒരു നിർഭാഗ്യകരവശാൽ അവർ തൽക്കാലം ഒന്ന് വേറെ പിരിഞ്ഞു. അങ്ങനെ ആ വിഷമം ഉണ്ടാവില്ല. അപ്പോൾ അച്ഛൻ എന്നെയും മോഷ്ടിച്ചിട്ട് നാട്ടിൽ വന്നു. എൻ്റെ അച്ഛൻ്റെ നാട് ശരിക്ക് കോഴിക്കോട് താനൂർ എന്ന് പറഞ്ഞ പ്രദേശത്താണ്. അദ്ദേഹം എന്തോ ഒരു വൈരാഗ്യം കൊണ്ട് അപ്പോൾ അമ്മയ്ക്കൊരു പെറ്റമ്മക്ക് സഹിക്കാൻ പറ്റുമോ? ഒരു കുഞ്ഞ് പ്രസവിച്ചിട്ട് അമ്മ ആകെ വിഷമിച്ച് അങ്ങനെ റെയിലൊക്കെ പോയി ആത്മഹത്യ ചെയ്യാൻ പോയി. അവിടെ നിന്നൊക്കെ എങ്ങനെയല്ലോ ആരെല്ലോ രക്ഷപ്പെടുത്തി, എന്തോ ഒരു എനിക്കറിയില്ല. അങ്ങനെ എന്നെ കാണാനുള്ള ധൃതി കൊണ്ട് അമ്മ ഇവിടെ വന്ന്, അപ്പോൾ അച്ഛൻ്റെ നാടറിയാം. അപ്പോൾ ഇവിടെ തഹസിൽദാരൊക്കെ കണ്ട് അങ്ങനെ അമ്മയ്ക്ക് അല്ല അച്ഛനിൽ നിന്നും അമ്മയിലേക്ക് ഞാൻ കൈമാറ്റപ്പെട്ടു.
ആ ആവശ്യം വേറെ ഒന്നുമില്ല. അങ്ങനെ ശേഷം അമ്മ കഷ്ടപ്പെട്ട് വളരെയധികം വിഷമിച്ചൊക്കെ അറിയാമല്ലോ. വേറെ ഒരാൾ പ്രൊട്ടക്ട് ചെയ്യാനില്ലെങ്കിലേ, സ്ത്രീകൾക്ക് പ്രത്യേകിച്ചിട്ട്, പുരുഷന്മാർക്ക് എങ്ങനെയും സർവൈവൽ ചെയ്യാം. ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ കുഞ്ഞും അല്ലേ, അപ്പം അതിനുള്ള സ്വാഭാവികമായി ജോലിയൊക്കെ ചെയ്ത് ആ കാലഘട്ടത്തിൽ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കാലഘട്ടം മുഴുവനും ഞാൻ അലിയുകയായിരുന്നു. ഇത് സത്യം തുറന്നു പറയാം. എന്നെ മാനിച്ചാൽ എന്നെ സ്നേഹിക്കുന്നവരുണ്ടാവാം. അങ്ങനെ വലിയ സ്കോളറോ അക്കാഡമിക്കലായിട്ടുള്ള ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ ഭാര്യ ഡിഗ്രി ഒക്കെയാണ് അത്. പക്ഷേ എനിക്ക് പൊരുത്തപ്പെടില്ല. ഇന്നത്തെ എഡ്യൂക്കേഷൻ ആൾക്കാരും ഞാനുമായിട്ട് എപ്പോഴും ഇങ്ങനെ മക്കളൊക്കെ പഠിപ്പിച്ചു, അവരൊക്കെ ഞാൻ പഠിപ്പിച്ചത് ഞാൻ കാരണം അവർ ബുദ്ധിമുട്ടാൻ പാടില്ല, എന്നെപ്പോലെ ജീവിക്കണ്ട. നമ്മളെ ഈ ക്രൈസിസും പ്രശ്നവും മറ്റുള്ളവരും, അപ്പോൾ അവർക്ക് ഈ സൊസൈറ്റി നൽകുന്ന എഡ്യൂക്കേഷൻ കൊടുത്ത് അവരവരുടെ പാട്ടിന് പോയി. അങ്ങനെ അങ്ങനെ അലയുന്ന സമയത്താണ് ഈ ഗുരുക്കന്മാരുമായിട്ടുള്ള നിത്യാനന്ദ സ്വാമിയിലൊന്നും അറിയില്ല. അതൊക്കെ പിന്നീട് അമ്മ പറഞ്ഞു, പിന്നീട് എനിക്ക് ഈ നോളജൊക്കെ ഇത് വരുന്നത്. ഇങ്ങനെയൊക്കെ ഒരു സംഭവം അവധൂതന്മാർ, പിന്നെ അവധൂതന്മാരുമായിട്ടുള്ള ഇടപഴകൽ വന്ന് കുറച്ച് പേരുമായിട്ടുള്ള, അപ്പോൾ ആ ജീവിതത്തിൻ്റെ ഒരു നിഗൂഢതയുണ്ടല്ലോ, വായിച്ച് മനസ്സിലാക്കുന്നതിൽ കൂടുതൽ അനുഭവിച്ചറിയുന്നത്. അങ്ങനെ തലശ്ശേരി ആ ഒരു അമ്മ മാതാജി ഉണ്ടായിരുന്നു. അവരും ഞാനുമായിട്ട് കുറച്ച് ഇപ്പോഴല്ല, വളരെ മുമ്പേ ഒരു ആത്മബന്ധം ഉണ്ടായി. പിന്നെ ഇന്ന് കാണുന്ന എല്ലാ മഹാത്മാ അവധൂതിജീനൊന്നും കണ്ടിട്ടില്ല, പക്ഷെ അമ്മ, രവിശങ്കർജി, പിന്നെ എല്ലാവരും ഇങ്ങനെ കണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ചെറുപ്പം വളരെ, പക്ഷെ അതുകൊണ്ട് ഇന്ന് ഞാൻ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നുണ്ട്. കാരണം ആ ചെറുപ്പം സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു കാലഘട്ടമായി. അമ്മ എനിക്ക് ഒന്നും വിലക്കുകളില്ല. ഞാൻ അലഞ്ഞു തിരിഞ്ഞ് വരുമ്പോൾ അമ്മ സ്വാഗതം ചെയ്യും. കുറച്ച് ദിവസം വീട്ടിലിരിക്കും, പിന്നെ നാട് വിടും. അന്ന് കാശൊന്നുമില്ല. ഇതുപോലെ ഈ സർക്കാർ ചെലവിൽ വണ്ടിയിൽ യാത്ര ചെയ്യും, എവിടെ എത്തും. അവിടെയൊക്കെ ഒരു പ്രൊട്ടക്ഷൻ ദൈവീകമായി ലഭിച്ചിട്ടുണ്ട്. ഇത് പറയാതിരിക്കാൻ പറ്റില്ല. അത് എവിടെയൊക്കെയോ വീണിട്ട് അവിടെ നിന്നൊക്കെ എന്നെ രക്ഷപ്പെടുത്തി ആരൊക്കെയോ. അതുകൊണ്ടാണ് എനിക്ക് കാരുണ്യം എപ്പോഴും വർക്കൗട്ട് ചെയ്യും. എനിക്ക് അത് സ്വഭാവം വന്നതാണ്, അത് പഠിപ്പിച്ചൊന്നുമല്ല. അങ്ങനെ എൻ്റെ ഉള്ളിൽ അതങ്ങനെ സംഭവിച്ചു. എനിക്കും അങ്ങനെയാണ് സർവൈവ് ചെയ്യാൻ പറ്റുന്നത്. ആരൊക്കെയോ എന്നെ എനിക്ക് ഭക്ഷണം നൽകി, എവിടെയൊക്കെയോ വീണിരുന്നു, അവിടെയൊക്കെ മരിച്ചു പോകാമായിരുന്നു. അറിവില്ലായ്മയല്ലേ, ഒരു ഇതുമില്ല, നിയന്ത്രണം ഇല്ലാതെ പോവല്ലേ, അവ്യക്തമായ യാത്രയാണ്, ലക്ഷ്യമില്ല. ലക്ഷ്യം ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. പിന്നെ അപ്പോഴുള്ള ചെറിയ കൊച്ചു കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പം നിങ്ങൾ പറഞ്ഞു ഇവിടെ വന്നു, അങ്ങനെ വലിയൊരു ലക്ഷ്യവും മറ്റേ ടാർജറ്റ് പ്രോഗ്രാമൊന്നുമില്ല. സംഭവിക്കുന്നതാണ്, സംഭവത്തിൻ്റെ സാക്ഷിയാവാം ഇപ്പോഴവസ്ഥ. അങ്ങനെ ചെറുപ്പത്തിൽ അതൊക്കെ കടന്നുപോയത് എനിക്ക് വളരെ ഗുണകരമായിട്ട് ഇപ്പം തോന്നുന്നു. ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസവും എനിക്ക് കിട്ടാത്ത പോയ വിദ്യാഭ്യാസവും നല്ലതായിരുന്നു ഇപ്പം തോന്നുന്നു. കാരണം ഞാൻ ഈ മിസ്റ്റിക് ഇങ്ങനെയുള്ള ആശ്രമങ്ങളിലും അവരുടെ കൂടിയൊക്കെ ആയതുകൊണ്ട് ആ ഒരു സംസ്കാരം എന്നിൽ അടിയുറച്ചു പോയി. പക്ഷെ അതിൽ കുറച്ചു കാലം ഒരു അപകർഷതാബോധമൊക്കെ ഉണ്ടായിരുന്നു. വെച്ചാൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല, ആളോട് വിദ്യാഭ്യാസത്തെ ഡിഗ്രി ഉണ്ടോ, സാർ ഏത് കോളേജിലാണ് പഠിച്ചതെന്നൊക്കെ ചോദിക്കും. വളർന്നപ്പോൾ ക്ലാസ് ഞാൻ പറഞ്ഞ സൈക്കോളജിയിൽ MA ആണെന്നൊക്കെ പറയും. വെറുതെ ഒരു നുണ പറയും. പക്ഷെ പിന്നീട് എൻ്റെ വായന എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ആ കാലഘട്ടത്തിൽ തപ്പിത്തറിഞ്ഞ് വായിച്ച്, പിന്നെ വായന സ്വയം തന്നെ ഇമ്പ്രൂവ് ആവും. നമുക്ക് പഴയ സ്കൂളിൽ നിന്നറിയാമല്ലോ, വേണ്ടത്ര അത് അങ്ങനെ പറയാം, സാരമില്ല. എങ്കിലും ഈ ഗുരുകടാക്ഷം കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും വായനയുടെ ലോകം എനിക്ക് തുറന്നു കിട്ടി. അങ്ങനെ ധാരാളം ആ സമയത്ത് ഉള്ള സമയം മുഴുവനും വായനയ്ക്ക്, പരീക്ഷ എഴുതാനൊന്നുമല്ല, വെറുതെ വിവേകാനന്ദ സാഹിത്യ സർവസ്വം, ശ്രീരാമകൃഷ്ണ പരമഹംസ, അങ്ങനെ ധാരാളം മഹാത്മാക്കളുടെ അതേ വായിച്ചിട്ടുണ്ട്. വേറൊന്നും വായിക്കാനുള്ള മനസ്സും ഇല്ല. ഇപ്പോഴും അങ്ങനെ തന്നെ. പിന്നെ അങ്ങനെ യോഗയിലേക്ക് കടന്നു. അത് സംഭവിച്ചതാണ്. ഒരു സ്വാമിയുടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പറഞ്ഞ്, മോൻ എൻ്റെ കൂടെ നിന്നോളൂ, എനിക്ക് കുറച്ച് പരിചയം. അപ്പോൾ എനിക്കറിയില്ല ഈ ഗുരു ശിഷ്യനൊന്നും അറിയില്ല, അറിവില്ലായ്മയിലേ ഏതോ ഒരു മനുഷ്യൻ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ കുറച്ച് കാലം അദ്ദേഹത്തിനെ പരിപാലിച്ച്. അപ്പോൾ അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ നേരിട്ട് പറഞ്ഞു തന്നു, യോഗയും പിന്നെ ചില പ്രാണായാമങ്ങൾ. അപ്പോൾ അതിന് സിസ്റ്റമൊക്കെ പറഞ്ഞിരുന്നു. ഒരു കണ്ടീഷൻസൊക്കെ ഉണ്ടല്ലോ, രാവിലെ ഉണരണം, 3 മണിക്ക് ഉണരണം, ബ്രഹ്മമുഹൂർത്തം, അതൊക്കെ കുറേ ചെയ്തിരുന്നു. പിന്നെ എനിക്കതൊക്കെ, പിന്നെ ജീവിതം മാറി, ഓരോ ഘട്ടത്തിലും മാറി, അതൊക്കെ ആസ്വദിച്ചിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഈ തുടക്കം. അതിൽ ഈ ഗുരുക്കന്മാരുടെ ഒരു ബ്ലെസ്സിങ് ഇപ്പോഴും ഉണ്ട്, എപ്പോഴും അന്നേരം എനിക്കുണ്ട് എൻ്റെ പുറകിൽ. എനിക്കറിയില്ല അത് എങ്ങനെ പറഞ്ഞ് ഇത് തെളിയിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഞാനും ഈ പ്രപഞ്ചവും മാത്രമേ അതറിയൂ. ഇത് പറയാനും പാടില്ല. പക്ഷെ നിങ്ങൾ ഹൃദയം കൊണ്ട് ചോദിച്ചപ്പോൾ എൻ്റെ ഹൃദയം ഓപ്പൺ ആവുക, മറച്ചു വെക്കാനൊന്നുമില്ല. ഇതാണ് എൻ്റെ ചെറുപ്പകാലം. അങ്ങനെ അറിയാലോ. അങ്ങനെ ഇപ്പം 69 നിൽക്കുകയാണ് ഞാൻ. 69. ധാരാളം ക്രൈസിസിലൂടെ കടന്നു വന്ന് എപ്പോഴും ആ ശില്പി ഇങ്ങനെ. പക്ഷെ അതൊക്കെ ഇപ്പോഴും ആലോചിക്കുമ്പോൾ വളരെ നല്ലതായിരുന്നു. ഫീഡ്ബാക്ക് നോക്കുമ്പം എല്ലാം നല്ലതായിരുന്നു. അതിൽ നിന്നൊക്കെ പാഠങ്ങളായി. പക്ഷെ എക്സാം എഴുതേണ്ട ഒരു പാഠം ഞാൻ പഠിച്ചിട്ടില്ല. ജീവിതത്തിൽ
ടോട്ടാലിറ്റിയിൽ ഞാൻ അനുഭവിച്ച ഇതിങ്ങനെയാണ്. അപ്പോൾ അത് എവിടെ പോയാലും ഇപ്പോഴും ഒരു നിർഭയതയുണ്ട്. ഈഗോ പറയല്ല, അഹങ്കാരം പറയല്ല. ഇപ്പോഴ് നമുക്കുള്ളിൽ അറിയാലോ, നമ്മൾ ഈ കൊച്ചു ജീവിതം എന്താണെന്നും ഇതിൻ്റെ നശ്വരത അറിയാം, ഇതിൻ്റെ അനന്ത സാധ്യതയും നമുക്ക് അറിയാമല്ലോ ഈ ലോകത്തിൻ്റെ. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് വന്നപ്പോൾ വളരെ ഫ്രീഡമാണ്. പിന്നെ നമുക്കൊരു ഈഗോ, അങ്ങനത്തെ ഒരു ഈഗോ അല്ല, അഹംബോധമല്ല, ഞാൻ വലിയ ആളാണ്, ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. പക്ഷേ ഭയമില്ലാത്തൊരു, അന്നേരം ചോദിക്കും നിങ്ങൾ തോക്കിയുകൊണ്ട് ഞാൻ ഭയപ്പെടും. മരണഭയമുണ്ട്, അനാവശ്യമായിട്ടുള്ള ഭയമുണ്ടല്ലോ ഈ സൊസൈറ്റി ഉണ്ടാക്കി വെച്ച് അതിൻ്റെ അത് തനിയെ പോയതാണ്, കൊഴിഞ്ഞു പോയത്. അതുകൊണ്ട് ഞാനതിനു വേണ്ടി എൻ്റെ ഈ സാധനയൊക്കെ കൊണ്ട് അത് ഇതിലെ കാര്യമില്ല, ഭയപ്പെടുന്നതിൽ കാര്യമില്ല. പിന്നെ നമ്മൾ മൃത്യുവിനെ ക്ഷണിച്ചു വരുത്തണ്ട, സ്വാഭാവികമായിട്ടും വരുമ്പോഴതിനെ സ്വീകരിക്കുക. അതിനുവേണ്ടി കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് കവചം സ്വീകരിക്കലൊന്നുമില്ല. ചെറിയൊരു നിയമമൊക്കെ പാലിക്കുക. എന്താ ഈ എക്സിസ്റ്റൻസ് എത്ര കാലമാണോ നമുക്കിവിടെ ഈ ഭൂമിയിൽ നമ്മൾ അനുവദിച്ചിരിക്കുന്നത് എനിക്കറിയില്ല. അത് നീതിയുടെ നിയമമാണെന്ന് ഞാൻ 100% വിശ്വസിക്കുന്ന ഒരാളാണ്. എവിടേക്കോ തട്ടിപ്പോകേണ്ട ചാൻസ് ഉണ്ടായിരുന്നു. മൃത്യുവിനെ മുഖാമുഖം കണ്ട് പല അവസരങ്ങളുണ്ടായിട്ട്. അപ്പോഴേക്കും ഏതെല്ലോ ഒരു അജ്ഞാതമായ സൂക്ഷ്മമായ ഏതെല്ലോ നമുക്കറിയില്ല, മനുഷ്യരൂപത്തിലൊക്കെയാണ് അവർ. നിങ്ങൾ വിചാരിക്കും പോലെ ഭഗവാൻ കിരീടം വെച്ച് നേരിട്ട് വന്നിട്ടല്ല, ഈ മനുഷ്യൻ്റെ രൂപത്തിൽ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവർക്ക് തോന്നണ്ടേ? അങ്ങനെയാണ് എൻ്റെ ചെറുപ്പമൊക്കെ. പിന്നെ എല്ലൊന്നും പറയാൻ പറ്റില്ല, അത്രയും അറിയാലോ. പട്ടിണി കിടന്നതും വിഷയാദിച്ചതും അങ്ങനെയാണ് കുറേ ഘട്ടം കടന്നു പോയിട്ടുണ്ട്. ഒരു മനുഷ്യൻ, ഭ്രാന്തനായ ഒരു മനുഷ്യൻ ആരാണ് ഉൾക്കൊള്ളുന്നത്, റെസ്പെക്റ്റ് ചെയ്യാൻ സമൂഹത്തിലൊന്നും വലിയ മാന്യത അറിയാമല്ലോ. പക്ഷേ ഇപ്പോഴതൊക്കെ നല്ലതായിരുന്നു തോന്നും. അല്ലെങ്കിൽ ഒരു ഈഗോ ഉണ്ടാവില്ല. ഇപ്പം ഞാനൊരു ഒരു അക്കാഡമിക്കലായിട്ട് നല്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെ പെരുമാറാൻ പറ്റില്ല, അതിങ്ങനെ കണ്ടീഷൻ ചെയ്യപ്പെടും. ഇപ്പം നിങ്ങളും ഞാനും ഒന്നായിട്ട് എനിക്ക് തോന്നുന്നത്, ഒരു അന്യനായിട്ട് തോന്നുന്നില്ല. ഇതാണ് എനിക്ക് ഇപ്പോഴുള്ള അവസ്ഥ, ഇതാണ് എൻ്റെ ശൈശവം. അപ്പം അങ്ങനൊരു തലത്തിലേക്ക് വളരുവാൻ എന്നെ സഹായിച്ചത് ഈ സ്പിരിച്വൽ പാത്താണ്. ആത്മീയമായ വഴികളും ഗുരുക്കന്മാരുടെ ആ സാന്നിധ്യവും പിന്നെ അവരുടെ ഗ്രന്ഥങ്ങളൊക്കെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെ പറയാനുള്ളൂ എൻ്റെ ചെറുപ്പം. ഞങ്ങൾക്ക് എവിടെ എത്തിച്ചേർന്നു, കല്യാണം കഴിച്ചു, കുട്ടികളായി, അവരെ കല്യാണം കഴിച്ചു കൊടുത്തു, അങ്ങനെ പോകുന്നു. എല്ലാം സമ്മിശ്രമായിട്ട് പോവാണ്, ഗൃഹസ്ഥ, ആശ്രമ, സന്യാസം. പല മേഖലകളിലൂടെ സഞ്ചരിച്ചപ്പോഴത്തേക്ക് യോഗയും അങ്ങയുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായല്ലോ ആ യാത്രയിൽ. അതെ അതെ, അതിനെ കുറിച്ചൊന്ന് പറയാമോ? എങ്ങനെയാണ് ആ യോഗയിലോട്ട് കണക്റ്റഡ് ആയിരുന്നത്? തീർച്ചയായിട്ടും. എങ്ങനെയാണ് യോഗ അങ്ങയെ സ്വാധീനിച്ചത് ആ ജീവിതത്തിൽ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതായത് എൻ്റെ ആ ഒരു യൗവന കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ ആർട്ട് ഓഫ് ലിവിങ്ങോ കോഴ്സുകളൊന്നുമില്ല, TTCയോ. ഒരു മഹാത്മാവിൻ്റെ, ഞാൻ പറഞ്ഞില്ല, ആ സ്വാമി കുറച്ച് കാണിച്ചു. പിന്നെ എനിക്ക് തോന്നി ഇത് മറ്റുള്ളവരെയും കൂടി പരിശീലിപ്പിക്കണം. എൻ്റെ ഒരു ഹൃദയത്തിൽ നിന്ന് ഞാൻ അഭ്യസിച്ചു, കുറേ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ചെയ്യും, കൃത്യമായിട്ട് ചെയ്യും. അപ്പോൾ അതിലെനിക്കൊരു ആനന്ദവും ഒരു കോൺഫിഡൻസും അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു. ആരോഗ്യം ഒന്നുകൊണ്ട് പേടിക്കേണ്ട, അറിയാലോ, നിർഭയതൊക്കെ ആ അഭ്യാസത്തിലൂടെ കുറച്ച് കിട്ടിയിരുന്നു. പിന്നെ ഞാനത് സ്വയമേമ ഞാൻ പഠിപ്പിക്കാൻ, മറ്റുള്ളവരെയും കൂടി ശീലിപ്പിക്കാൻ തുടങ്ങി. ചില അസ്വസ്ഥ ആസ്മ രോഗമൊക്കെ അനുഭവിക്കുന്നവർക്ക്, അതുപോലെ തന്നെ ചെറിയൊരു ഗ്രൂപ്പിന്. ഇപ്പോൾ യോഗ അങ്ങനെ ആചാര്യനായിട്ടൊന്നുമല്ല, എന്നിലൂടെ സംഭവിച്ചത്. പിന്നെ അത് വിജയൻ സ്വാമി യോഗ, അങ്ങനെ യോഗ ക്ലാസ്സൊക്കെ ആൾക്കാർ സംഘടിക്കുമ്പോൾ ഞാൻ പോയി ക്ലാസ് എടുക്കും. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. യോഗാചാര്യൻ വിജയൻ സ്വാമി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു കാലഘട്ടം. പിന്നെ അമ്പലങ്ങളിൽ പ്രഭാഷണം നടത്താൻ വിളിക്കും. ഇപ്പോഴും വിളിക്കാറില്ല. ഇപ്പോഴും ഞാൻ ഈ യൂണിഫോമൊക്കെ മാറ്റി ജീവിതം, കുടുംബവും കുട്ടികളൊക്കെ ആയല്ലോ. അന്നേരത്തെ അത് നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഈശ്വരനെ കുറിച്ചിട്ടും അമ്പലത്തെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞ് അങ്ങനെ ജനങ്ങൾ, ആ കാലഘട്ടം അങ്ങനെയായിരുന്നു. അങ്ങനെ യോഗ വളരെയധികം ആ കാലഘട്ടം സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഞാൻ കല്യാണമൊക്കെ കഴിച്ച് ജീവിതം ഒന്ന് മാറിയപ്പോഴത് അത്രയും മാത്രം നമുക്ക് ആഴത്തിൽ സഞ്ചരിക്കാൻ പറ്റില്ല. പിന്നെ ഞാനത് പഠിപ്പിക്കലൊക്കെ നിർത്തിയിട്ടില്ല, ക്ലാസ് എടുക്കും. പക്ഷേ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് ആവശ്യത്തിന് മാത്രമുള്ള യോഗയായി. ശീർഷാസന, പത്മാസനമൊന്നും ഞാൻ പിന്നെ ചെയ്യാറില്ല. കാരണം ഇങ്ങനെ ഓവറായിട്ട് നമ്മൾ ഇത് ചെയ്തിട്ട് കാര്യമില്ല. ആവശ്യമുള്ള എക്സസൈസും പ്രാണായാമമൊക്കെ ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ്, എനിക്കൊന്ന് ഒരു 38 വർഷമായിട്ടുണ്ടാവും, ഈ ഓഷോ എന്ന മഹാത്മാവിനെ കണ്ടുമുട്ടും. മഹാനായ, തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മഹാഗുരുവായിട്ട്. പക്ഷെ ഇന്നും അദ്ദേഹത്തിന് ചോദ്യചിഹ്നമാണ്. അതായത് ഇന്ന് സ്പിരിച്വൽ പാത്തിൽ ഇത്രമാത്രം സിംഹഗർജനം നടത്തിയ ഒരാളില്ലെന്ന് എനിക്കറിയില്ല. എല്ലാറ്റിനെയും ചോദ്യം ചെയ്തിട്ടുണ്ട്, വിഡിത്തങ്ങളെയും അതിൻ്റെ അസംബന്ധങ്ങളെയും
ഒക്കെ ചോദ്യം ചെയ്ത് അത് വായനയിലൂടെ മനസ്സിലാക്കി പിന്നെ അവിടെ എത്തിച്ചേരാനൊരു ഭാഗ്യമുണ്ടായി. അപ്പോൾ ആ സമയത്ത് തന്നെ എൻ്റെ ഗുരുനാഥൻ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഈ പ്രാണായാമം ഇതൊക്കെ യോഗ എന്നെ ഞാൻ ഗുരു തുല്യനാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനൊരു ഓഷോ, ഒരു രജനീഷ്, അന്നേരം ഓഷോ അല്ല, രജനീഷിൻ്റെ ഒക്കെ ഒരു ഇങ്ങനെ ഒരു അതൊരു സംഭവമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം, ഒരു ആ ലേഖനം വായിച്ചപ്പോഴെനിക്ക് ഇദ്ദേഹത്തെ കാണാൻ ഭയങ്കരമായ ആഗ്രഹം. എന്തോ ഒരു എനിക്കറിയില്ല, ഉള്ളിലുള്ള ഇൻറ്റ്യൂഷനും. അപ്പോൾ എനിക്കാണെങ്കിൽ ആ സമയത്ത് പൂനെയിൽ പോകാനോ അതിനുള്ള നോളജും ഇല്ല, കാശും കയ്യിലും എല്ലാത്തിനും പൈസ വേണ്ടേ. അപ്പോഴേക്കാണ് എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ യോഗ പഠിപ്പിച്ചൊരു സുഹൃത്ത് ഫോറിനിലായിരുന്നു. അദ്ദേഹം കുറച്ച് സമ്പന്നമൊക്കെ ആയിരുന്നു. അദ്ദേഹം എന്നെ പൂനെയിലേക്ക് കൊണ്ടുപോകാം. ഞാൻ എൻ്റെ അടുത്ത് താമസിക്കുന്ന വിജയൻ സ്വാമി എൻ്റെ കൂടെ വരാൻ പറ്റുമെങ്കിൽ വന്നു. അവരാരെ കാരണം ഈശ്വരൻ ഒരു വഴിയൊരുക്കുകയാണ്. വലിയ അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇത്രയും ദൂരം കാറിലൊക്കെ സഞ്ചരിക്കുന്ന ആദ്യമായിട്ടാണ് അവർ. അങ്ങനെയാണ് ആദ്യം എത്തുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ കുറേ മെഡിറ്റേഷൻസും കാര്യമൊക്കെ പ്രാക്ടീസ് ചെയ്തപ്പോൾ അത് പിന്നെ ജനങ്ങളെ ഒന്നും ഞാൻ പഠിക്കുക, ഞാൻ മനസ്സിലാക്കുക അങ്ങനെ കിടക്കല്ല, അത് മറ്റുള്ളവരെയും കൂടി ബോധ്യപ്പെടുത്താനുള്ളൊരു ത്വര എന്നിൽ ഇങ്ങനെ ഉണ്ടാകും. അത് ഈഗോ എന്താ എനിക്കറിയില്ല. എന്നോട് പറയും, നിങ്ങൾക്ക് വല്ല പണിയൊന്നുമില്ല, ഈ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ക്ലാസ് എടുക്കുന്നത്, വല്ല ആ സമയത്ത് എന്തെല്ലാം പണിയെടുക്കുക, ഇവരൊക്കെ നന്നാകാൻ പോകുന്നുണ്ട്. പക്ഷേ അപ്പോഴേ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഇതിങ്ങനെ, എൻ്റെ ഭാര്യയും മക്കളൊക്കെ പറയാറുണ്ട്, വഴക്ക് പറയും, ഈ പ്രസംഗിങ്ങനെ വിഡ്ഢിത്തം പറഞ്ഞിട്ട് വല്ല കാര്യം കേട്ടോ, ഫിലോസഫി, നമ്മൾ ആത്മീയത ഇല്ലെങ്കിൽ നിർത്തിക്കൂടി, കാലം മാറിയൊന്നും അറിയില്ലെന്ന്. പക്ഷെ ഇപ്പോഴും നമുക്കതിൽ വേറൊന്നും പറയാനില്ലല്ലോ സാർ, അല്ല സ്വാമിജി. അതുകൊണ്ട് ഈ അങ്ങനെയൊക്കെ കടന്നുപോയി. അങ്ങനെ യോഗയുടെ ഇന്നും ഞാൻ പറഞ്ഞു കൊടുക്കും, അത്യാവശ്യക്കാർക്ക് യോഗയുടെ വഴി പറഞ്ഞു കൊടുക്കും. അത് എൻ്റെതായ സിസ്റ്റമുണ്ട്. ഈ ഇന്നത്തെ ഔട്ട്സൈഡിലുള്ള സിസ്റ്റമല്ല. ഈ TTC കഴിഞ്ഞ യോഗയോ അതുമായിട്ടൊന്നും എനിക്ക് യാതൊരു ബന്ധവുമില്ല. എൻ്റെ ഈ സിസ്റ്റമൊക്കെ എൻ്റർലി ഡിഫറെൻ്റാണ്. വളരെ സോഫ്റ്റായിട്ടും ഓരോ ശരീരത്തിനും പറ്റാവുന്ന രീതിയിലുള്ള, കണ്ട് എല്ലാവർക്കും ഒരേ പരിശീലിച്ച മനുഷ്യൻ അങ്ങനെയാണല്ലോ, എല്ലാവർക്കും ഒരുപോലെ അത് ഒരു വ്യക്തിക്കുള്ളതാണ്. പതഞ്ജലി മഹർഷി വ്യക്തികളോടാണ് സംസാരിച്ചത്. അത്തരം ഒരു അതിതീവ്രമായ വൈരാഗ്യമുള്ള ശക്തി, ആരോഗ്യമുള്ള ദുർബലന്മാരോടല്ല പതഞ്ജലി സംസാരിച്ചത്, കരുത്തരായവരോട്. അവർക്കാണ് ഈ അല്ലേ, യമനിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാര, ധാരണം, ധ്യാനം, സമാധി, അഷ്ടാംഗ മാർഗത്തിലൂടെ സമാധിയിലേക്ക് എത്താൻ സിസ്റ്റമാണ്. അതിന് കുറേ പ്രോട്ടോക്കോൾ ഉണ്ട്. നമ്മൾ വിചാരിച്ച പോലെ യോഗ ചെയ്താൽ അപകടത്തിലേക്ക് എത്തിക്കും. തോന്നിയ പോലെ ജീവിച്ചിട്ടേ 24 മണിക്കൂറും. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ ജീവിതം അങ്ങനെ, നമ്മൾ ഈ സൊസൈറ്റിയിൽ ജീവിക്കും മുഴുവൻ ടൈം നമുക്ക് യോഗ പ്രാക്ടീസ് ചെയ്യാനോ യോഗിയാവാനോ വിഷമാണ്. ഇപ്പോഴാണ് തന്ത്രയുടെ ഭാഗം, അവിടെ കുറച്ച് ഫ്രീഡം ഒക്കെ ഉണ്ട്. അത് ഇപ്പോഴാണ് നിങ്ങൾ ഇപ്പോഴെന്താണോ അത് നിങ്ങൾ പൂർണ്ണ അവയർനെസ്സോട് ചെയ്യാന്നുള്ളത്. യോഗ ചിത്തവൃത്തി നിരോധം, ഈ പോയിന്റ് അവിടെ നിന്ന് കിട്ടുക. നിങ്ങളുടെ ശരീരം കൊണ്ടുള്ള കഠിനമായ അഭ്യാസമല്ല, അത് ഓക്കെ, അത് കുറച്ച് ആവശ്യം, ഫിസിക്കൽ എക്സസൈസ് ഒക്കെ നല്ല. പക്ഷെ അതിൻ്റെ അപ്പുറം മൈൻഡ് ഉണ്ടല്ലോ, ആ മൈൻഡിനാണ് യോഗ വേണ്ടത്. യോഗ ചിത്തവൃത്തി നിരോധം ഇല്ലേ, നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ. അപ്പോൾ മനസ്സിനെങ്ങനെ നൗവിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഹാപ്പിനെസ്, ഇപ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ സന്തോഷിക്കാം, മറ്റുള്ളവർ ഉപദ്രവിക്കാതെ ഇരിക്കുന്ന ഒരു ഹാപ്പിനെസ്സാണ്. നിങ്ങൾക്ക് എന്നെ ഇതല്ല, എനിക്ക് സഹായിക്കാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങൾ ഉപദ്രവിക്കാതിരിക്കാമല്ലോ, അതൊരു സന്തോഷമല്ലേ. ഇങ്ങനെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, ഹിയർ ആൻഡ് നൗ, തന്ത്ര. അതിൽ വേറെ ഓഷോൻ്റെ കുറേ ടെക്നിക്സ് ഉണ്ട്, അത് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അത് വളരെ സയൻറ്റിഫിക്കാണ്, മ്യൂസിക്കോട് കൂടിയുള്ളതാണ്. അറിയാമല്ലോ, സാറിന് അറിയാൻ പറ്റും. അത് വളരെയധികം മാറ്റം ഉണ്ടാക്കി. അപ്പോൾ എൻ്റെ യോഗ എന്ന ഈഗോ ഒക്കെ പോയി, ഒരു ശൂന്യത, നമ്മൾ ആരുമല്ല ഒന്നുമല്ല എന്നായിപ്പോയി. നമ്മൾ ആ ഈഗോ, ചെറിയൊരു ഈഗോ നമുക്കെല്ലാം ഉണ്ടാവും ഇപ്പം, പക്ഷെ അതും പോയി. പിന്നെ നമുക്ക് ഈ ഒരു കുട്ടികളെ പോലെ ഓരോ നിമിഷവും കളിച്ചും ചിരിച്ചും പാടിയും, അങ്ങനെ ഭാവിയെക്കുറിച്ചുള്ള കൂടുതൽ ടാർഗറ്റ് പ്രോഗ്രാം ഒന്നുമില്ല. അതുകൊണ്ട് സ്ഥിരതയില്ല. ഞാൻ തന്നെ പറയുന്നുണ്ട്, എന്നെ വിശ്വസിക്കേണ്ട ആരും. ഞാൻ പറയാൻ നിങ്ങൾ ചീനിച്ചോളൂ, നിങ്ങൾ പറ്റുമെങ്കിൽ സ്വീകരിച്ചാൽ മതി. ഞാൻ അസ്ഥിരനാണ്, അലക്ഷ്യനാണ്, ലക്ഷ്യമില്ലാത്തവനാണ്, ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് നല്ലതാണ്, എനിക്ക് സുഖം തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് പ്രശ്നമുണ്ട്, അത് നിങ്ങളുടെ പ്രശ്നമാണ്. ഇങ്ങനെയൊക്കെയാണ് യോഗ. എന്നാലും യോഗനെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. അത് സയൻറ്റിഫിക്കാണ്, ഋഷിപ്രോക്തമാണ്. പക്ഷെ അത് പരിശീലിക്കുന്നവരും പഠിക്കുന്നവരും വളരെ ശ്രദ്ധിക്കണം. സൂക്ഷ്മതലത്തിൽ ശ്രദ്ധിച്ചില്ല അപകടകാരിയാണ്. ഇത് പറയാതിരിക്കാൻ പറ്റില്ല. തെറ്റായ അഭ്യാസങ്ങൾ അറിയാമല്ലോ. അപ്പോൾ അതിനായാലും നിയമം പാലിക്കണം. അത് ഇതിൽ നിയമം പതഞ്ജലി പറഞ്ഞിട്ടുണ്ട്, യമനിയമം പാലിച്ചാലേ ആസനത്തിലേക്ക് കിടക്കാൻ പാടുള്ളൂ. ഒരു മനുഷ്യൻ യമനിയമം പാലിച്ചാൽ തന്നെ അവൻ മനുഷ്യനാവും. അവനൊരു ജീവിനെ കൊല്ലാനോ അടിപിടി കൂടാനോ പിന്നെ താല്പര്യം ഉണ്ടാവില്ല. അപ്പം അതാണ്. അപ്പോൾ യോഗ ഞാൻ ഒരിക്കലും നിഷേധിക്കുന്നില്ല.
പക്ഷെ ഇപ്പം ഞാൻ യോഗ ഇഷ്ടംപോലെ മാഷായി, പിന്നെ അറിയാമല്ലോ യോഗയുടെ ഇഷ്ടംപോലെ ക്ലാസ്സുകളും മറ്റേ യൂണിവേഴ്സിറ്റിയും പഠനവും TTCയും ഹയർ സ്റ്റഡിയും ഒക്കെ വന്നു ഇല്ലേ, യോഗയിൽ റിസർച്ച്. ഇതിൻ്റെ സിമ്പിൾ ഇത്രയേ ഉള്ളൂ: യോഗ, ചിത്തവൃത്തി, നിരോധ. മനസ്സ് അടങ്ങുമ്പോൾ യോഗയായി. അതിന് ഏതൊക്കെ വഴിയുണ്ടോ അതൊക്കെ നമുക്ക് സ്വീകരിക്കാം. അഹിംസ പരമോധർമ്മ. ഇത് ഞാൻ പറയുമ്പോഴും ഒരാളെ പീഡിപ്പിച്ചുകൊണ്ടുള്ള ഹാപ്പിനെസ് അല്ല. അത് ശ്രദ്ധിക്കണം. നമുക്കല്ലാതെ തന്നെ ധാരാളം വഴിയുണ്ടല്ലോ. ആ ഒരു സന്തോഷം ക്രിയേറ്റ് ചെയ്യും. അതിന് യോഗ നല്ലതാണ്. നമുക്ക് ആരോഗ്യം അറിയാമല്ലോ. ഇന്നത്തെ കാലഘട്ടത്തിലെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ധാരാളം പേര് പെട്ടിരിക്കുകയാണ്. ഞാൻ കുറ്റം പറയല്ല. എത്രയോ മഹാരോഗങ്ങൾ കൊണ്ട് ഇന്നത്തെ എത്രയോ വിദ്യാസമ്പന്നർ എല്ലാം പെട്ടി ഈ ജീവിതത്തിൻ്റെ ഈ ഓട്ടത്തിലെ ഈ സിസ്റ്റം, ബോഡിയുടെ സിസ്റ്റം അറിയില്ല. ഇത് ദൈവികമാണെന്നും ഇതിൻ്റെ ഒരു വലിയ ഗിഫ്റ്റാണെന്നും അതിനൊക്കെ നാമാവശേഷാക്കി അറിയാമല്ലോ. ആ രീതിയിലാണ് ജീവിതം പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ദുരന്തം ഇന്ന് മനുഷ്യർ മാനവരാശി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയാൽ മനസ്സിലാവും. വലിയവരും എല്ലാവരും പെട്ടു. ഹൈടെക് ഹോസ്പിറ്റലുണ്ട്, സാധാരണ അവിടെയൊക്കെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുക. എന്താ ഇങ്ങനെയെന്ന് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ? ഒരു സാമാന്യ മനുഷ്യന് ചിന്തിക്കേണ്ട വിഷയമാണ്. ഹോസ്പിറ്റൽ ഇത്രയും മഹാരോഗങ്ങൾ മാറുന്നില്ല, ആരും രക്ഷപ്പെടുന്നില്ല. പറയപ്പെടുന്ന ഈ അസുഖങ്ങളെല്ലാം ഉണ്ടാവുന്ന ഈ മനസ്സിന്റെ തീർച്ചയായും ഒരു പോരായ്മ, അല്ലെങ്കിൽ അതിന്റെ ഒരു നിലവാരം താഴോട്ട് പോകുമ്പോൾ സംഭവിക്കുന്നതാണല്ലോ ഈ ശാരീരികമായിട്ടുള്ള അസുഖം. യോഗ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മനസ്സിനെ, ചിത്തവൃത്തി നിരോധനം പറഞ്ഞ പോലെ സ്വാഭാവികമായിട്ടും ശരീരവും സുഖമാവും എന്നുള്ള. മനസ്സിന്റെ ആദിയാണ് ശരീരത്തിന്റെ വ്യാധി, അതല്ലേ പറയുന്നത്. മനസ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം അത് മനസ്സിനെ മനസ്സെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കാണിച്ചു. ഇപ്പോൾ സ്വാമി എന്നോട് ചോദിച്ചാൽ, സ്വാമി മനസ്സെന്ന് കാണിക്കുമെന്ന് പറഞ്ഞാൽ സൂക്ഷ്മമാണ്. ദൈവത്തിനെ പോലെ തന്നെ മനസ്സും കാണിക്കാൻ പറ്റും നമുക്ക് സൂക്ഷ്മതലത്തിൽ. അപ്പോൾ അതും അത്ഭുതമാണ്. ഇത് പക്ഷെ പ്രവർത്തിക്കുന്നുണ്ട് വിചാരങ്ങളിലൂടെ, ചിന്തയിലൂടെ. മനസ്സിൽ നമ്മൾ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. ഒരാളെ കൊല്ലുന്നവരാ അവരെ മനസ്സ് തന്നെ, സ്വന്തം മനസ്സ് തന്നെയാണ്. മതിയുടെ ജീവിതം നിർത്തും. മൈൻഡിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചാൽ പിന്നെ രക്ഷപ്പെട്ടു. ഡിസിപ്ലിൻ മൈൻഡ് മോസ്റ്റ് പവർഫുൾ ടൂൾ ഇൻ ദ വേൾഡ് എന്നാണ് പറഞ്ഞത് ഗുരുക്കന്മാരെല്ലാം. നിങ്ങൾ മനസ്സിനെ സ്ലോലി സെൽഫ് കൺട്രോളിലേക്ക്, മറ്റുള്ളവരെ കാണിക്കാനോ അത്ഭുതം അത് വേറെ അത്ഭുതം കാണിക്കാം. ഇപ്പം ഈ ബ്രൂസിലൊക്കെ അത്ഭുതം കാണിച്ചിട്ടില്ലേ, അത് പവറാണ്, മൈൻഡ് പവർ തന്നെ. നിരന്തരമായ പരിശീലനം അതല്ലേ. അപ്പോൾ ഇവിടെ എനിക്ക് ഗീതയിലൊരു ശ്ലോകം ഓർമ്മ വരുന്നത്. അർജുനോട് പറഞ്ഞാൽ ഞാൻ കടലിലെ വെള്ളം വറ്റിക്കാം, എൻ്റെ അത്രയും കായിക ശേഷിയുണ്ട്. പൂഴി മണൽത്തിരിങ്ങൾ എണ്ണിത്തീർക്കാം, കാറ്റിനെ പിടിച്ചു കെട്ടാം, പക്ഷെ മനുഷ്യനെ എങ്ങനെ നിലക്ക് നിർത്താൻ പറ്റും ഭഗവാനെ? അപ്പോൾ ഭഗവാൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ഇതെല്ലാവർക്കും അറിയാം. അഭ്യാസേനത് കൗന്ദേയ വൈരാഗ്യാണ് ചഗ്രാഹ്യം. നിരന്തരമായ പരിശീലനവും ദൃഢനിശ്ചയവും. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ദൃഢനിശ്ചയം, വെറുപ്പല്ല, ആക്രമിക്കാനുള്ള ദൃഢനിശ്ചയം. നമ്മൾ രാവിലെ 4 മണിക്ക് ഉണർന്നിരിക്കണം, വാക്ക് പറഞ്ഞാൽ പാലിച്ചിരിക്കണം. ഇപ്പം ഞാൻ സ്വാമിയോട് പറഞ്ഞ് 8:30 ഇവിടെ എത്തണം. അതിനുവേണ്ടി പല ബുദ്ധിമുട്ടും ഉണ്ടാകും, പക്ഷെ സാരമില്ല. അതൊരു ദൈവികമായ നമ്മൾ ആത്മാർത്ഥതകൾ അവിടെ എത്തി. നമ്മൾക്ക് വഴിയിൽ ധാരാളം തടസ്സങ്ങൾ ഉണ്ടെങ്കിലും നമ്മളോട് കാണിക്കുന്ന ഈ വാക്ക് പറഞ്ഞാൽ പാലിക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു അത് തന്നെ മതിയെന്നാണ് ഞാൻ നോക്കുന്നത് ജീവിതത്തിൽ. അത് തന്നെ പഞ്ച്വാലിറ്റി പല കൂട്ടരും പാലിക്കാറില്ല. അതൊരു വലിയ അവരോട് കാണിക്കുന്ന വലിയൊരു മര്യാദ. അതുകൊണ്ട് തന്നെ ഈ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങൾ, വാക്ക് പറഞ്ഞാൽ പറ്റിക്കുക, കബളിപ്പിക്കുക, ഒന്നിനൊരു വ്യവസ്ഥയില്ല. 4 മണിക്കെത്തുമെന്ന് പറഞ്ഞാൽ 6 മണിക്കെത്തും. അതിപ്പോൾ നേതാക്കന്മാരെല്ലാം അങ്ങനെ തന്നെയാണ്. ഞാനിത് കുറ്റം പറയല്ല, മൊത്തത്തിൽ ടോട്ടലി ഹൈ ലെവലിൽ പോകുമ്പോൾ അവരെല്ലാം തെറ്റിക്കും. 4 മണിക്ക് വന്ന് ഇവർ കാത്തിരിക്കും പാവങ്ങളെ. ഇവർ വരുന്നത് 6 മണിക്കൊക്കെ ആയിരിക്കും. അപ്പോൾ വഴിയിൽ തടസ്സം, ഇവർക്കൊക്കെ തടസ്സം മാറ്റാൻ പോലീസുകാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എന്നാലും വിടില്ല. ജനങ്ങളിൽ വന്നിരിക്കട്ടെ, സദസ്സ് നിറഞ്ഞോ എന്നൊക്കെ അവർ വിളിച്ചു ചോദിക്കും. ഒക്കെ വിഷമമല്ലേ ഈ പാവങ്ങളെ? ഒരാൾ വരണ്ടേ? ഒരാൾ നിങ്ങളെ കാണാൻ വന്നിരിക്കുകയാണ്, അവിടെ സദസ്സ് നിറഞ്ഞാലേ അവർ ഇളകും. അവർ ദൂരത്തെവിടെ നിൽക്കുന്നുണ്ടാവും. പക്ഷെ ആൾക്കാർ വന്നു കിട്ടണ്ടേ? ഇതൊക്കെ പറയാതെ വിഷമയുണ്ട് നേതാക്കന്മാരെ. നിങ്ങളൊന്ന് കാരുണ്യം കാണിക്കണം ഈ പാവങ്ങളോടൊക്കെ. ഒരു ടൈം മാനേജ്മെൻറ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. എല്ലാവർക്കും അനുവദിക്കപ്പെട്ടൊരു സമയമുണ്ട്, എനിക്കും നിങ്ങൾക്കും. പക്ഷെ വാക്ക് പറഞ്ഞാൽ പരമാവധി ആകസ്മികമായി ചില സമയം നമുക്ക് സംഭവിച്ചേക്കാം. അത് ദൈവികമാണ്, അതിനൊരു സോറി പറയും. അല്ലാതെ നമ്മൾ ഈ മനുഷ്യനെ കബളിപ്പിക്കുന്ന പരിപാടി ഉണ്ടോ? അവൻ്റെ ക്ഷമ പരിശോധിക്കുക. മണിക്കൂറുകളോളല്ലേ നിങ്ങൾ കാണുന്നില്ലേ നമ്മളെ മന്ത്രിമാരും എല്ലാവരെയും ഞാൻ പറയും, മൊത്തത്തിൽ ഞാൻ പറയാം. അതുകൊണ്ട് ഇത് ജനങ്ങളോട് കാണിക്കുന്ന വലിയൊരു മര്യാദയാണ്. ടൈം പഞ്ച്വാലിറ്റി ഇല്ലാതെ നിങ്ങൾ പ്രോഗ്രാം നടത്തുക. എത്രയോ മണിക്കൂറുകളോളം അവിടെ വേർത്തിട്ടും ദാഹിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും നിങ്ങളെ കാണാൻ വേണ്ടി. പക്ഷേ
അതിൻ്റെ ദുരന്തം നിങ്ങൾ അനുഭവിക്കും എല്ലാവരും. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ കുഴഞ്ഞു വീഴും. അപ്പോൾ നമ്മളിങ്ങനെ ലൈവായി ഇരിക്കുന്നതന്നെ മഹാഭാഗ്യമായിട്ടാണ് ഞാൻ ഉണർവോടുകൂടെ, ബോധത്തോടുകൂടെ, സ്നേഹത്തോടു കൂടി ഇരിക്കാൻ പറഞ്ഞാൽ പറയാൻ വേണ്ട. ഇതൊക്കെയാണ് ഞാൻ കണ്ടെത്തിയ ദൈവീകതയും. അപ്പോൾ അതിന് ഈ ഓഷോൻ്റെ ഈ മെഡിറ്റേഷനാണ് എന്നെ സ്വാധീനിച്ചത്. ഓഷോൻ്റെ വാക്കുകൾ ഞാൻ പറഞ്ഞു, കുറച്ച് ബുക്ക് വായിച്ചു, പക്ഷേ അതൊക്കെ ജീവിത സംബന്ധിയാണ്. അതിൽ അദ്ദേഹത്തിന് തെറ്റിദ്ധരിക്കുക സെക്സിനെ കുറിച്ചിട്ടൊരു അതിൽ നിന്ന് അതിജീവിക്കാൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സെക്സ് ടു സൂപ്പർ കോൺഷ്യസ്, ഭോഗ ടു സമാധി. നിങ്ങൾക്ക് സെക്സ് പോലും ചെയ്യാൻ അറിയില്ല മനുഷ്യൻ. നിങ്ങളെന്തല്ലോ എവിടുന്നല്ലോ കണ്ട സിനിമയും ബ്ലൂ ഫിലിമൊക്കെ കണ്ടിട്ട് ഇതൊന്നല്ല സെക്സ്. നിങ്ങൾ അതിലൂടെ ധ്യാനത്തിലേക്ക് രണ്ടുപേർ ഒരുമിച്ചിട്ട് ഒരു ഈശ്വര ധ്യാനത്തിലൂടെ കടന്നു പോകേണ്ടതാണ്. അതിൽ നിന്നുണ്ടാവുന്ന സൃഷ്ടി ഉത്കൃഷ്ട സന്താനങ്ങളായിരിക്കും. അല്ലാണ്ട് ഇതൊരു യുദ്ധം ചെയ്ത് തോൽപ്പിക്കുന്ന പരിപാടിയൊന്നുമില്ല. ഇത് അനന്തമായൊരു യാത്രയാണ്. പ്രണയത്തിലൂടെ മാത്രമേ അത് പാടുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതൊന്നും ആരും ശ്രദ്ധിക്കാൻ പോയില്ല. അദ്ദേഹം സെക്സിൻ്റെ ആശാൻ, അത്രേ പറഞ്ഞുള്ളൂ. സെക്സ് ഒന്ന് അതിജീവിക്കാം. അങ്ങനെ ഒരു കടന്നു നിങ്ങൾക്ക് എപ്പോഴും അതിൽ നിന്ന് മോചനം കിട്ടും. അങ്ങനെ ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കണം, പ്രണയിക്കണം, എന്നിട്ട് അതിൽ നിന്ന് മുക്തി നേടണം സ്വാഭാവികമായിട്ട്. അല്ലാണ്ട് അതിനെ അടിച്ചമർത്തി നമ്മളത് പാവമാണ്, അത് വൃത്തികേടാന്നൊക്കെ പറയും, അത് കൂടുതൽ നമ്മൾ വേട്ടയാണ്. ഇതാണ് ഇന്ന് പല സ്ഥലങ്ങളിലും സന്യാസി മഠങ്ങളിലും പല സ്ഥലത്തും ഇതിനെ അടിച്ചമർത്തി അതിനെ കുറ്റം പറയാൻ തുടങ്ങി. ഇത് നാച്ചുറലാണ്, ദൈവികമാണ്. ഇപ്പോൾ ഓഷോടും ചോദിച്ചു, അല്ല മഹാത്മാ, നിങ്ങൾ സെക്സിന് ഇത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കുക എന്തുകൊണ്ട്? അന്നേരം അദ്ദേഹം പറഞ്ഞ്, ഒരു രാമകൃഷ്ണ പരമഹംസരെയും ഒരു വിവേകാനന്ദനെയും ഒരു ബിൽ ഗേറ്റ്സിനെയും ഒക്കെ സൃഷ്ടിക്കാൻ ഇതിന് പറ്റുമെങ്കിൽ സെക്സ് എന്താണെന്ന് ചോദിച്ചു. അത് മോശമാണോ? ഇത്രയും ലോകത്തിൽ അത്ഭുതം കണ്ടുപിടിച്ച എല്ലാ മഹാന്മാരും, ഇപ്പോൾ ശാസ്ത്ര ലോകത്താവട്ടെ, ആത്മീയ ലോകത്താവട്ടെ, ഇനിയിപ്പോൾ സോഷ്യൽ മേഖലയിലാവട്ടെ, ഇവരൊക്കെ ഇപ്പം പല മഹാൻ നേതാക്കന്മാരുണ്ട്. ഈ സമൂഹത്തിന് വേണ്ടി നിലകൊണ്ട ത്യാഗം അനുഭവിച്ച ധാരാളം ആൾക്കാർ. അവരെയും വിസ്മരിച്ചുകൂടെ നമ്മൾ. ഇവരൊക്കെ ഇതിലൂടെ വന്നതാണ്. അപ്പോൾ അതിനെന്തിനാണ് ഇങ്ങനെ പഴി പറയുന്നത്? അത് പക്ഷേ പ്രണയത്തിലൂടെ ആയിരിക്കണം. അത് ഒളിച്ചും പതുങ്ങിയും പാത്തും ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയാനുള്ളതല്ല. അത് പരിഭാവനമായിരിക്കണം, അത് ദൈവികമായിരിക്കണം. അങ്ങനെ അതിനെ കാണാൻ പാടുള്ളൂ. ഇത് നോളജ് കൊടുക്കുന്നില്ലല്ലോ കുട്ടികൾക്ക്. ഇതിൻ്റെ അപാകതയാണ് ഇന്നത്തെ കുട്ടികളൊക്കെ വഴിതെറ്റാൻ കാരണം. ഇത് മാത്രം മറച്ചു വെക്കും, ബാക്കിയെല്ലാം പഠിപ്പിക്കും, അതിൻ്റെ സയൻസ്. പക്ഷേ ഇത് എന്തോ പാവമാണ്. അപ്പോൾ അതും മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഇത്രയേ ഉള്ളൂ കാര്യം. അതിങ്ങനെ നമ്മൾ വിചാരിക്കുമ്പോഴത്തെ അത് പ്രണയിച്ച മനസ്സിലാവും. പ്രണയത്തിൽ പിന്നെ ധ്യാനം സംഭവിക്കും. പക്ഷേ പറയുന്ന രണ്ട് കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ. ഒന്നിക്ക് നിങ്ങൾ ധ്യാനിക്കുമ്പോൾ നിങ്ങൾ പ്രണയത്തിൽ എത്തിച്ചേരും, അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിക്കുമ്പോൾ നിങ്ങൾ ധ്യാനിയായി തീരും. രണ്ട് സാധ്യതയുണ്ടാവും. ഇതാണ് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടായാൽ മതി. ഇല്ല, അൺകണ്ടീഷൻ സ്നേഹം എന്ന് പറയുമ്പോൾ രണ്ടു തരത്തിലുണ്ട്. നമ്മൾ ആവശ്യം കഴിയാൻ വേണ്ടിയൊരു സ്നേഹമുണ്ട്. ആവശ്യം കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ, പാലം കിടക്കുമല്ലോ നാരായണ, പാലം കിടന്നാൽ കൂടായണം എന്നൊക്കെ പറയുന്നത് നമുക്കറിയാവുന്ന വാക്കാണ്. അപ്പോൾ സ്നേഹമാണ്. അത് നമ്മുടെ വിപ്ലവ കവി വയലാർജിയും പാടിപ്പോയി, രാമവർമ്മ. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെ എന്ന് ആ മഹാത്മാവും പാടി. അത് വിപ്ലവ കവിയാണ് ഇല്ലേ? പക്ഷേ സ്നേഹത്തിന് പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. സ്നേഹമാണ് മനുഷ്യന് വേണ്ടത്. അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ ലോകത്ത് മുഴുവനും പ്രശ്നങ്ങളും, ആസ്വാസ്യവും, രോഗവും, ദുരിതവും. എവിടെയും സ്നേഹവുമില്ല, റെസ്പെക്റ്റ് ഇല്ല, ഉത്തരവാദിത്വ ബോധമില്ല, ധർമ്മച്യുതി വന്നുപോയി, മൂല്യച്യുതി. എല്ലാ മേഖലയിലും ഞാൻ മൊത്തത്തിൽ ഞാൻ പറയല്ല, എവിടെ പോയാലും കാണാൻ നിങ്ങൾ സ്കൂളിലാവട്ടെ, കോളേജാവട്ടെ, അവിടെയൊക്കെ ഈഗോൻ്റെ, അഹംബോധത്തിൻ്റെ പ്രകടനമാണ്. മറ്റുള്ളവരെങ്ങനെ തരം താഴ്ത്താം, അടിച്ചമർത്താം, നിയന്ത്രിക്കാം. നമുക്കത് അങ്ങനെ ഒരു അവസ്ഥ ഇല്ലായിട്ടില്ല. പക്ഷേ നമുക്ക് മനസ്സിലാവുമല്ലോ. പല സ്ഥലത്തും എന്നെ അറിയാതുകൊണ്ട് വിളിക്കാറുണ്ട്. ക്ലാസ് NSSൻ്റെ ക്യാമ്പിലും ക്ലാസ് എടുക്കാൻ വേണ്ടി വിജയൻ സാം യോഗ. പക്ഷേ ജീവിതമാണ്, ഞാൻ ജീവിതത്തെക്കുറിച്ച് പറയും. അങ്ങനെ പ്രാക്ടിക്കൽ, ക്രിയാത്മകമായ, പ്രായോഗികമായ ജീവിതം, ഇതാണ് നമ്മളെ കാഴ്ചപ്പാട്. അതുകൊണ്ട് സെക്സിനെ കുറ്റം പറയുന്നതിൽ അർത്ഥം അതിനെ നിങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് ഗുഡ് ബൈ, സ്വാഭാവികമായിട്ട് മുക്തി നേടുക എന്നുള്ളതാണ്. അതാണ് ഗൃഹസ്ഥാശ്രമം. ഇപ്പം ഞാൻ ഒരു കല്യാണം കഴിച്ച് 2 കുട്ടികളുണ്ട്, അവരൊക്കെ വളർത്തി കഷ്ടപ്പെട്ടിട്ട് പല ത്യാഗമുണ്ട്, നമ്മളെല്ലാവരും അനുഭവിക്കും പോലെ എല്ലാവരും. അല്ലാണ്ട് എനിക്ക് മാത്രം അങ്ങനെ സ്പെഷ്യലൊന്നുമില്ല. നിങ്ങൾക്കറിയാമല്ലോ, സമൂഹത്തിലൊരു കുട്ടികളെ പഠിപ്പിച്ച് വളർത്തി അവരെ വിവാഹം കഴിച്ച് അയക്കുന്നവരെയുള്ള ഒരു ത്യാഗം, അത് ആ പ്രോസസ്സ് എനിക്കറിയാം. അതുകൊണ്ട് അവരും ജീവിക്കുന്നുണ്ട്. അപ്പോൾ ആ ഗാർഹസ്യത്തിലൂടെയുള്ളൊരു അതൊരു ത്യാഗമാണ്. നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റില്ല. ഇപ്പം എൻ്റെ ഭാര്യയുണ്ട് ഇവിടെ, അപ്പോൾ അവരെ സൗകര്യം നോക്കണം. അല്ലാണ്ട് അവിടെയാണ് ധർമ്മം വരുന്നത്. അപ്പോൾ ആ ധർമ്മത്തിലൂടെ പോകുമ്പോൾ നമുക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും. അത് ദൈവികമാണ്. പ്രകൃതി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും, പേടിക്കൊന്നും വേണ്ട. എൻ്റെ ജീവിതത്തെ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്.
നമ്മളെ ധർമ്മം, സ്വധർമ്മം നിധനം ശ്രേയോ. നമ്മുടെ സ്വധർമ്മം എന്ന് മനസ്സിലാക്കുക, അത് ചെയ്യുക, സന്തോഷിക്കുക. ഇതാണ് ഞാൻ കണ്ടെത്തിയ ഓഷോൻ്റെ പ്രത്യേകത. ഓഷോ പറയുന്നില്ല, ഓഷോ വെച്ചാൽ നിങ്ങൾ എപ്പോഴും എവിടെയായാലും സത്യസന്ധനായിരിക്കണം, വാക്ക് പറയുമ്പോഴത് പാലിക്കാൻ ബാധ്യസ്ഥനായിരിക്കണം, പിന്നെ സ്നേഹമുള്ളവരായിരിക്കണം. മറ്റുള്ളവരെ തലയിൽ കയറി ഇങ്ങനെ ഈ അറിയാലോ ആധിപത്യം, അതിനെതിരായിരുന്നു ഓഷോ. സ്വാതന്ത്ര്യം, എല്ലാവരും ബ്രഹ്മമല്ലേ, എല്ലാവരും ഈശ്വര സ്വരൂപങ്ങളാണ്. അതറിയാതെ നമ്മൾ ഓരോന്നിൻ്റെ പേരിൽ ഞാൻ വലിയവൻ, നിങ്ങൾ എന്നെക്കാട്ട് താഴെയാണ്, ഈ ചെറിയ സർട്ടിഫിക്കറ്റ് കൊണ്ട് അതിലൊന്നും കാര്യമില്ല. എല്ലാവരുടെ ഉള്ളിലും വ്യഥയുണ്ട്, ദുഃഖമുണ്ട്. ഞാൻ ഈ ഓൾഡ് ഏജ് ഹോമിലൊക്കെ എന്നെ വിളിക്കും, അറിയാതെ വിളിക്കുന്നതാണ്, ഇയാൾ വിജയസ്വാമി എന്തെല്ലോ യൂട്യൂബൊക്കെ കണ്ടിട്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ പല കാഴ്ചകളും കണ്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരു കാലഘട്ടത്തിൽ ഹൈ പൊസിഷനിലൊക്കെ നിന്ന് അവർ നടക്കാൻ പറ്റാതെ, കൈ പൊക്കാൻ പറ്റാതെ, അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്, ജഡ്ജിമാരും IPS IAS ഒക്കെ. അവരൊന്ന് ഓൾഡ് ഏജ് ഹോമിൽ പോയാൽ കാണാം. ഇപ്പോഴുള്ളവരല്ല. വെച്ചാൽ വാർദ്ധക്യം കൊണ്ട് സ്വാഭാവിക വന്നു ചേരുന്ന രോഗങ്ങളും ദുരിതങ്ങളും, ജീവിക്കാൻ മറന്നു. അവർ ഇതിനു വേണ്ടി ജീവിച്ചു. മക്കളൊക്കെ വലിയ വിദേശത്തൊക്കെ ആയിരിക്കും, പക്ഷെ അവിടെ ഹോം നേഴ്സിൻ്റെ സഹായത്തിലാണ് ഭക്ഷണം കഴിക്കുന്നതും ബാത്റൂമിൽ പോകുന്നതൊക്കെ. അറിയാലോ, ഇങ്ങനെയാണ് മനുഷ്യർ എത്തിത്തരുന്നത്. അപ്പോൾ അവിടെ ഒരു അഹന്തയിൽ, അവിടെ ഇവരുടെ കാരുണ്യം വേണം. ഇത്രയും പേരെ ആധിപത്യമൊക്കെ പുലർച്ചി ഞെട്ടിച്ച ആൾക്കാർ ഒടുവിൽ ആരുടെയോ ഒക്കെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ എഴുന്നേൽക്കാൻ പറ്റും. എല്ലാം അവിടെ മലവും മൂത്രവും കൊണ്ട് നിറയും. അതിന് കാശൊക്കെ വാങ്ങിയിട്ടുള്ള വൃദ്ധസദനങ്ങളുണ്ട്. ഇവിടെയൊക്കെ ഞാൻ അത്യാവശ്യം അപ്പം എനിക്ക് മനസ്സിലായി ജീവിതത്തിൻ്റെ ഈ പൊള്ളത്തരവും കള്ളത്തരവും അഹന്തയുടെ ഈ വേലിയേറ്റവും എല്ലാ മേഖലയിൽ പോകുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കാണാം. അതുകൊണ്ട് ഇതൊക്കെ താൽക്കാലികമാണ്, ക്ഷണികമാണ്. ഇതൊന്നും കണ്ടിട്ട് നമ്മൾ മോഹിച്ചിട്ട് വെച്ചാൽ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇതൊക്കെ ചിറകുടിയും, നമ്മളെ കാല് തളരും. ഞാനും അങ്ങനെ തന്നെയാണ്. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ പിന്നെ കേൾക്കൂല, ഞാൻ ആരാന്നറിയില്ല. അറിയാമല്ലോ, ഓർമ്മ നശിക്കും, കാലും കൈയിൻ്റെ ശക്തിയൊക്കെ കുറയും. അപ്പോൾ നമ്മൾ ഈ നല്ല സമയം വിനയാന്വിതമായി സ്നേഹപൂർവ്വം നമ്മൾ ജീവിതത്തെ നോക്കിക്കാണുക. കഴിയുമെങ്കിൽ എന്തെങ്കിലും ഒരു പുഞ്ചിരെങ്കിലും സമ്മാനിച്ചുകൊണ്ട് കടന്നുപോയി. ഇതാണ് എനിക്ക് ഓഷോയെക്കുറിച്ചൊക്കെ പറയാനുള്ളത്. ഓഷോ സാധാരണ ധ്യാനത്തിന് പ്രാധാന്യം നൽകിയാണല്ലോ അദ്ദേഹത്തിന്റെ എല്ലാ റൈറ്റിംഗ്സും അങ്ങനെ തന്നെയാണ്. അതിലേക്ക് നമ്മളെ നയിക്കുക. അപ്പം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് വെറുതെ കണ്ണടച്ചിരിക്കുന്നതൊന്നും അല്ല ധ്യാനം, പ്രാക്ടിക്കലാണ്. പല മെത്തേഡ്സും അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി നൽകിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയുക? അതായത് നമ്മളിപ്പോൾ കർമ്മമാണല്ലോ വർക്ക്. ഇതൊരു വർക്ക്, കർമ്മയാണ്. ഓരോ മനുഷ്യനെ അങ്ങനെ നിയോഗിക്കുകയാണ് പ്രപഞ്ചം. എല്ലാവരും പാടത്ത് പോയി കൃഷി ചെയ്യുക എന്നുള്ളതല്ല. അത് ചെയ്യുന്നവരത് ചെയ്യട്ടെ. ഇതും ഈ അറിവുകൾ എത്തിക്കാനും ഇതിനും ആൾക്കാർ വേണ്ടേ. അപ്പോൾ ഒരു നിയോഗമാണ്. ഇപ്പോൾ സ്വാമി ഇതൊരു നിയോഗിതനാണ്. ഇത് ഇങ്ങനെയൊക്കെ വേണം. അത് ഇപ്പം ചെറുപ്പകാലത്ത് ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള ഈ വഴിതെറ്റിയ ആൾക്കാരെയൊക്കെ ഒന്ന് വെള്ളിത്തിരിയെ കൊണ്ടുവരും. അപ്പോൾ ഈ പ്രപഞ്ചത്തിനെ ഇങ്ങനെ ആൾ നിയോഗിക്കും. ഇപ്പം വിജയൻ സ്വാമി ഇങ്ങനെ ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ചെറുപ്പത്തിൽ എവിടെയല്ലോ ഇങ്ങനെയല്ലോ ജീവിച്ച് അവസ്ഥ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു. വെറുതെ ഇരിക്കണ്ട, എന്തെങ്കിലും അറിയാമെന്ന് പറഞ്ഞു കൊടുക്കുക. അത് ഇങ്ങനെ ഓരോ ആളും നിയോഗിക്കുകയാണ് പ്രപഞ്ചം, യൂണിവേഴ്സൽ, ഈശ്വരൻ. അതിന് ദൈവം എന്ന് പറയാം. ഇപ്പോൾ സയൻസിൽ പോയാൽ ഇതൊന്നും വ്യക്തമായി തെളിയിക്കാനൊന്നും പറ്റില്ല. ബിയോണ്ട് സയൻസ്. ജീവിതം എപ്പോഴും അങ്ങനെ തന്നെയാണ്, അതിന് അതീതമാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്, ജീവിത അനുഭവം കൊണ്ട്. നമ്മൾ പറയും സയൻസ് അല്ലേ. ഓഷോ അതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അതൊരു ആധുനിക അന്ധവിശ്വാസം ഉണ്ട് അതിൽ. ഒരു പരിധിവരെ സയൻസിനെ ഉപയോഗപ്പെടുത്താം, ടെക്നോളജിയും കാര്യവും മെഡിസിനൊക്കെ. പക്ഷെ അമിതമായിട്ട് വിശ്വസിച്ചിട്ട് കാര്യമില്ല, രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല അവർക്ക്. അതായത് ഒരു പരിധിവരെ നമുക്ക് നല്ലതാ, ശാസ്ത്രബോധം വേണം, ഇല്ലേ? പക്ഷെ അതുകൊണ്ട് മാത്രം ജീവിതം ഹാപ്പി ആവുമെന്ന് വെച്ചപ്പം ഡോക്ടർമാരൊക്കെ സന്തോഷിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. ഇഷ്ടംപോലെ കോടികളുണ്ട്. ഇനി കോടാനുകൂടി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമത്തിലാണ്. അടുത്ത ഹോസ്പിറ്റൽ, ലോകം മുഴുവൻ തൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഹോസ്പിറ്റൽ ഉണ്ടാണ്. എന്നിട്ടും അവർ അസ്വസ്ഥരാണ്, അവരും ദുഃഖിതരാണ്. ഇവരാണ് ജീവിതാവബോധം. അതുകൊണ്ട് സയൻസ് എന്നുള്ളൊരു ഈഗോവും കളയണമെന്ന് എൻ്റെ ഒരു. ഇപ്പം സയൻസ് വേണം, അതൊരു അറിയാലോ, വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാണിക്കും. ഈ നിമിഷം വരെയുള്ള സത്യമാണത്. അടുത്ത നിമിഷം മാറാം. എനിക്ക് മാറ്റം വരാം, നിങ്ങൾക്ക് വരാം, ലോകത്തിന് മാറ്റം വരാം, എനർജിക്ക് മാറ്റം വരാം, ഓക്സിജന് മാറ്റം വരാം, ഈ വസ്തുവിന് മാറ്റം വരാം. അപ്പോൾ ഇതൊന്നും സ്ഥായിയല്ല. എൻ്റെ സ്വയം അവബോധത്തിൽ നിന്ന് വരുന്ന കാര്യമാണ്. ഇതൊന്നും തെളിയിക്കാൻ പറ്റില്ല. ഇപ്പം ഇന്നലെ പറഞ്ഞൊരു മരുന്ന് ഇന്ന് ശരിയാവണമെന്നില്ല സ്വാമിജി. അങ്ങനെ പലതും അവർക്ക് നിർത്തേണ്ടി വന്നിട്ടില്ലേ. പക്ഷെ ആയുർവേദ സത്യസന്ധമാണെങ്കിൽ ഇന്ദു അത് കറക്റ്റാണ്. തുളസിക്ക് 37 ഔഷധ ഗുണമെന്ന് അന്ന് പറഞ്ഞു പോയത് ഇന്ന് റിസർച്ച് ചെയ്യുമ്പോൾ കറക്റ്റാണ്. തുളസിയിൽ അതിട്ട് വെള്ളം കുടിപ്പിച്ചാൽ ഈ ശ്വാസതടസ്സമോ അല്ലെ കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ തുളസി വെള്ളം കുടിച്ചാൽ തിളപ്പിച്ചിട്ട്, അങ്ങനെ പലതും. ഒറ്റമൂലിക, ഇത് ഋഷിപ്രോക്തമാണ്.
അത് അന്ന് ഇന്നും ഓക്കെ. പക്ഷെ അതിലും വ്യാപാരമൊക്കെ വന്നു, അല്ലേ, അതിലും കുറേ പ്രശ്നങ്ങളൊക്കെ. അതുകൊണ്ട് ഈ യഥാർത്ഥ വിധിപ്രകാരമൊന്നുമല്ല ഇന്ന് ചെയ്യുന്നത്. ചില കൂട്ടർ ചെയ്യുന്നുണ്ട്, അത് അതുപോലെ സുഖം പ്രാപിക്കുന്നുണ്ട്. ഇപ്പം തന്നെ കോട്ടക്കലൊക്കെ അല്ലേ അറബി രാജ്യത്ത് നിന്ന് ആൾക്കാർ വരുന്നു. തളർന്നു പോയ കൂട്ടർ അവിടെ മസാജ് ചെയ്യലും പഞ്ചകർമ്മ ചെയ്യലൊക്കെ ചെയ്യും. എത്രയോ പേര് വിദേശത്തു നിന്നൊക്കെ വന്നിട്ട് കേരളത്തിലെ ആയുർവേദത്തിലാണ് വരുന്നത്. എന്തുകൊണ്ടാണ്? ശാസ്ത്രം അവിടെ ഇല്ലാഞ്ഞിട്ടാണോ? അവിടെ ഡോക്ടറുണ്ട്, ഹൈടെക് ഹോസ്പിറ്റലുണ്ട്, പക്ഷേ രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മളെ പഴയ അവിടുത്തെ തടവും ചികിത്സയും പഞ്ചകർമ്മയും ധ്യാനവും യോഗയ്ക്ക് പിന്നെ അറിയാമല്ലോ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾ ഭാരതത്തിൽ വരുന്നുണ്ട് യോഗ പഠിക്കാൻ. ഞാൻ വർക്കലയിൽ ഉണ്ടായിരുന്നു കുറച്ചിലും. അപ്പോൾ അവിടെ ഞാൻ ഇപ്പോഴല്ല, കൊറോണക്ക് മുമ്പേ കുറച്ച് ഗ്രൂപ്പിനൊക്കെ ക്ലാസ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതാണ്. അപ്പോൾ അവരൊക്കെ എത്രയോ അമേരിക്കയിൽ നിന്നും അവിടുന്ന് ഇവിടുന്നും സ്വിറ്റ്സർലാൻഡിൽ നിന്നും ഒക്കെയുള്ള എത്രയോ ആൾക്കാർ വരുന്നു അറിയാം. ഈ കേരളത്തിൽ വരികയാണ് ആയുർവേദം. അവിടെ പോയിട്ട് അവർക്ക് പ്രാക്ടീസ് ചെയ്യാനോ ആയുഷിൻ്റെ എങ്ങനെ ആരോഗ്യത്തോടെ ജീവിക്കാം, രോഗത്തിനുള്ള ചികിത്സയല്ല, റെജുവിനേഷൻ, എങ്ങനെ നമുക്ക് ഈ മനുഷ്യ ശരീരം കുറച്ചും കൂടി ഒട്ടുമ്പിൻ്റെ ഉണ്ട്, പക്ഷേ ആരോഗ്യത്തോടെ മരിക്കാമല്ലോ. ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ട് കിഡ്നി പോയി, ഹാർട്ട് പോയി, എന്നിട്ട് കുടുംബത്തിനെ മുഴുവനും നാശത്തിലാക്കിക്കൊണ്ട് പോകണോ? അതുകൊണ്ടാണ് ഞാൻ അതിനെ കുറ്റം പറയല്ല, ഒരു പരിധിവരെ ഓക്കെ. പക്ഷെ അതിലപ്പുറം നമ്മളെ ജീവിതം കൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ശരിയാക്കേണ്ടതുണ്ട് സ്വാമിജി. അപ്പോൾ ഇത്രയാണ് എനിക്ക് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഇത് പറയാനുള്ള. അതിനെ കുറ്റം പറയല്ല, പക്ഷെ അതും എവിടെയല്ലോ തെറ്റായ രീതിയിൽ കച്ചവടവൽക്കരിക്കപ്പെട്ടു. അതല്ല, ഹാർട്ടിൻ്റെ ഒരു പ്രശ്നം വന്ന ഉടനെ 10 ലക്ഷം ഉണ്ടോ, നമുക്കത് മാറ്റി വെക്കാം, ഇത് മാറ്റി വെക്കാം, അതിന് ഏജൻസികളുണ്ട്. ഇതൊക്കെ നടക്കുന്നതല്ലേ, വ്യവസായമാണ്. ഇന്ന് അതൊക്കെ കാരുണ്യത്തിൽ പ്രവർത്തിക്കേണ്ടതാണ്. അതായത് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ, അവന് പണമില്ലെങ്കിൽ അവനെ രക്ഷപ്പെടുത്തണം. അതാണ് അതിൻ്റെ എത്തിക്സ്. ഏതൊരു രോഗിയാണോ തൻ്റെ മുന്നിലേക്ക് വരുന്നത്, അവന് പണമുണ്ടെന്ന് നോക്കരുത്, അവനെ രക്ഷപ്പെടുത്തുക അതാണ് മനുഷ്യത്വം. അതിന്ന് സംഭവിക്കുന്നുണ്ടോ? സമയം എല്ലാവരും അങ്ങനെ ഓട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ആ വിഷമം, ദുരിതം, ഈ കർമ്മഫലം പിന്തുടരുന്നു. അത് തിരിച്ച് 10 മടങ്ങ് അടിക്കും. ഇത് മനസ്സിലാക്കിയ സമാധാനം. അപ്പോൾ ധ്യാനം എന്ന് വെച്ചാൽ 112 ടെക്നിക്സ്, വിജ്ഞാന ഭൈരവ തന്ത്ര, അത് ശിവൻ പറഞ്ഞതാണ്. ശിവൻ പാർവതിയുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. അത് ഓഷോ വളരെ ആഴത്തിൽ പഠിച്ച്, നമുക്ക് സമയമില്ലല്ലോ അതൊന്നും പഠിക്കാൻ, നമുക്ക് ആഗോള പ്രശ്നവുമായ ഓഷോ അത് വളരെ എത്രയോ കാലം അദ്ദേഹത്തിൻ്റെ ചെറുപ്പം മുഴുവനും വായനക്കും ഈ റിസർച്ചായിരുന്നു. എങ്ങനെ മനുഷ്യ മനസ്സിനെ ശാന്തിയിലെത്തിക്കാം. അങ്ങനെ ഓഷോൻ്റെ ഈ 112 ടെക്നിക്സ്, അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ, എല്ലാം ഒന്നുമില്ല. അതിൽ ഡൈനാമിക് മെഡിറ്റേഷൻ, കുണ്ടലിനി, നടരാജ, പിന്നെ ഇങ്ങനെ കുറേ കാര്യമുണ്ട്, നാദബ്രഹ്മ, ഗൗരി ശങ്കർ, ഇതൊക്കെ വളരെ മനോഹരമായ മെഡിറ്റേഷൻസാണ്. അപ്പോൾ ഇതൊക്കെ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോൾ ക്ലാസ് എടുക്കുന്നുണ്ട് എൻ്റെതായ രീതിയിൽ സൂമിലൊക്കെ. കുറച്ച് പേര് അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഉപജീവനം, അവർ ദക്ഷിണ അയച്ചു തരും. പിന്നെ കാശിന് വിൽക്കാറില്ല, അവരോട് ഞാൻ പറയും നിങ്ങൾക്ക് തരുന്ന ദക്ഷിണ, അതാണല്ലോ നമ്മളെ പാരമ്പര്യം. അല്ലാണ്ട് ഒരു ചക്കര ഉണർത്തിയാൽ 2 ചക്കര ഫ്രീ, അതിന് ഒരു ചക്രത്തിന് 50,000 അടക്കണം. ആജ്ഞ ചക്ര ഉണർത്തിയാൽ നിങ്ങൾക്ക് 30,000 അടച്ചാൽ ഞാൻ ഉടനെ ഉണർത്തടാം. ഇത്തരം പരിപാടികളൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടുമില്ല, ചെയ്യാനും പോകുന്നില്ല. ഇതൊക്കെ സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിത നിലവാരം കൊണ്ട് ദൈവികമായി സംഭവിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അറിയാമല്ലോ, ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ കുറ്റം പറയല്ല, ഈ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുന്ന ധാരാളം പേര് ലോകത്തിൻ്റെ നാനാഭാഗത്തും കാണാം. അല്പം അവബോധം ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നേ എനിക്ക് പറയാം. എനിക്കൊരു സൂചന നൽകാനേ പറ്റും. നിങ്ങളിഷ്ടം ഏതായാലും കുണ്ടലിനി ഉണരുന്നതും നല്ലതാണ്, തേർഡ് ഐ ഉണരുന്നതും നല്ലതാണ്, ചക്ര ആക്ടിവേഷനും നല്ലതാണ്. അങ്ങനെ ഒരു ഉണർന്നിട്ടുണ്ട് അവർ, ആ മഹാത്മാവിനെ ഞാൻ പാതാരവിന്ദങ്ങൾ പ്രണമിക്കുന്നു ഇവിടുന്ന് ഇപ്പോൾ. അപ്പോൾ ഓഷോൻ്റെ ചക്ര മെഡിറ്റേഷൻ ഉണ്ട്, കുണ്ടലിനി മെഡിറ്റേഷൻ ഉണ്ട്, തേർഡ് ഐ മെഡിറ്റേഷൻ ഉണ്ട്, ധാരാളം ടെക്നിക്സ് ഉണ്ട്. ഇതൊക്കെ മ്യൂസിക്കിൻ്റെ, സംഗീതത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ സയൻറ്റിഫിക്കായി മഹാനായ ഓഷോ ഈ ആധുനിക മനുഷ്യന് വേണ്ടി കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഇത് വരും തലമുറയ്ക്ക് ഓഷോ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചിട്ട്, നിങ്ങൾ ഹോസ്പിറ്റലൊക്കെ മെഡിറ്റേഷനും കൂടി ശീലിപ്പിക്കണം. മരുന്നിൻ്റെ കൂടെ മെഡിറ്റേഷനും കൂടി ഉണ്ട്, അവർക്ക് പെട്ടെന്ന് തന്നെ ക്യൂറാവും, എല്ലാ രോഗത്തിനും മുക്തി നേടാൻ പെട്ടെന്ന് സഹായിക്കും. സംഗീതം, ഗാനം, സ്നേഹം, പിന്നെ സ്നേഹമാണ് പ്രധാനം. അപ്പം ഞാനിതൊക്കെ പറയും കൊണ്ടിലും നമ്മൾ എവിടെ എത്തുന്ന സ്നേഹത്തിലായിരിക്കണം. അപ്പം എന്ത് പറയുമ്പോഴും നമ്മൾ സ്നേഹത്തിൻ്റെ ഒരു തലോടൽ മതി, ഒരു ടച്ചിങ് മതി, നമ്മളൊന്ന് മാറാൻ. ഒരു വാടിത്തളർന്നിരിക്കുന്ന ഒരു ചെടിക്ക് അല്പം വെള്ളം കിട്ടുമ്പോഴൊന്ന്, അതേപോലെ മനുഷ്യനൊന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. അതുകൊണ്ട് ഈ സ്പിരിച്വൽ പാത്തിൽ സഞ്ചരിക്കുന്നവർ ഇതിൻ്റെ ആത്മാർത്ഥമായി നിങ്ങൾക്ക് സത്യത്തിൽ എത്തിച്ചേരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഓഷോനെ പഠിക്കുന്നതല്ല, നിങ്ങളത് ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഓഷോൻ്റെ മെഡിറ്റേഷനൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഔട്ട് സൈഡിൽ നിങ്ങളായ രീതിയിൽ സ്വതന്ത്രമായി പോയിക്കോളൂ. ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. കാരണം ധാരാളം പേർ പെട്ടിരിക്കുകയാണ്, ധാരാളം കാശ് ചെലവഴിച്ച്
തേർഡ് ഐ ഉണർത്തും, കുണ്ടലിനി ഉണർത്താം, ചക്ര ഉണർത്താം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അസ്വസ്ഥരായി എന്നെ വിളിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം. സ്വാമിജി, ഞാൻ പറയും, നിങ്ങൾ എന്നോട് ചോദിക്കും, നിങ്ങൾ ഇഷ്ടമാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഉണർന്നു കിട്ടിയാൽ നല്ലതല്ലേ. നമ്മളൊക്കെ എത്രയോ കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ എന്നിട്ടും ഉണരുന്നില്ല, ആസ്വദിക്കാൻ എത്രയോ കാലങ്ങളായി കൊച്ചു ഇതേ പക്ഷേ ഇത് സ്വാഭാവികമായിട്ട് എനിക്ക് പറയാനുള്ളത്, ദൈവീകമായി നിങ്ങളൊരു അഭ്യാസവും ചെയ്തിട്ടില്ലെങ്കിൽ സംഭവിക്കും. അപ്പം ഈ അവധൂതന്മാരൊക്കെ ഒരു പെട്ടെന്നുള്ള വെളിപാടാണ്, തിരിച്ചറിയൽ. അതിനിപ്പോൾ ഇതൊന്നും നിയമമൊന്നുമില്ല. പക്ഷേ പറഞ്ഞു നിങ്ങൾ വെറുതെ ഇരുന്നാൽ മതി. വെറുതെ സ്വസ്ഥമായി ശാന്തമായിരുന്നു നിങ്ങളെ ശ്വസനത്തെ ബുദ്ധൻ പറഞ്ഞ വിഭാസന, ശ്വാസോച്ഛ്വാസം നിരീക്ഷിക്കുക. പിന്നെ മറ്റുള്ള ആക്റ്റീവ് മെഡിറ്റേഷനൊക്കെ തെറാപ്പിയാണ്. കാരണം ഉള്ളിൽ മുഴുവനും ഗാർബേജും അസ്വസ്ഥതയും പകയും വെറുപ്പും വിദ്വേഷവും നിരാശയും ഒക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കുമ്പം പിന്നെ എവിടെയാണ് നമുക്ക് സ്വസ്ഥത ഉണ്ടാവുക? അപ്പോൾ അതിനൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് ഓഷോ ധാരാളം ടെക്നിക്സ്, സൈക്കോ തെറാപ്പിയാണ്. ഇത് ചെയ്യുന്നവർക്കറിയാം. ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ നാനാഭാഗത്തും ഓഷോ സന്യാസിമാരുണ്ട്, ഓഷോ മെഡിറ്റേഷൻ ശീലിക്കുന്നവരുണ്ട്. ഓഷോനെ ഫോളോ ചെയ്തിട്ട് പോകേണ്ട ആവശ്യമൊന്നും ഓഷോ പറഞ്ഞിട്ടുമില്ല. നമ്മൾ സ്വയം നമ്മളെ അറിയുന്നു. അതൊരു കരുത്താണ്, ഒരു സമൃദ്ധിയാണ്, സമ്പത്താണ്. കാരണം എന്ത് വിഷമമുണ്ടെങ്കിലും ഒരു മെഡിറ്റേഷൻ ചെയ്തിട്ട് വിശ്രമിച്ചാൽ മതി. ഞാൻ അങ്ങനെയാണ് എൻ്റെ ജീവിതം ഇത്രയും കാലം ഇങ്ങനെ കടന്നു പോകും. ധാരാളം പ്രശ്നം നിങ്ങളെപ്പോലെ എനിക്കും ഉണ്ടാവുമല്ലോ. മെഡിറ്റേഷൻ ചെയ്യാം. അപ്പോൾ ഈ മെഡിറ്റേഷനിലേക്ക് മാത്രമേ എനിക്ക് നിങ്ങളെ പ്രേരിപ്പിക്കാനും എൻ്റെ ഒരു താല്പര്യമാണ്. ഇപ്പം ഞാനും ബിസിനസ്സല്ല, ഈ ക്ലാസ്സിൽ സൂമിലൊക്കെ ക്ലാസ് നടത്തുന്നുണ്ട്. ഓഷോ മെഡിറ്റേഷൻ തന്നെയാണ്. പിന്നെ അതിൽ യോഗയുടെ ആവശ്യക്കാർക്ക് അത്യാവശ്യം യോഗ പറഞ്ഞു കൊടുക്കും. അത് അവർ തരുന്ന ഡൊണേഷൻസ്, സംഭാവന, അറിയാലോ, ദക്ഷിണ, അത് വാങ്ങിക്കാം. അതിനെവിടെയും വിലക്കുകളില്ല, ഇല്ലേ? അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇത്ര 1000 വെക്കണം അങ്ങനെയൊന്നും പറഞ്ഞാൽ ഒന്നും ചെയ്യാറില്ല. അങ്ങനെ ചെയ്യാനും പാടില്ല. അത് മഹാഗുരുവിൻ്റെ ഓഷോൻ്റെ ഒരു വലിയൊരു വാണിംഗ് ആണത്. കാരണം ഇത് ഏതൊരാൾക്കും അർഹതപ്പെട്ട് താല്പര്യമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതാണ് ഓഷോ സെയിൻറ്റിൻ്റെ ധർമ്മം. അതിപ്പോഴും ഞാനിപ്പോൾ തിരുവണ്ണാമലയിലാണ് ഉള്ളത്. അവിടെ ഇരുന്നുകൊണ്ട് സൂമിലും ക്ലാസ് എടുക്കുന്നുണ്ട്. അവിടെ എന്നെ അന്വേഷിച്ച് അല്ല ഇതിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഗൈഡ്, അവർക്ക് താമസിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തു കൊടുക്കാം. എല്ലാവർക്കും അറിയില്ലല്ലോ, പുതിയൊരാൾ വരുമ്പോൾ അങ്ങനെ ഒരു ചെറിയ എളിയ ശ്രമം, ഒരു ചെറിയൊരു സേവനം എന്ന് പറഞ്ഞുകൂടെ അതിന്. നമ്മൾ ജീവിച്ചിരിക്കുന്നു, അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ, ആർക്കെങ്കിലും ഒരു നന്മ. അപ്പോൾ നമ്മളെ സന്തോഷത്തിന് വേണ്ടിയാണ്. നമുക്കങ്ങനെ നന്മ ചെയ്യുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. ഒരാളോട് എന്തെങ്കിലും ഒരു നന്മ ചെയ്തെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടാകും, എനിക്കൊരു സന്തോഷം. വൈറ്റമിൻ അറിയാലോ, ഹോർമോൺസ്, ഹാപ്പിനെസ് ഹോർമോൺ പ്രൊഡ്യൂസ് ആവും. ഡോപ്പമിനും സെറാട്ടോണും ഓക്സിറ്റോക്സിനും ഒക്കെ മരുന്ന് കഴിക്കുന്നതിന് പകരം ഈ സർവീസ് നമ്മൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കും, കാരുണ്യത്തോടു കൂടി. അതൊരു ഈഗോ ചെയ്യുമ്പം അറിയാലോ, അത് തിരിച്ചടിക്കും. മറ്റുള്ളവരെ കാണിക്കാനോ, ഇത് പറയാൻ തന്നെ പാടില്ല, പക്ഷേ ഇവിടെ ഒരു അവസരം വന്നാൽ പറയാതിരിക്കാനും പാടില്ല. അതുകൊണ്ട് ഇതാണ് എനിക്ക് പറയാനുള്ള ഓഷോനെ കുറിച്ചിട്ട്. നിങ്ങളൊക്കെ വായിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. അങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ ആനന്ദിക്കണം. ഈ ജീവിതത്തിൻ്റെ, ഈ മനുഷ്യജന്മത്തിൻ്റെ സാഫല്യം, പൂർണ്ണത മുഴുവനും എൻജോയ് ചെയ്തുകൊണ്ട് ഈ തീരത്ത് നിന്ന് ടാറ്റ പറഞ്ഞുകൊണ്ട് പോകാനുള്ള തൻ്റെ ഇടം, ആർജവും നിങ്ങൾക്ക് ഉണ്ടാവണം. അതുണ്ടാവട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം. അത്രയും. അതാണ് ശരിക്കും ഓഷോയെ പോലുള്ള മഹാഗുരുക്കന്മാര് ആ. ശരിക്കും അവരെ ആരാധിക്കാനോ അനുകരിക്കാനോ അല്ല പറയുന്നത്. അവരെ പോലെ തന്നെ അവരെ ഫോളോ ചെയ്യുന്നവരെയും ആ ഗുരു തുല്യരാക്കി ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഔദൂജി തന്നെ, ഔദൂജി ഒരു ഓഷോ സന്യാസിയാണ്. ബോധി അപരു എന്നാണ് അദ്ദേഹത്തിന്റെ പേരും. ആ ഓഷോ ദീക്ഷ ആ ഒരു അതിൽ പോയപ്പോ കിട്ടിയത്. അദ്ദേഹവും അതിന് അവധൂതനാണെങ്കിലും അതും അക്സെപ്റ്റ് ചെയ്യാണ്. അപ്പൊ എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് തരുന്ന പ്രാക്ടീസസും ആക്റ്റീവ് പാസീവ് എന്ന് പറഞ്ഞ മെഡിറ്റേഷൻ ടെക്നിക്സിലൂടെ തന്നെയാണ് നമ്മൾ മീറ്റിംഗ് മെഡിറ്റേഷൻ സെന്ററിലും നമ്മളെയും കൊണ്ടുപോകുന്നത്. അപ്പൊ നമുക്കത് കൂടുതൽ അങ്ങേ പരിചയപ്പെട്ട് സംസാരിക്കുമ്പോൾ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്താണ് അങ്ങയുടെ ആ ഒരു ജീവിതത്തിന്റെ കാഴ്ചപ്പാട് എന്നുള്ളത്. തീർച്ചയായും അതൊരു സന്തോഷം തന്നെയാണ്. അപ്പം ആദിശങ്കരാചാര്യർ പോലും പറഞ്ഞത് സ്വസ്വരൂപാനു അനുസന്ധാനം ഭക്തിരീത്യഭിധീയത. സ്വന്തം സ്വരൂപത്തെ, ആത്മസ്വരൂപത്തെ ഭക്തിയോടുകൂടി നമ്മൾ നോക്കിക്കാണുക. പ്രണയം എന്ന് പറയുന്നത് അതിനപ്പുറമാണ്, ഭക്തിക്കും അപ്പുറമാണ് പ്രണയം. പ്രണയത്തിൽ നമ്മൾ ഇല്ലാതാവും. ഞാനെന്ന വ്യക്തിബോധം പോലും സാഗരമായി മാറുകയാണ്. നമ്മൾ ഈ നദികളൊക്കെ ഒഴുകി ഒഴുകി സാഗരത്തിലെത്തുമ്പോൾ പിന്നെ സാഗരത്തിന് അവിടെ ഒന്നുമില്ലല്ലോ. ഞാൻ ഇവിടുന്ന് വന്ന നദിയാണ്, ഞാൻ മറ്റേ ഗംഗാ നദിയാണ്, അല്ല ഞാൻ മറ്റേ യമുനയാണ്. സാഗരത്തിൽ വന്നാൽ പിന്നെ എല്ലാം സാഗരമായി മാറും. ഇതാണ് പ്രണയം. പ്രണയാഗ്നിയിൽ നമ്മൾ ഇല്ലാതാവും, ഹോമിക്കപ്പെടും. ധ്യാനത്തിൻ്റെ പരമകാഷ്ഠ തന്നെയാണ്. സമാധിയും വരാം. നിങ്ങൾ പ്രണയിച്ചതല്ലേ? ത്യാഗരാജസ്വാമികൾ സംഗീതത്തെ പ്രണയിച്ചു, അതിലൂടെ പാടിപ്പാടി അദ്ദേഹം സമാധിയായി. എല്ലാവരും, സംഗീതജ്ഞന്മാർക്ക് സാധ്യതയുണ്ട്, കലാകാരന്മാർക്ക് സാധ്യതയുണ്ട്,
പ്രണയിക്കുന്നവർക്ക് സാധ്യതയുണ്ട്, അമ്മമാർക്ക് എല്ലാവർക്കും സാധ്യത. നമ്മൾ സ്നേഹത്തോടു കൂടി എന്ത് ചെയ്യുന്നു, പ്രണയഭാവത്തിൽ ഒരാൾക്ക് നമ്മളിപ്പം ഭഗവാനെ പ്രണയിക്കുമ്പോൾ നമ്മൾ ഇഷ്ടം ഏറ്റവും പ്രിയപ്പെട്ട കാര്യമല്ലേ നമ്മൾ പങ്കുവയ്ക്കുന്നത്, നമ്മളെ ഹൃദയം തന്നെ, നമ്മളെ തന്നെയാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഇതാണ് പ്രണയം. ഇപ്പം കുചേലൻ കൃഷ്ണൻ, കുചേല വൃത്തത്തിലെ കുചേലൻ ദരിദ്രനായിരുന്നു. പക്ഷെ അദ്ദേഹം പോലും അവിടെ തൻ്റെ ഭഗവാനെ കാണാൻ പോകുമ്പോഴേ ഇല്ലേ ഭിക്ഷയാച്ചി കിട്ടിയ അവലും കൊണ്ട് പങ്കുവയ്ക്കുകയാണ്. അതൊരു പ്രണയഭാചനത്തിന് വേണ്ടി, പ്രണയഭാചനം എന്ന് പറയുന്നത് പ്രണയഭാചനത്തിന് പങ്ക് തനിക്ക് അതേ നൽകുവാനുള്ള ത്വരയുണ്ടാവുന്നുണ്ട്. ഇതാണ് പ്രണയത്തെ എനിക്ക് പറയാനുള്ള ഇതെൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടാണ്. ഇതിനെ വിശദീകരിക്കാനുള്ള കഴിവെനിക്കില്ല. സയൻറ്റിഫിക്കായിട്ടൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്, മഹാന്മാരുണ്ട് എത്രയോ. പക്ഷേ ഇതൊന്നും പറയാൻ പറ്റില്ല. ഏത് സമയത്താണ് പ്രണയം ഉണ്ടാവുക, ഏത് സമയത്താണ് ഭക്തി ഉണ്ടാവുക. ഇതെങ്ങനെ നമ്മൾ ഉള്ളിൽ തന്നെ വികാരങ്ങളുടെ വേലിയേറ്റങ്ങൾ, നമുക്കൊരാളോട് റെസ്പെക്റ്റ് തോന്നുന്ന സമയം ഉണ്ടാവും, ബഹുമാനം, നമ്മളപ്പോൾ പാദം നമസ്കരിച്ചു പോകും. സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീണു നമിക്കണം. അത് സംഭവിച്ചു പോകുന്നത് ആരും പറയണ്ട, മോനെ കാല് പിടിക്കുന്നൊന്നും. നമ്മളെ ഈ ഉള്ളിൽ തന്നെ ആ സംഭവം നടക്കും. ഇപ്പം ഞാനൊക്കെ എത്രയോ വഴിയിലൂടെ പോകുമ്പോഴൊക്കെ ഞാൻ കാല് പിടിക്കാൻ വെച്ചാൽ എൻ്റെ ഉള്ളിൽ നിന്ന് തോന്നി ഇത് മഹാത്മാവാണ്. എഴുതി ഒട്ടിച്ചിട്ടുണ്ടാവില്ല ഇത് ഞാൻ മഹാത്മാവാണ്. ഞാൻ അവരുടെ ഉള്ളിലുള്ള ആ സ്നേഹത്തിൻ്റെ വൈബ്രേഷൻ പാദം നമസ്കരിക്കും. അപ്പോൾ അവരുടെ ബ്ലെസ്സിങ് ഇതെപ്പോഴും എന്നും ചെയ്യാറുണ്ട്. ഞാൻ തിരുവണ്ണാമലയിലായതുകൊണ്ട് അവിടെ ഇങ്ങനെയുള്ള പല അവധൂതന്മാരും മഹാത്മാക്കളൊക്കെ നിങ്ങൾ സാധാരണ വേഷത്തിലായിരിക്കില്ല, വൃത്തികെട്ട വേഷത്തിലായിരിക്കും. തൊപ്പിയമ്മ പോലെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ, ആരും അടുപ്പിക്കില്ല. അപ്പോൾ നമുക്ക് തോന്നി ഇതൊക്കെ നമുക്ക് അതീതമാണ്, നമുക്ക് വ്യാഖ്യാനിക്കാനോ നമ്മളെ ശാസ്ത്രത്തിനൊന്നും പിടികിട്ടാത്ത ധാരാളം ചോദ്യങ്ങൾ ഇന്നും കിടക്കുകയാണ്, ഉത്തരവില്ലാത്ത കുറേ ചോദ്യങ്ങൾ നമുക്കെല്ലാം ഉണ്ടാവും. പക്ഷേ എല്ലാത്തിനൊന്നും ഉത്തരം എൻ്റെ കയ്യിലില്ല, നമ്മൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കാം. അപ്പോൾ ഇതാണ് പ്രണയം. ആ ഒരു വികാരം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതം ആനന്ദകരമാണ്. അതൊരു ഹർഷോന്മാദത്തിൻ്റെ കലയാണ് ധ്യാനവും പ്രണയവും. നമുക്കതില്ലെങ്കിലാണ് നമ്മൾ വറ്റി വരണ്ടു പോകുന്നത്. നമുക്ക് ആരോടും സ്നേഹവുമില്ല, ഉത്തരവാദിത്വമില്ല, നമ്മൾ ഒറ്റയ്ക്കിങ്ങനെ. അപ്പോൾ അവിടെ ഒരു അസ്വസ്ഥതയുണ്ടാവും. അപ്പോൾ ഈ ഒരു സാഗരത്തെ വിശാലമായ ഒരു ബോധത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ലോകം മുഴുവൻ സ്നേഹിക്കാനും, നമുക്കൊരു മരം മതി സ്നേഹിക്കാൻ, കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് കുശലം പറയാം. ഒരു പൂച്ചെടി മതി, അല്ലെങ്കിൽ ഒരു പട്ടിക്കുട്ടി മതി, പട്ടി മതി, പൂച്ചക്കുട്ടി, ഇതൊക്കെ ജീവനല്ലേ. ഇങ്ങനെയൊക്കെ നമുക്ക് പ്രണയിക്കാം. അല്ലാണ്ട് ആ മനുഷ്യനെ മാത്രം പ്രണയിക്കാനല്ല ഇവിടെ പറയുന്നത്. സർവ്വചരാചരങ്ങളെയും ഈശ്വരതുല്യം നമ്മൾ കാണുമ്പോൾ നമ്മളാണ് വളരുന്നത്. ഈ അനുഭവം നമുക്ക് ഉണ്ടാവും. ക്രമേണ നമ്മൾ ആദ്യം ഈ ഈഗോ ഒക്കെ തുളുമ്പും ഇല്ലേ. ഇവിടെ എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാനുണ്ട്, ടാർഗറ്റ് പ്രോഗ്രാം, 1 കോടിയായി, 10, 100 കോടി അടുത്ത കൊല്ലത്തേക്ക് പ്ലാൻ ചെയ്യണം. ഇതൊക്കെ ഓക്കെ, അതിനിടയിൽ ജീവിതമാണ് നഷ്ടപ്പെടും. അതുകൊണ്ട് അതും നേടിക്കോളൂ. എന്നോട് ചോദിക്കാറുണ്ട്, സ്വാമിജി എന്താ ഫൈനാൻഷ്യൽ? ഞാൻ ഫൈനാൻഷ്യനെതിരല്ല, മോർ മണി മോർ ഓപ്ഷൻ. പക്ഷേ നിങ്ങൾ ജീവിച്ചുകൊണ്ട് സമ്പത്ത് ക്രിയേറ്റ് ചെയ്യണം, കലാപരമായി, ധാർമ്മികമായി. എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയാൽ അത് അതുപോലെ തന്നെ അറിയാമല്ലോ. ഇപ്പം മണിയാണല്ലോ ഇന്നത്തെ വിഷയം, എല്ലാവരും മണി ഫോക്കസാണ്. പക്ഷെ ഇവിടെ മൂല്യമാണ് പ്രധാനം. മൂല്യത്തിന് നമ്മൾ വാല്യൂ കൽപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ പ്രപഞ്ചം, ഒരു ഇറുമ്പ് പോലും പട്ടിണി കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരു ഇറുമ്പിൻ ഭക്ഷണം ഇവിടെ ഒരുക്കിയിട്ട് അതിനെ സൃഷ്ടിച്ച നമുക്കറിയില്ല, നമ്മൾ കാണില്ല എൽസിന്. ഇതാണ് സർവൈവൽ, യൂണിവേഴ്സ്, ദൈവീകത. അതുകൊണ്ട് മൂല്യമാണ് പ്രധാനം. പണം വന്നു ചേരും. നിങ്ങൾ വെറുതെ ഇരുന്നാലും പണം. ഇപ്പം അവിടെ തന്നെ തിരുവണ്ണാമലയിൽ കുറേ ഭിക്ഷക്കാരുണ്ട്, 10,000-3000 സന്യാസം. അവർ മുമ്പിലാണ് പണം ഇട്ട് കൊടുക്കുന്നത്. അവരൊരു പണിയെടുക്കുന്നില്ല. പുതപ്പ്, ഒരു ഡ്രസ്സ്, ഭക്ഷണമൊക്കെ ഒന്നും ചെയ്യുന്നില്ല. അവരവിടെ ഇരുന്ന് അവർ ധ്യാനം ചെയ്യുന്നു. ചില കൂട്ട് വീട് വലിക്കുന്നുണ്ടാവും, ചില കൂട്ട് കിടന്നുറങ്ങുന്നുണ്ടാവും. പക്ഷേ അവരാരും ശല്യപ്പെടുത്താൻ പോകുന്നില്ല. ആ മലയെ അവർക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. അവർ പറയാം, അത്ഭുതമല്ലേ സ്വാമി, ഇവിടെ 14 വർഷമായി ഞാൻ. ഒരു സ്വാമി പറഞ്ഞതാണ്, എല്ലാം ഇവിടെ ഇരുന്നിടക്കെ തരുന്ന അരുണാചലേശ്വരൻ മഹാ അത്ഭുതമല്ലേ. നമുക്ക് കിട്ടും അങ്ങനെ ഇല്ല. അത് അവിടുത്തെ വൈബ്രേഷനാണ്. അങ്ങനെ ആവാനല്ല ഞാൻ പറയും. നമുക്ക് ഇതൊക്കെ സംഭവിക്കും. വെറുതെ നമ്മൾ ഒന്നും വേണ്ടാന്ന് വിചാരിക്കുമ്പോൾ ഇതിലൊക്കെ വന്നു ചേരും. നിങ്ങൾ എന്തെന്ന് ഉപേക്ഷിക്കുന്നോ അതൊക്കെ നമ്മളിലേക്ക് വരും. ഇപ്പോൾ പണം ചൂടുമ്പോൾ പണം പറന്നു പോകും. അത് ബട്ടർഫ്ലൈ പോലെയാണ്. ഈ പൂമ്പാറ്റയെ പിടിക്കാൻ പോകുമ്പോൾ അത് പറന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ശാന്തമായി കണ്ണടച്ചിരുന്ന് നോക്ക്, നിങ്ങളുടെ മടിയിൽ വന്നിരിക്കും. ഇങ്ങനൊരു തിയറി ഉണ്ട്. പക്ഷേ ഇതെല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അതിന് കുറച്ച് ആഴത്തിലുള്ള അവബോധം വേണം. ചില സമയം ചില അസ്വാസ്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ഒരു വഴി അവിടെ എവിടെയല്ലോ തുറക്കപ്പെടും, ആർക്കെല്ലോ തോന്നും. എനിക്കൊക്കെ അങ്ങനെയാണ് സംഭവിക്കാറ്. ഞാൻ ചില സമയം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ വെറുതെ അപ്പോൾ ആരെങ്കിലും ഉണ്ടാവും, സ്വാമി ഒരു ചെറിയ ഡൊണേഷൻ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സന്തോഷം. അപ്പോൾ ഞാൻ ഭയങ്കരമായി ഹാപ്പിയായി നൃത്തം ചെയ്യും. കാരണം പറയാതെ എങ്ങനെ ഇൻഡ്യൂഷൻ, ഇതാണ് നമുക്കറിയാതെ അജ്ഞാതമായ പല കഴിവ് ഇവിടെ പ്രവർത്തിക്കുന്നത് സൂക്ഷ്മ രൂപത്തിൽ. ഭാര്യയ്ക്കും അത്ഭുതമാണ്. ഇപ്പം എൻ്റെ കൂടെ ഭാര്യ ഉണ്ടല്ലോ, അത്ഭുതപ്പെടും. ഞാൻ പറഞ്ഞു അത് മഹാ അത്ഭുതം, ഇങ്ങനെ കണ്ണുനീര് വരും. ഇതാണ് ഈ യൂണിവേഴ്സിൻ്റെ വലിയൊരു മഹത്വം. ഇത് ഞാൻ ആസ്വദിക്കാറുണ്ട്. അത്ഭുതം, മിറാക്കിൾ, മിസ്റ്ററി എന്ന് പറഞ്ഞ പോലെ ദുരൂഹത നിറഞ്ഞത്. അതുകൊണ്ട് കൂടുതൽ പേടിച്ച്
പണം 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 എന്ന് പറഞ്ഞിട്ട് പോയാൽ പണം ഉണ്ടാവില്ല, ജീവിതം ഉണ്ടാവില്ല. അവസാനം എങ്ങനെയുള്ള പണം ഉണ്ടാവും, പക്ഷെ അപ്പോഴേക്ക് ജീവിതം കൊള്ളാപ്സ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, പണം ക്രിയേറ്റ് ചെയ്തോളൂ ധാർമ്മികമായ രീതിയിൽ. അത് നിങ്ങൾക്ക് മാത്രമുള്ളതല്ല, നിങ്ങളുടെ ചുറ്റുപാടുള്ളവർക്ക് കൂടിയാണ് നിങ്ങളുടെ പണം എന്നുള്ളൊരു ബോധ്യം ഉണ്ടാവണം. അതല്ലേ ഒരു മഹാൻ പറഞ്ഞു, തന്നാൽ കരയേറേണ്ടുന്നവർ എത്രയോ പേരങ്ങ് പാഴ്ചയേറ്റിൽ അമർന്നിരിക്കേ. ഇല്ലേ, നമ്മൾ മാത്രം 5 സ്റ്റാർ ഹോട്ടലിൽ സുഖലോപരായി ജീവിക്കുന്നതിൽ അർത്ഥമുണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മളെ കൂടെയുള്ളവർക്കും കൂടി എന്തെങ്കിലും കഴിയുന്ന സഹായം ചെയ്ത് നമ്മളും വളരും. അവിടെ ഒരു സന്തോഷം ഉണ്ടാവും, സംതൃപ്തി ഉണ്ടാവും. അവിടെയാണ് ദൈവാനുഗ്രഹമൊക്കെ വരുന്നത്. അങ്ങനെ ഒരു ഒരു ആരാധനയാണ് ഞാനൊക്കെ ഇഷ്ടപ്പെടുന്നത്, മാനവസേവ, മാധവസേവ. ഇടയ്ക്ക് മിസ്റ്റിസിസം എന്ന് പറഞ്ഞത് എന്താണ്? മിസ്റ്റിസിസം മിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജഡ്ജ്മെൻറ്റിനും കാഴ്ചപ്പാടുകൾക്ക് അതീതമാണത്. നമ്മുടെ ഉള്ളിൽ അനുഭവിക്കേണ്ട ഒരു അനുഭവ തലമാണ് മിസ്റ്ററി, മിറാക്കിൾ. ഇതൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല, പഠിപ്പിക്കാനോ തെളിയിക്കാനോ. പക്ഷെ ഇതൊക്കെ ജീവിതത്തിൽ, എല്ലാവരുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്, സംഭവിക്കുന്നുണ്ട്. ഓർക്കാപ്പുറത്ത് ഇല്ലേ ഒരു നന്മകൾ വരുന്നു, അതുപോലെ തന്നെ ഓർക്കാപ്പുറത്ത് നമ്മൾ യാതൊരു പ്രതീക്ഷയില്ലാതെ ദുരന്തവും വന്നു ചേരുന്നു. അപകടങ്ങളും അനുഗ്രഹങ്ങളും ഓർക്കാപ്പുറത്ത് ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. ചോദ്യങ്ങളില്ല. നമ്മൾ വലിയ കാൽക്കുലേഷൻ ഒക്കെ ചെയ്യും, വഴിയിലപ്പണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് നമ്മൾ ബ്ലോക്ക് ചെയ്യപ്പെട്ടു. ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിനിടെ ഞാനൊരു സ്റ്റോറി കേട്ടു. കാരണം ഒരു പരുന്ത് ഒരു പാമ്പിനെ തട്ടിയെടുത്ത് ഇങ്ങനെ ആകാശത്തൂടെ പറന്നു പോവാണ്. അപ്പോൾ ആ വഴി ഒരു കാളവണ്ടിയിൽ കുറച്ച് ഗ്രാമീണർ ഇങ്ങനെ കടന്നു പോവാണ് ജോലിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ പക്ഷിയുടെ കാലിൽ നിന്ന് ഈ പാമ്പ് ഈ കാളവണ്ടിയിലേക്ക് വീഴുന്നു. അവിടെയുള്ള ഒരു സ്ത്രീനെ മാത്രം കടിക്കുന്നു, ആ സ്ത്രീ മരിച്ചു പോകുന്നു. അതായത് വണ്ടി ഇങ്ങനെ വരുന്നു, പരുന്ത് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന ഒരു നിമിഷം എന്ന് പറയാൻ പറ്റില്ല. ഇത് സംഭവിക്കാം, കാൽക്കുലേഷൻ. ഇതെന്തെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും ആർക്കെങ്കിലും? എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ആ സ്ത്രീ അവിടെ മരിക്കുക, മരണം അവിടെ നിശ്ചയിക്കപ്പെട്ടു. ഇതൊക്കെയാണ് നമുക്ക് അത്ഭുതം തോന്നും. ഇതൊക്കെ ആര് പറഞ്ഞിട്ട്? അവർക്ക് പോലും പ്രതീക്ഷിക്കുന്നില്ല അടുത്ത സെക്കൻഡ് മരിക്കാൻ പോവാണെന്നും. അങ്ങനെയല്ല, നമ്മുടെ മുന്നിൽ ധാരാളം ഓരോ ദിവസവും പത്രങ്ങളോ എടുത്താൽ മനസ്സിലാവുന്നില്ലേ? ആരെങ്കിലും ആഗ്രഹിച്ചിട്ടാണോ? നമുക്കറിയില്ല നമ്മുടെ ജീവിതം എവിടെ വെച്ച് ക്ലോസ് ചെയ്യപ്പെടും, എവിടെ വെച്ച് പിടിക്കപ്പെടും. ഒരു ധാരണയിൽ നമ്മൾ പോകുന്നു. ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന ഇത് പറയുമ്പോൾ നമ്മുടെ വൈഫിനൊക്കെ വിഷമം വരും, നിങ്ങളിത് പറയല്ല. ജീവിതം അത്രയും ആകസ്മികവും ദുരൂഹതയും നിറഞ്ഞതാണ് എൻ്റെ ജീവിതം. അതല്ല എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും. അടുത്ത നിമിഷം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഈ നിമിഷം വരെ ശാസ്ത്രം പറഞ്ഞൊക്കെ ശരിയാണ്, പക്ഷെ നെക്സ്റ്റ് അങ്ങോട്ട് പോവല്ലേ, പലതിനും മാറ്റം വരാം. ജീവിതം എവിടെ വെച്ച് നമ്മൾ പിടിക്കപ്പെടുന്നോ, എവിടെ വെച്ച് അത് അവസാനിക്കുന്നൊന്നും വ്യക്തമായി തീരുമാനിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ചില മഹാന്മാരും ഋഷികളും ഇപ്പം ജ്യോതിഷമൊക്കെ അങ്ങനെയുള്ളത്. പക്ഷേ സാധാരണ നമ്മളെ മനുഷ്യരെ പോലെ ആൾക്കൊന്നും പറയാൻ പറ്റില്ല എവിടെ വെച്ചാണ് ഞാൻ പിടിക്കപ്പെടുക, എൻ്റെ അന്ത്യദിനം. എനിക്കറിയില്ല വാസ്തവത്തിൽ എപ്പോഴാണോ ഇതിങ്ങനെ. അപ്പോൾ നമ്മൾ ജീവിതം എന്നേക്കുമായി ക്ലോസ് ചെയ്യപ്പെടുകയാണ്. എന്നേക്കുമായിട്ട് പിന്നെ നമ്മൾക്ക് ഈ വേഷത്തിൽ വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, കണ്ണു തുറന്ന് ബോധത്തോടുകൂടി ഈ ഭൂമിയെ സ്നേഹിക്കുക, ഇവിടെയുള്ള മനുഷ്യ ജീവജാലങ്ങളെ ആത്മാർത്ഥമായി പ്രണയിച്ചുകൊണ്ട് അവർക്ക് വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ പരമാവധി ശല്യപ്പെടുത്താതിരിക്കുക. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് മിസ്റ്റിസം അതൊന്നും എനിക്ക് വാക്കുകൊണ്ട് പറഞ്ഞ് ഫലിപ്പിക്കാനോ, അത് നമുക്ക് ഓരോക്കെ അനുഭവപ്പെടും. നിങ്ങൾ വിശന്നിരിക്കുമ്പോഴേ ആരോ നിങ്ങൾക്ക് ഭക്ഷണമായിട്ട് വരുന്നു, അതൊരു അത്ഭുതമല്ലേ? നിങ്ങൾ ആരും പറയുന്നില്ല, അവർക്ക് തോന്നുന്നു എന്തോ വിശപ്പ് എന്തോ. ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഒരു വസ്ത്രം വരുന്നു, അറിയാത്ത ഒരാൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യുന്നു, ആരും പറയുന്നില്ല. ഇതൊക്കെയാണ് അത്ഭുതമല്ലേ? അദ്ദേഹത്തിന് തോന്നിക്കുകയാണ്. അപ്പോൾ ഇത് എന്നും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഡോക്ടർക്ക് പോയാൽ പോലും നടക്കുന്നത് അത്ഭുതമാണ്. അദ്ദേഹത്തിന് ആ നിമിഷം തോന്നുന്നതേ എഴുതാൻ പറ്റും. മിസ്റ്ററി അവിടെയുണ്ട്. അദ്ദേഹം അവിടെ പഠിച്ച കാര്യമൊന്നുമല്ല, ആ സമയത്ത് തോന്നും, വെളിപാട് പോലെ. തേർഡ് ഐ ഉണർന്ന ഡോക്ടർമാരെ കാണിക്കാനും പാടുള്ളൂ. അവർക്ക് മാത്രമേ ആ ഒരു ദൈവികമായ ഇൻഫർമേഷൻ കിട്ടുള്ളൂ. അല്ലേ തെറ്റിപ്പോവും. അതല്ലേ പാഴമ്പര്യം. ആത്മാർത്ഥമുള്ള കാരുണ്യമുള്ള വിശകരന്മാരുണ്ട് ലോകത്തിൽ. അവരെ കണ്ടെത്തണം നമ്മൾ. അതൊരു ഈശ്വരാനുഗ്രഹമാണ്. എല്ലാവരെയും നമുക്ക് സംശയിക്കാൻ പറ്റും. അവർക്ക് തോന്നിക്കും നിങ്ങളുടെ രോഗം ഇന്നേതാണ്, അത് ഇന്നേ മരുന്ന്, അത് ഓക്കെ ആയിരിക്കും. അത് കുറച്ച് 2-3 ദിവസം അവർ പറയുന്ന കോഴ്സ് കഴിയുമ്പോഴേക്ക് അല്ലെങ്കിൽ പിട്ടായിരുന്നു. അതുകൊണ്ട് എല്ലാം ഒരു അത്ഭുതകരമായിട്ടാണ് ഞാൻ കാണുന്നത്. ദുരൂഹത നിറഞ്ഞ, അത്ഭുതം നിറഞ്ഞ ഓരോ നിമിഷത്തെ ജീവിതം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. സ്വാമിജി, അങ്ങ് തിരുവണ്ണാമലയിലാണല്ലോ ഇപ്പോൾ. അതെ അതെ. എന്താണ് തിരുവണ്ണാമല? ഭഗവാൻ, തിരുവണ്ണാമലയെക്കുറിച്ച് ഒരു മഹാ അത്ഭുതം എന്ന് വെച്ചാൽ, ഞാൻ അവിടെ എങ്ങനെ എത്തിപ്പെട്ടു എന്ന് പോലും എനിക്കറിയില്ല. ഏതോ കാരണത്തിൽ ഞാനും വൈഫും, എൻ്റെ കൂടെ ഇപ്പോൾ വൈഫും ഉണ്ട്.
അപ്പം അവിടെ ഒരു സ്വാതന്ത്ര്യം, കാരണം ധാരാളം പേരവിടെ ഇങ്ങനെ ജീവിച്ചു പോവാണ് ഈശ്വര ആരാധനയും കൊണ്ട്. പിന്നെ ആ ഗിരിവലം 14 കിലോമീറ്റർ നടന്നു പോകുമ്പോൾ തന്നെ നിങ്ങളുടെ കുറേ ഈഗോവും പ്രാപഭാരവും ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള എല്ലാ പാവവും അതിൽ കഴുകിപ്പോകുന്ന രമണ മഹർഷി പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ധാരാളം ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നും ഈ സദാസമയവും. നിങ്ങളിപ്പോൾ തിരുവണ്ണാമലയുടെ ആ 14 കിലോമീറ്റർ എവിടെ വന്ന് കിടന്നുറങ്ങിയാൽ ആരും നിങ്ങളെ ചോദ്യം ചെയ്യില്ല. നീ എവിടെ നിന്നാണ് വന്നത്, നീ ആരാണ്, നീ ഇങ്ങനെ നിങ്ങളുടെ ജാതി ഏത് ജാതിയാണ്, ഏത് മതമാണ്, ഏത് രാജ്യക്കാരനും ഒന്നും. അവിടെ ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ആൾക്കാരുണ്ട്. ആരും നിങ്ങൾ ശല്യപ്പെടുത്തില്ല. എല്ലാവർക്കും ധ്യാനിക്കാതിരിക്കാം, സ്വാതന്ത്ര്യം. പിന്നെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഒരു ഹാപ്പിനെസ്, സന്തോഷം, ഒരു നിർവൃതി. അല്ലാണ്ട് ജീവിതത്തിൻ്റെ വലിയ ഹൈടെക് ജീവിതമൊന്നുമല്ല, സാധാരണ ജീവിതമാണ് സാധാരണ. പക്ഷെ അവിടെ ഒരു ആനന്ദം, വൈബ്രേഷൻ. അതിൻ്റെ ചുറ്റുപാടും ആ രമണാശ്രമവും അതുപോലെ തന്നെ യോഗി രാം സൂരജ്ജിയുടെ ആശ്രമമുണ്ട്. അങ്ങനെ കുറേ സമാധികളുണ്ട് അവിടെ. കാരണം നിത്യസത്യത്തിന് വേണ്ടി ആത്മഹൂതി ചെയ്ത ധാരാളം മഹാന്മാർ അവരുടെ പാതി വഴിയിൽ പോയവരുണ്ടാവാം, അത് അന്വേഷിച്ച് അങ്ങനെ പൂർത്തീകരിച്ചവരുണ്ടാവാം. ധാരാളം സമാധികൾ അവിടെ അതിൻ്റെ ചുറ്റുപാടുണ്ട്. ശ്മശാനമുണ്ട്. നിങ്ങൾ പോകുന്ന വഴിക്ക് അവിടെ യമലിംഗമുണ്ട്. യമനുള്ളൊരു ലിംഗമുണ്ട്, യമലിംഗം. അതിൻ്റെ അടുത്ത് മുഴുവൻ ശ്മശാനമാണ്. ദിവസം ബോഡി ഇങ്ങനെ കൊണ്ടുപോയി അവിടെ കത്തിക്കും. അതൊരു ആർഭാടമാണ്. നമ്മൾ ഇവിടുത്തെ പോലെയല്ല ബാൻഡ് മേളങ്ങളായിട്ട് ഇങ്ങനെ തുള്ളലും പാടലിലാക്കിയിട്ട് ആഘോഷമാണ്. പൂമാലയൊക്കെ ഇട്ടുകൊണ്ട് ആ മഹാത്മാവിനെ ചിതയിലേക്ക് അവിടെ ചിലവോട്ട് കത്തിക്കും, ചിലവോട്ട് അവിടെ മണ്ണിലേക്ക്. അതെന്നും കാണാം അവിടെ. അതിൻ്റെ ചുറ്റുപാടും കുറേ ഭാഗങ്ങൾ ശ്മശാനമാണ്. പിന്നെ ഒരു ഭാഗം പോകുമ്പോൾ പട്ടണമാണ്, ടൗണാണ്. പട്ടണം വെച്ചാൽ വലിയ പട്ടണമല്ല, ബസ് സ്റ്റാൻഡും തിരക്കും. അപ്പോൾ ജീവിതത്തിൻ്റെ 2 ഭാഗവും നമുക്ക് അനുഭവിക്കാം. ഒന്ന് ഫോറസ്റ്റിൻ്റെ വഴി, അവിടെ സൈലൻസാണ്, നല്ല കാറ്റ്, പ്രകൃതിയുടെ നല്ലൊരു അനുഭൂതിയാണ്. അത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ പിന്നെ മനുഷ്യർ, ഗ്രാമം, അത് ആസ്വദിക്കാം. പിന്നെ ടൗണ്, മനുഷ്യനുണ്ടാക്കിയ ബഹളവും അവിടുത്തെ ഈ ഡ്രൈവിങ്ങിനൊന്നും നിയമവും ഒന്നുമില്ല. തോന്നിയ പോലെയൊക്കെ ആരും ഒന്നും ചോദ്യം ചെയ്യില്ല. പോലീസുകാരൊക്കെ പാവങ്ങൾ ഇങ്ങനെ നോക്കി, നിങ്ങൾ എങ്ങനെ പോയാലും അവർക്ക് പ്രശ്നമില്ല. അതാണ് അവിടുത്തെ ഒരു സുഖം. അപ്പോൾ ഈ സ്വാതന്ത്ര്യം അവിടെ ഞാൻ ആസ്വദിക്കുന്നുണ്ട്. എന്നിട്ട് തോന്നിയവാസം ചെയ്യലല്ല, എന്തോ ഒരു സുഖം. ഒരു നിമിഷങ്ങൾ സമയം പോകുന്ന അറിയുന്നേ ഇല്ല. രാവിലെ വരുന്ന വൈകുന്നേരം ആകുമ്പോഴേക്കും എത്ര പെട്ടെന്നാണ് പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അത്ര ഒരു വൈബാണ്. പിന്നെ ആ മലയുടെ ചുറ്റുപാട് ഒരു പ്രത്യേകം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വൈബ്രേഷൻ ഉണ്ട്. ഇതിപ്പോൾ എനിക്ക് അനുഭവപ്പെട്ട പോലെ നിങ്ങൾക്ക് അറിയില്ല. ഒന്നിക്ക് എൻ്റെ മാനസിക അസ്വാസ്ഥ്യമായിരിക്കാം, അല്ലെ രോഗമായിരിക്കാം. പക്ഷേ എനിക്കത് ആനന്ദകരമായി അനുഭവപ്പെടുന്നു. നിങ്ങൾക്കതുപോലെ ആവണമെന്നില്ല. ഇതുകൊണ്ട് എൻ്റെ അനുഭവം നിങ്ങൾക്ക് വരണമെന്നില്ല. ഞാൻ അവിടെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്, ആനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടെ കൊച്ചു കൊച്ചു ചെറിയ ചെറിയ കാര്യങ്ങളെ ആരെങ്കിലും വല്ല ധ്യാനം എന്ന് പറഞ്ഞാൽ കാര്യം പറഞ്ഞു അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ പോകുന്നു. തിരുവണ്ണാമല അതൊരിക്കലും വിസ്മരിക്കാൻ പറ്റാത്തൊരിടമായി എനിക്ക് മാറിപ്പോയി. ഞാൻ ആ പ്രണയിക്കുകയാണ്. തിരുവണ്ണാമലയിൽ ഇപ്പോൾ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. രമണാശ്രമത്തിലൊന്ന് പോയി ഇറങ്ങി വരുമ്പോൾ തന്നെ നമ്മൾ ആനന്ദമാണ്. അവിടെ ഒന്നും ചെയ്യാനില്ല. അവിടെ ഇങ്ങനെ പോയി അതിങ്ങനെ ആ സൈലൻസിലൊക്കെ ഒന്ന് കടന്നു വരുമ്പോഴേ ഒരു ഊർജ്ജം എവിടെ നിന്നല്ലോ വന്നു അറിയും. പിന്നെ നമുക്ക് ചിന്തകളില്ല. നാളെ എന്തായി, മറ്റൊന്ന് എന്തായി, മക്കൾ എന്തായി, ഭാര്യ എന്തായി. ആ ആനന്ദത്തിൽ നമ്മളിങ്ങനെ പോവുകയാണ്. അതൊരു അതാണ് എനിക്ക് പറയാനുള്ളത്. ശരിക്കും ആ തിരുവണ്ണാമല ഒരു ഋഷി ഭൂമി എന്ന് പറയാമല്ലോ. ഒട്ടേറെ മഹാത്മാക്കൾ അവിടെ വരുന്നുണ്ട്, അവിടെ സമാധിയുണ്ട്. അപ്പൊ അവരുടെ എല്ലാം ഒരു തപോബലം അവിടെ, ആ ഒരു എനർജി ഫീൽഡ് അവിടെ ആ പ്രദേശത്ത് നിറഞ്ഞു നിൽപ്പുണ്ടെന്ന് തോന്നുന്നുണ്ട്. പലപ്പോഴും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങയുടെ ആ ഒരു അനുഭവം? തീർച്ചയായിട്ടും അത് ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്കെല്ലാം അത് ഫീൽ ചെയ്യും. ധാരാളം പേര് ഈ ലോകത്തിൻ്റെ നാനാഭാഗത്തും അവിടെ വന്ന് മരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവിടെ സ്ഥലമൊക്കെ വാങ്ങി ഫോറിനേഴ്സൊക്കെ, കാശുള്ളവരൊക്കെ ഇപ്പം അവിടെ. അതുകൊണ്ട് ഒരു സ്ക്വയർ ഫീറ്റിന് 5000, 6000, 7000, 10,000 വരെ വിലയാണ് ഈ ഗിരിവലം പാതയുടെ ചുറ്റും ഒരു അടിക്ക്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, അത്രയും വിലയാണ് ഭൂമിക്ക്. അത്രയും മഹത്തരമായ സ്ഥലമായി ലോകം അംഗീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ധാരാളം പേര് അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ വാങ്ങിയിട്ട് കഴിഞ്ഞു. ഇപ്പം അത് അറിയാമല്ലോ, ഈ റിയൽ എസ്റ്റേറ്റിൻ്റെ ആൾക്കാരൊക്കെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാർക്കൊന്നും എത്തി നോക്കാൻ പറ്റില്ല. നമ്മളൊക്കെ റെൻറ്റിനാണ്, വാടകയ്ക്ക് താമസിക്കാം. അങ്ങനെ ആഗ്രഹമൊന്നുമില്ല അവിടെ സ്വന്തം സ്ഥലം വാങ്ങണമെന്ന്. അതൊക്കെ സംഭവിക്കട്ടെ, അതിലൊന്നും താല്പര്യമില്ല. നമ്മൾ ജീവിച്ചു പോവുക. ഒരു ദിവസം അവിടെ മണ്ണിടിഞ്ഞ ശ്മശാനം എല്ലാം എവിടെയാണോ നമുക്കറിയില്ല, ഇതിൻ്റെ സമാപന സമ്മേളനം. പക്ഷേ സ്വാമി പറഞ്ഞതുപോലെ അത് നിങ്ങൾ അനുഭവിച്ചിട്ട് തന്നെ അറിയണം. ഓരോ മനുഷ്യനും വന്നിട്ട് അവിടെ ചുറ്റി ഗിരിവലം വെച്ച് ആ രമണാശ്രമത്തിലോ ആ മഹാക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോയി, അതൊരു സ്പിരിച്വൽ ഒരു തീർത്ഥാടനമാണ്, ആത്മീയമായ തീർത്ഥാടനം. അങ്ങനെയുള്ളവർക്ക് അവിടെ വന്നാൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും, പരിവർത്തനം ഉണ്ടാവും. നിങ്ങൾ ഏത് പൊസിഷനിലിരിക്കുന്ന ആളായാലും ശരി,
അവിടെ വന്ന് പോകുമ്പോൾ നിങ്ങളൊരു പുതിയ മനുഷ്യനാവും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഈ ഇതൊക്കെ കണ്ടിട്ട് ആൾക്കാർ വന്നിട്ട് പോയപ്പോൾ അവർ പറയും, സ്വാമിജി അവിടെ വന്നപ്പോഴേ നമുക്കൊരു മാറ്റം, ഇനി അങ്ങോട്ട് വരാൻ തോന്നിക്കൊണ്ടിരിക്കുന്നത്. കാരണം പൗർണമിക്ക് 10-60 ലക്ഷം ആൾക്കാർ വരും അന്ന് രാത്രി മാത്രം ഗിരിവലം വയ്ക്കാൻ. മഹാ അത്ഭുതമാണ്. എവിടെ നിന്ന് ഈ മനുഷ്യർ വരുന്നത്? രാവിലെ ആകുമ്പോൾ എല്ലാവരും പോകും. ഇന്നും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പൗർണമിക്ക് നിങ്ങൾ വന്നാൽ മനസ്സിലാവും. റൂമൊന്നും കിട്ടില്ല, നടന്ന് ആ ഗിരിവലത്തിൽ എവിടെയും കിടന്നുറങ്ങാം. പോകുന്ന വഴിക്ക് ആഹാരം ഉണ്ടാവും, സൗജന്യമായിട്ടുള്ള അന്നദാനം, മഹാദാനം എന്ന് പറഞ്ഞാൽ അവിടെ കുറേ പേരുണ്ട്. ഇടയ്ക്ക് ഞാനും നൽകാറുണ്ട്. ആരെങ്കിലും ഇങ്ങനെ സുഹൃത്തുക്കൾ പറയും, സ്വാമി ഒരു 10 പേർക്കോ 100 പേർക്കോ, അതെന്നാൽ കഴിയുമ്പോൾ ഞാനും വൈഫും പോയി വാങ്ങിച്ച് എത്തിക്കും. സന്യാസി വെച്ചാൽ നടക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ട്, അവരുടെ മടിയിൽ. അപ്പോൾ അവർക്ക് സന്തോഷമാണ്, അവരുടെ അനുഗ്രഹം എന്തോ ആവട്ടെ, ജീവിച്ചിരിക്കുന്ന മഹാത്മാക്കളില്ല. അപ്പോൾ അങ്ങനെ എളിയൊരു സേവനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇനി എന്താവുമെന്നും അറിയില്ല. നമുക്ക് ഭാവിയെക്കുറിച്ച് അറിയാമല്ലോ, കൂടുതൽ ഉൾക്കൊണ്ടിയൊന്നുമില്ല. എന്താണോ സംഭവിക്കുന്നത് ആ സംഭവങ്ങൾക്ക് സാക്ഷിയായിക്കൊണ്ട് മുന്നോട്ട് നീങ്ങാം, മാത്രമേ ഉള്ളൂ പറയാൻ തിരുവണ്ണാമലയെ കുറിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാം എപ്പോഴെങ്കിലും ഒരിക്കൽ കുടുംബസമേതം വന്ന് അത് ആ മലയൊന്ന് പ്രദർശനം ചെയ്ത് പോകുന്നത് വളരെ നല്ലതാണ്. കാരണം കാശി കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്ഥലമാണ് തിരുവണ്ണാമല. കാശിയിൽ പോകുന്നുണ്ട്, അവിടെയും പോകാം, രണ്ടും കാണാം. അത്രയും ആൾക്കാർ വന്നുകൊണ്ടിരിക്കട്ടെ. ഓഷോയും ആ. രമണ മഹർഷി ആ. 2 മഹാഗുരുക്കന്മാരാണ്. ഓ. രണ്ടുപേരെയും അടുത്തറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓ. അപ്പൊ രണ്ടുപേരിലും പൊതുവായിട്ട് കാണുന്ന ഒരു ഘടകം ആ. അങ്ങേക്ക് തോന്നിയത് എന്താണ്? പൊതുവായ ഘടകം കാരുണ്യം തന്നെയാണ്, സ്നേഹം തന്നെയാണ്. മാനവരാശിയോട് മുഴുവനുള്ളൊരു സ്നേഹമാണ്. രമണ മഹർഷി മനുഷ്യനെ മാത്രമല്ല സ്നേഹിച്ചത്, പശുക്കളെ, കുരങ്ങനെ, കാക്ക, പട്ടി, എല്ലാവരെയും സ്നേഹിച്ചിട്ടില്ല. എല്ലാറ്റിനോട് കുശലം പറഞ്ഞുകൊണ്ട് കടന്നുപോയ മലയാണത്. അത് എവിടെയും പോയില്ല. ആ മലയും ആ വിരൂപാക്ഷ ഗുഹയും സ്കന്ധാശ്രമമായിട്ട് ഇങ്ങനെ അത് ഇന്നും അദ്ദേഹത്തിൻ്റെ വൈബ്രേഷൻ അവിടെ പോയാൽ നിങ്ങൾക്ക് അനുഭവപ്പെടും. അദ്ദേഹം ഇരുന്ന റൂമിൽ ഇന്നും സൈലൻസാണ്. മാനവരാശിയോട് അങ്ങേയറ്റത്തെ ഒരു മര്യാദ, കാരുണ്യ, സ്നേഹം, വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക. വേറൊന്നും അദ്ദേഹം വലിയ ഫിലോസഫി ഒന്നും പറഞ്ഞില്ല. നിങ്ങളവിടെ ശാന്തമായിരിക്കുക, നിങ്ങളുടെ ധർമ്മം, സ്വധർമ്മം എന്താണോ, ഞാൻ ആരാണെന്ന് അറിയാം, ദൈവത്തെ അറിയുന്നതിന് മുമ്പേ ഈ അന്വേഷിക്കുന്നവൻ ആരാണെന്ന് അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും എന്നുള്ള ലളിതമായ സന്ദേശം. ഓഷോ അത് തന്നെ പറയുന്നത്. ഓഷോ പറഞ്ഞില്ലേ, ആധുനികത്തിൽ വന്നൊരു ഋഷിയാണ് എൻഡിൽ രമണ മഹർഷി. ആ മഹർഷീനെ കാണാൻ വേണ്ടി ഓഷോ എത്രയോ പേരെ പറഞ്ഞയച്ചിട്ടുണ്ട്. ഒരു ജീവിച്ചിരിക്കുന്ന ഓഷോനെ കാണാനല്ല പറഞ്ഞത്, ഞാൻ ഗുരു എന്നല്ല. അത്രയും ഉയരത്തിലാണ് ഓഷോ രമണ മഹർഷിയെ കണ്ടത്. അതുകൊണ്ട് ഓഷോ പിന്നെ അങ്ങനെ ഒരാളെ നിങ്ങളെ ഇങ്ങനെ എൻ്റെ ഫോളോവർ ആവണമെന്നും ഞാനങ്ങനെ മഹാഗുരുവാണെന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങൾ ആ മെഡിറ്റേഷനിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളറിയും, നിങ്ങളും മാസ്റ്ററാവും, നിങ്ങളും സത്യത്തിൻ്റെ അവകാശികളാവും, സത്യം രുചിക്കും. അതുകൊണ്ട് രണ്ടുപേരും മാത്രമല്ല, പിന്നെയും കുറേ മഹാന്മാരെൻ്റെ ജീവിതത്തിൽ സ്വാധീനം നടത്തിയിട്ടുണ്ട്. സിദ്ധാശ്രമത്തിലെ ശിവാനന്ദ പരമഹംസർ, ഞാൻ അതിലൂടെ കടന്നു വന്ന ഒരാളാണ്. ഇത് പറയാതിരിക്കാൻ അവരെ കാണുമ്പോൾ അവർ വിചാരിക്കും ഇയാളെല്ലാം മറച്ചു വെച്ചു. മറിക്കാനൊന്നുമില്ല. കാരണം ഞാൻ പിന്നെ ഞാൻ ഒരു കാലഘട്ടത്തിൽ സിദ്ധ വിദ്യാർത്ഥിയായിരുന്നു. പറയാതിരിക്കാൻ പറ്റില്ല. സിദ്ധവിദ്യ അതിലാണ് ഞാൻ ആദ്യമായി മാറാനുള്ളൊരു ത്വരയുണ്ടായത്. എന്നെ സ്വാധീനിച്ചെന്ന് പറഞ്ഞില്ലേ, അതറിയാതെ സംഭവിച്ചതാണ്. എൻ്റെ യാത്രയിൽ ഞാൻ പല ജോലിയും ചെയ്തിട്ടുണ്ട്, ജീവിക്കാൻ വേണ്ടിയും പലതും. അല്ലപ്പം ഉപേക്ഷിക്കും, കാശിന് വേണ്ടി ആയിരുന്നില്ല. എവിടെയെങ്കിലും ഒരു അഭയം, അവിടെ കുറച്ച് ജോലി ചെയ്യാൻ പോവാം. അങ്ങനെ ഒരു ഇപ്പോഴല്ലേ, കുറേ ചെറുപ്പത്തിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ. അങ്ങനെ സിദ്ധ ആശ്രമത്തിൽപ്പെട്ട ഒരു മഹാത്മാവ്, ഞാൻ അന്നേരം ഒരു അമ്പലത്തിൽ പൂജാരിയായിരുന്നു. ഇതൊക്കെ ചെറുപ്പത്തിൽ, ഇപ്പം ഞാൻ നിങ്ങൾ പറഞ്ഞുകൊണ്ട് പറയാം എൻ്റെ ജീവിതം. അപ്പോൾ പൂജ പഠിച്ചിട്ടൊന്നുമില്ല, എനിക്കറിയില്ല. പക്ഷെ ഒരാൾ വേണമല്ലോ. അപ്പോൾ വിളക്ക് കത്തിക്കുക, മണിമുട്ടുക, ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കും, ധ്യാനിക്കും. എനിക്കൊന്നും അറിയില്ല പറയാം എന്താ പൂജ. അവിടെ ഇരുന്ന് ആ ശ്രീകോവിലിൽ ഇങ്ങനെ വാതിലടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു നിശബ്ദതയുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വേർക്കും. അപ്പോൾ വീണ്ടും മണിയെല്ലാം മുട്ടി ദീപമെല്ലാം കാണിച്ച്, ഇതൊരു ചടങ്ങാണ്, ആചാരം. പക്ഷെ ഇത് ജനങ്ങൾക്കെല്ലാം ഭയങ്കര ഒരു സന്തോഷമാണ്. അതൊരു നമ്മൾ എന്തോ ആവട്ടെ, അവർക്കൊരു ശാന്തി ഉണ്ടാകുമ്പോൾ നമ്മളിലൂടെ അല്ലേ. അപ്പോൾ ഞാനിത് തുറക്കുന്നവരെ കാത്തിരിക്കും, എല്ലാവരും ഇങ്ങനെ വലിയ കാര്യം പോലെ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സിദ്ധ വിദ്യയിൽപ്പെട്ട ഒരു മഹാത്മാവ്, അദ്ദേഹം മഹാത്മാവ് തന്നെയായിരുന്നു, സത്യം അനുഭവിക്കുന്ന ഒരാളായി. അദ്ദേഹം ആ വഴിക്ക് ഇങ്ങനെ എപ്പോഴും സഞ്ചരിക്കും. അദ്ദേഹത്തിൻ്റെ വീട് അതിൻ്റെ അടുത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് കടുങ്ങൻ. കഴിച്ചാൽ അദ്ദേഹം ഇല്ല, സമാധിയായി. അന്ന് തന്നെ പ്രാർത്ഥിക്കും കൊണ്ട് ഇങ്ങനെ കണ്ണൊക്കെ ഒരു പ്രത്യേക മനുഷ്യനായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു മനുഷ്യൻ. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കൈകൊണ്ട് വിളിച്ചു, വാ മോനെ, നിനക്ക് ഞാനൊരു ഉപദേശം തരാം. ആ ഉപദേശം നീ സ്വീകരിക്കണം, നിനക്ക് ഭാവിയിൽ അത് ഉപയോഗപ്പെടും.
അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാലിനത്തിൽ നിന്നും എനിക്ക് ആ ഉപദേശം ലഭിച്ചു. എന്നോട് പറഞ്ഞു അമ്മയോട് പോയിട്ട് സമ്മതം ചോദിക്കണം. അപ്പം അമ്മയേ ഉള്ളൂ എനിക്ക്, ഒരു അനുജനുണ്ട്. അമ്മക്കൊന്നും അറിയില്ല ഇതിനെപ്പറ്റി എന്ത് ഉപദേശം ആരുപദേശമോ പാവം. അങ്ങനെ ഞാൻ പറയും ഇങ്ങനെ ആ ഗുരു പറഞ്ഞിട്ടാണ് വന്നത് അമ്മേ. അമ്മ പറയും അത് ആ ഗുരുവല്ലേ, എന്താ വെച്ചാൽ വാങ്ങിക്കോ. അപ്പം അമ്മയുടെ സമ്മതത്തോടെ ഞാൻ വാങ്ങിക്കുന്നു. അങ്ങനെ ഈ സിദ്ധവിദ്യ സ്വീകരിച്ചപ്പോഴേ എനിക്ക് കുറേ മാറ്റങ്ങൾ വന്നിരുന്നു. സിദ്ധ വിദ്യാർത്ഥി എന്ന നിലയിൽ കുറേ ചിട്ടങ്ങൾ, ഞാൻ വൈറ്റ് ഡ്രസ്സും ഒക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ അത് ജപം തുടങ്ങി. അതൊരു അത് യോഗയാണ്, രാജയോഗ. അതിൽ അഭ്യാസമില്ല, പ്രാണായാമമാണ്, ഉള്ളിൽ കൂടിയുള്ള ഒരു ഗതിയാണ്. അതെന്നെ ധാരാളം മാറ്റങ്ങൾക്ക് വിധേയമായി. അങ്ങനെയാണ് ഞാൻ ഓഷോയിലേക്ക് എത്തുന്നത്. ഓഷോയിൽ വന്നപ്പോൾ ഫ്രീഡമായി. ചട്ടക്കൂടൊക്കെ നമ്മൾ ഈ വേഷം ഒന്നിൻ്റെ ഫോളോ ഓവറാന്നുള്ള സിസ്റ്റം ഒന്നും ആവശ്യമില്ല എന്ന് മനസ്സിലായി, സ്വയം മനസ്സിലായി. അതുകൊണ്ട് അതിന് ധിക്കരിക്കുന്നില്ല. ഞാൻ അതിനോടൊക്കെ അതിലൂടെ കടന്നു പോയതല്ലേ നമ്മൾ. പിന്നെ ഞാൻ സ്വതന്ത്രനാവുകയാണ്. ഒരാളെയും ചട്ടക്കൂടിലോ, ഒരു ബഹുദയൻ എന്ന് പറയും, കാറ്റ് പോകും പോലെ. ഇപ്പം നിങ്ങളിപ്പോൾ ഇവിടെ ഓക്കെ, ഇനിയിപ്പോൾ നാളെ വേറൊരാളിപ്പോൾ അവിടെയും പോകും, എല്ലാവരും കാണുക കേൾക്കുക. ഈ അതിലൊന്നും വെക്കാറില്ല. ഞാൻ ഇത് ഓഷോൻ്റെ മാത്രം ആളാണ്, അല്ല ഞാൻ ഇന്ന ആളാണ്. ഇപ്പോൾ ഓഷോൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓഷോ ഒരു ഗുരുവാണ്, അതുകൊണ്ട് നിങ്ങളും എൻ്റെ ഗുരുവാണ്. കാരണം എന്തോ ആവട്ടെ, ആരെല്ലൊക്കെയാണോ ഇനി ജീവിതത്തിൽ അങ്ങനെ കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ സിസ്റ്റത്തിലൂടെയൊക്കെ എനിക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായി. അതൊന്നും പറയാതിരിക്കാനും പറ്റില്ല. പിന്നെ ഓഷോയിലാണ് പിന്നെ ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ മെഡിറ്റേഷൻ ടെക്നിക്സും മ്യൂസിക്കും. അപ്പോൾ അത് എല്ലാം ഉൾക്കൊള്ളുകയാണത്. അല്ല ഒന്നിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് ശേഷം എന്ന് പറയുന്നില്ല. പക്ഷേ ഓരോ കാലഘട്ടത്തിനും ഓരോ രീതിയിലുള്ള മഹാത്മാർ വരും. എല്ലാം നല്ലതിന് വേണ്ടിയാണ്, മനുഷ്യനെ ഉദ്ബുദ്ധരാക്കാൻ, ഇല്ലേ, കൂടുതൽ ഉണർന്നവരാക്കാൻ. ഓരോ കാലഘട്ടത്തിലും അതിൻ്റെതായിട്ടുള്ള രീതിയിലാണല്ലോ ഗുരുക്കന്മാർ വന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. കാരണം ഓരോരുത്തരുടെ മനോതലവും കാലഘട്ടം കഴിയും തോറും മാറിക്കൊണ്ടേയിരിക്കാം. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു നിയോഗം പോലെ തന്നെയാണ് ഓരോ ഗുരുക്കന്മാർ വരുന്നതെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. തീർച്ചയായും. ഞാൻ പല ജോലിയിലൊക്കെ കടന്നു പോയി, കുടുംബം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ സന്യാസിയായിട്ട് എപ്പോഴും പോകാൻ പറ്റില്ല. ഇടയ്ക്ക് ജോലി ചെയ്യും, പിന്നെ ജോലി അങ്ങ് വലിച്ചെറിയും, പിന്നെ അടുത്ത ജോലി ചെയ്യും. എന്നെ തന്നെ പറയും ഇയാൾ സ്ഥിരതയില്ലാത്ത ആളാണ്. ഇതാ ഭാര്യയൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പറയും അത് സാരമില്ല, അങ്ങനെ ഞാൻ ഇവിടെ എത്തിയല്ലോ. അങ്ങനെ പല ജോലിയിലൂടെയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഒന്നിനും പെട്ടിട്ടില്ല ഇതുവരെ. പലതും വലിച്ചെറിഞ്ഞിട്ടുണ്ട്, ഒരു കെണിയിലും പെട്ടിട്ടില്ല ഇതുവരെ. ഞാൻ ഇനി പെടാൻ ആഗ്രഹവുമില്ല. ഇനി ആ തിരുവണ്ണാമലയുടെ എവിടെയാണോ നമുക്കറിയില്ല, പക്ഷേ ആ പ്രദേശം എന്നെ വല്ലാതെ ആകർഷിക്കുന്നു. നമ്മൾ കേരളത്തിനേക്കാൾ കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇപ്പം, അങ്ങനെ ഇത് പറയല്ല, ദൈവത്തിൻ്റെ നാട് തന്നെ കേരളം, പക്ഷേ അത് വേറൊരു വൈബാണ്, അത് വേറൊരു ലഹരിയാണ്. ഇതെല്ലാം ലഹരിയാണ്. ഇപ്പം കേരളത്തിന് ഞാൻ കൊച്ചായിട്ട് കാണില്ല. കേരളത്തിന് അതിൻ്റെതായ സവിശേഷതയുണ്ട്, അതിൻ്റെതായ മനോഹാരിതയുണ്ട്, വെള്ളമുണ്ട്, പച്ചപ്പുണ്ട്, പിന്നെ നല്ല കുറേ മനുഷ്യരുണ്ട്, എപ്പോഴും സ്നേഹിക്കുന്ന, അല്ലേ. അതുകൊണ്ട് കേരളത്തിനെ കൊച്ചായിട്ട് ഞാൻ വിമർശിക്കേണ്ടേ. അയാൾ കേരളത്തിൽ ഇരുന്നുകൊണ്ട് കേരളത്തെ കുറ്റം പറഞ്ഞൊന്നും പറയാൻ പാടില്ല. പക്ഷെ ഓരോ സ്ഥലത്തിനും അതിൻ്റെതായ തുടിപ്പുണ്ട്. അത് നിങ്ങൾ യാത്ര ചെയ്താൽ മനസ്സിലാവും. ഇപ്പോൾ ഗുജറാത്തിൽ പോയ വേറൊരു വൈബാണ്, ബോംബെ പോയ മറ്റൊരു ലോകമാണ്, ഡൽഹി പോയ വേറൊരു ലോകം, കർണാടക, ആന്ധ്ര, ഇതൊക്കെ ഞാൻ ചുറ്റിയോണ്ടേ ഓരോ സ്റ്റേറ്റിനും അതിൻ്റെതായ വൈവിധ്യങ്ങളും തുടിപ്പും ഒരു പ്രത്യേകത. ഇത് ആസ്വദിക്കണം നമ്മൾ. ഇന്ത്യ എൻ പ്രിയങ്കരി എന്നുള്ളൊരു വലിയ ബുക്ക് മഹാനായ ഓഷോ സ്പീച്ച് ചെയ്തതാണ്. ഇന്ത്യ എൻ പ്രിയങ്കരി, ഇന്ത്യ മൈ ലവ്. അത് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇന്ത്യ എന്താണെന്ന് മനസ്സിലാവും. ഇന്ത്യയുടെ മഹത്വം ഞാൻ അതിലൂടെയാണ് മനസ്സിലാക്കുന്നത്. വേറെ ചരിത്രമൊന്നും ഞാൻ പഠിച്ചിട്ടില്ലല്ലോ. ഓഷോൻ്റെ ഇന്ത്യ എൻ പ്രിയങ്കരി. അപ്പോഴാണ് നമ്മൾ ഇന്ത്യക്ക്, ഭാരതത്തിന് ഇത്രമാത്രം സവിശേഷതയുണ്ടെന്നും ഇത്രമാത്രം അമാനുഷികരും അത്ഭുതവും നടന്ന സ്ഥലമാണിതെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇന്ത്യ നിങ്ങളൊന്നും എപ്പോഴും കാണുന്നല്ലത്, സഞ്ചാരപ്രിയരാകണം. പൈസ ഒക്കെ ഉണ്ടാക്കിയാലും നിങ്ങൾ ചുറ്റി സഞ്ചരിക്കണം. ഞാനൊരു സഞ്ചാരപ്രിയനായി ഇപ്പോഴും ഞാനിങ്ങനെ ഇടയ്ക്ക് സാമ്പത്തികമായിട്ടൊക്കെ വരുമ്പോൾ യാത്ര ചെയ്യും. ഇനിയും നമുക്കറിയാൻ ഒത്തിരി ഉണ്ടല്ലോ. അതുകൊണ്ട് കെട്ടിക്കിടക്കുന്ന കുളമാകാതെ ഒഴുകുന്ന നദിയായി അങ്ങനെ സാഗരത്തിലേക്ക്, തടാകമായിട്ട് ഇരിക്കാൻ വേണമെങ്കിൽ ഒരു ആശ്രമമൊക്കെ കെട്ടി അങ്ങനെ ഇരിക്കാം. പക്ഷേ നമ്മളതും ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ ഒഴുക്കുക, അങ്ങനെ അനന്തവിഹായസ്ഥയിലേക്ക് പറന്നു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റാണ് ഇപ്പോഴുള്ളത്. അതാണ് എന്തോ ആവട്ടെ, ഇനി നിയതിയുടെ നിശ്ചയം, ഈശ്വര ഇച്ഛ പോലെ നടക്കട്ടെ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എല്ലാ മഹാന്മാരും ഓരോ കാലഘട്ടത്തിൻ്റെ നമ്മളെ ഉണർത്തുന്നവരാണ്. ഇനിയും വരും, ഇനി ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. ഇതാണ് ഭാരതം. തിരുവണ്ണാമലയെ കുറിച്ച് സൂചിപ്പിച്ചപ്പം അവിടെ ശാന്തത ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് സൈലൻസ്? ഇത് ഗഹനമായൊരു ചോദ്യമാണ്. സൈലൻസ്, ഇന്നർ സൈലൻസ്. നമ്മൾ ഉള്ളിൽ ശാന്തി ഉണ്ടെങ്കിൽ നമ്മൾ പട്ടണത്തിൽ പോയാലും ആ ശാന്തി നമുക്ക് രുചിക്കാൻ പറ്റും. അവിടെ ബഹളത്തിന് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നർ പീസ്, ആന്തരികമായി നമുക്ക് സമാധാനം, മനസ്വസ്ഥയും ആനന്ദം.
മനസ്സ് സ്വസ്ഥമായാൽ തന്നെ നിങ്ങൾക്ക് എവിടെ പോയാലും സന്തോഷമുണ്ടാവും. റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നാലും ശരി, പട്ടണത്തിൽ പോയിരുന്നാലും ശരി, ബഹളത്തിൻ്റെ നടുവ് പോയിരുന്നാലും നിങ്ങളെ ശല്യപ്പെടുത്താൻ ഒരു ശക്തിക്കും കഴിയില്ല. ഇങ്ങനെ വിശ്വസിക്കുന്നില്ല. എൻ്റെ അനുഭവം അതാണ്. നിങ്ങൾ അൺഹാപ്പി ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ രമണാശ്രമത്തിൽ പോയിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അവിടെ നിങ്ങൾ അസ്വസ്ഥനാവും. അവിടെ ഒന്നുമില്ല കാണാനും കേൾക്കാൻ. അവിടെ സൈലൻസ് ആണ് പഠിപ്പിക്കുന്നത്. രമണ മഹർഷി സൈലൻസ് ആണ്. ശൂന്യതയിലേക്ക് നിങ്ങൾ ആനന്ദമായ നിശബ്ദതയിലേക്ക് പോകുമ്പോൾ എന്താണ് സത്യം എന്നുള്ളത് ബോധ്യപ്പെടും, രുചിക്കാൻ പറ്റും. അത് പറഞ്ഞ് അറിയിക്കാനൊന്നും പറ്റില്ല. സൈലൻസ് ഈസ് ബ്യൂട്ടി. സ്പീച്ച് ഈസ് സിൽവർ ബട്ട് സൈലൻസ് ഈസ് ഗോൾഡ് എന്നാണ് ഗുരു നിത്യചൈതന്യ, അത് മഹാത്മാവ് പറഞ്ഞതാണ്. പിന്നെ അതിലൊക്കെ ഗുരു നിത്യചൈതന്യനെ കാണാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് ഊട്ടിയിൽ. അദ്ദേഹമായിട്ടുള്ള സമ്പർക്കമുണ്ട്. പിന്നെ എൻ്റെ ഒരു മഹാഗുരു ഉണ്ടായിരുന്നു എന്നെ കൂടുതൽ, അത് പുറത്തറിയാത്തൊരു മഹാഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ പേര് സദാനന്ദർ. അദ്ദേഹം ഋഷികേശിലായിരുന്നു കുറേ കാലം. പിന്നെ നമ്മളെ നാട്ടിൻ്റെ ഭാഗത്ത് വന്ന് അങ്ങനെ അദ്ദേഹമായിട്ട് കുറേ ആത്മബന്ധം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ സമാധി എൻ്റെ മുമ്പിലായിരുന്നു. അതാണ് സമാധി ആദ്യമായി എനിക്ക് കാണിച്ചു തന്നൊരു മഹാഗുരുവൻ സദാനന്ദ സ്വാമികൾ. മരണം എങ്ങനെ മരിക്കാം, അതാണല്ലോ നമ്മളെ ചോദ്യം. മൃത്യുവിനെ നമ്മൾ അറിയണം. അപ്പോൾ ഇത്രയും സുഖമായിട്ട് മരിക്കാൻ പറ്റുമോ എന്ന് ഞാൻ അന്നാണ് കാണുന്നത്. അപ്പോൾ ലളിതമാണ്, ഒരു പ്രശ്നവുമില്ല. കോട്ടയിൽ അദ്ദേഹം ഒരു ദീർഘശ്വാസത്തിലൂടെ കടന്നു പോകാൻ അദ്ദേഹത്തിൻ്റെ മുറിയിൽ തന്നെ ഇരുന്നുകൊണ്ട് അതിന് ദൃക്സാക്ഷിയാണ് ഞാൻ. അതും വലിയ അത്ഭുതം. കുറേ കാലമായിട്ട് ഞാൻ പോകാറില്ല. പക്ഷെ അന്നൊരു ഇൻഡ്യൂഷൻ പോലെ എനിക്ക് തോന്നുകയാണ് സ്വാമീനെ കാണണം. അന്ന് ഞാൻ വൈഫോട് പറഞ്ഞു, എനിക്കെന്തോ ഒരു സ്വാമീനെ കാണാനൊരു നമ്മൾ ഇൻഡ്യൂഷൻ വെളിപാട് എന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനെ പോയപ്പോൾ അന്ന് പ്രഭാതത്തിൽ മൂപ്പര് പോവാണ്. എന്നോട് പോകണ്ടെന്ന് പറഞ്ഞു. കൈ കൊണ്ട് ഇങ്ങനെ സംസാരിക്കുക. പക്ഷെ ഇങ്ങനെ ഞാൻ പറഞ്ഞു, സ്വാമി ഞാൻ പോട്ടെ. അവിടെ ലോക്ക് ചെയ്യപ്പെട്ടു. അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, ഇങ്ങനെ സ്വാമി വിടുന്നില്ല. അപ്പോൾ അന്ന് പ്രഭാതത്തിൽ 3 മണി 4 മണിയാകുമ്പോഴേക്കും എന്നെ സാക്ഷിയായിട്ടാണ് മൂപ്പര് പോയത്. അതൊരു വലിയ അനുഭവമാണ്. അത് വലിയൊരു സ്ഫോടനം നടന്നതിൻ്റെ മൃത്യുവിൻ്റെ ഇങ്ങനെയും മരിക്കാമല്ലോ എന്നുള്ളൊരു, അതാണ് എനിക്ക് ആ ഗുരു സമ്മാനിച്ച ഏറ്റവും വലിയ നിധിയായിട്ട് ഞാൻ കാണാം. മരിക്കാൻ പഠിപ്പിക്കാന്ന് പറയുന്നില്ല നമ്മൾ. അപ്പോൾ ഇങ്ങനെയും മരിക്കാം സുഖമായിട്ട്. ശരിക്കും ആധ്യാത്മത്തെ കുറിച്ച് പറയുന്നത് ആർട്ട് ഓഫ് ലീവിങ് എന്നാണ്. അല്ല, എങ്ങനെ വിട്ടു പോകാമെന്നുള്ളതാണല്ലോ യഥാർത്ഥത്തിൽ ആത്മീയത പറയുന്നത്. ആർട്ട് ഓഫ് ലീവിങ്. തീർച്ചയായിട്ടും ആർട്ട് ഓഫ് ലീവിങ്. എങ്ങനെ നമുക്ക് കടന്നു പോകാം. നമ്മളിവിടെ ഒരു ട്രാക്കിലാണുള്ളത്. ഈ ലോകം, സമൂഹം, കുടുംബം, ജീവിതം. പക്ഷെ ഇത് നമ്മൾ ഒരിക്കൽ വിടണം. അതെങ്ങനെ? അതിനാണ് നമ്മൾ ഈ സാധനയും എല്ലാം അതിനു വേണ്ടിയാണ്. അതിനുള്ള ഒരുക്കങ്ങളാണ്. ഹോംവർക്ക് എന്ന് പറയുന്നില്ലേ, അതാണ് എക്സാം. അത് നമ്മൾ ശാന്തമായി ഗംഭീരമായി നമ്മുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ട് പോകുന്നൊരു അല്ലേ, അങ്ങനെ ആയിരിക്കണ്ടേ മനുഷ്യൻ. അത്രയേ ഉള്ളൂ. അങ്ങിപ്പം പറഞ്ഞല്ലോ അങ്ങേ മരണം പഠിപ്പിച്ച ആ ഒരു ഗുരുവിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ കുറിച്ചുള്ള കുറച്ചുകൂടി കൂടുതൽ അനുഭവങ്ങളൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. അദ്ദേഹം വളരെ കാരുണ്യത്തിൻ്റെയും ഒരു വാക്കുകൾക്ക് അതീതമാണ്, അനുഭൂതിയാണ്. അദ്ദേഹം സൈലൻസ് ആയിരുന്നു. അധികം സംസാരിക്കാറില്ല. എന്തെങ്കിലും അത്യാവശ്യം ചോദിച്ചാൽ ഉത്തരം പറയും. അവിടെ പോയിരുന്ന് നമ്മളെല്ലാം സൈലൻസ് ആവും. നമ്മളും ആ രമണ മഹർഷിയെ പോലെ അദ്ദേഹം കുറേ കാലം ഋഷികേശിലായിരുന്നു. ഒരു അവധൂതനെ പോലെ മൗനിയായിട്ട്. അങ്ങനെ സിദ്ധികളൊക്കെ നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും ചില അത്ഭുതങ്ങളൊക്കെ മുമ്പേ കാണിക്കാന്നല്ല, സംഭവിച്ചതാണ്. അല്ലാണ്ട് അതൊരു മായാജാലം പോലെയൊന്നുമല്ല, സംഭവിക്കുന്നതാണ്. അങ്ങനെ ആ മഹാത്മാവിലൂടെയാണ് എനിക്ക് ഒരു മഹാത്മാവിൻ്റെ ചേഷ്ടകൾ, അല്ലെ അവരുടെ വൈബ്രേഷൻ, അവരെങ്ങനെയായിരിക്കും സമൂഹത്തോട് പെരുമാറുക എന്നൊക്കെ, അങ്ങേയറ്റത്തെ ഒരു വിനയം അല്ലെങ്കിൽ കാരുണ്യം, ഇതൊക്കെ അദ്ദേഹത്തിനോട് എനിക്ക് അനുഭവപ്പെട്ടതാണ്. പഠിപ്പിച്ചതല്ല, ഒന്നും പറയില്ല, പഠിപ്പിക്കാനൊന്നുമില്ല. അവരുടെ ജീവിതം തന്നെയാണ് അതിനുള്ള മാറ്റം. പിന്നെ ധീരനായി ഒന്നിനും പറ്റും നിർഭയനായിരിക്കുക എന്നുള്ളതാണ്. എനിക്ക് ഒന്നിനെക്കുറിച്ചും പേടിക്കാൻ പാടില്ല, ഭയപ്പെടാൻ പാടില്ല, സധൈര്യം മുന്നോട്ട് പോവുക. എന്തോ ഒരു സ്നേഹം, നമുക്കറിയാത്ത ട്രാൻസ്ഫോർമേഷൻ. മരണശേഷം എനിക്ക് എന്തൊക്കെയോ എന്നിലൊരു പരിവർത്തനം വന്ന പോലെ. അപ്പോഴൊന്നും കൂടി ഞാൻ ഫ്രീ ആയി. അദ്ദേഹം വെച്ചാൽ ഉള്ളപ്പോൾ അഭയം പോലെയായിരുന്നു. എപ്പോൾ അദ്ദേഹത്തിന് കാണാൻ പോകും, എന്തെങ്കിലും പ്രശ്നമൊക്കെ. പക്ഷെ പിന്നീട് എനിക്കൊരു മോചനം നേടിയ പോലെ. മരണം ഇങ്ങനെയാവാം, പിന്നെ കൂടുതൽ ഊർജ്ജം വന്ന പോലെയൊക്കെ തോന്നിപ്പോയി. അദ്ദേഹം എന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിവ് നമ്മൾക്ക് പകർന്നു തന്നിട്ടാണ്. തീർച്ചയായിട്ടും പുതിയൊരു തിരിച്ചറിവ് പകർന്നു തന്നിട്ട് അങ്ങനെ ആ ഷോക്ക് എനിക്ക് ഉണ്ടായിരുന്നു കുറച്ചു കാലം. ആ ഒരു വിരഹത്തിൻ്റെ, അറിയാലോ, ഏതൊരു ഗുരുനാഥനായാലും നമ്മളെ സ്വന്തം അടുത്ത ഇടവഴിയാൾ പോകുമ്പോഴേ ഒരു വേർപാട്. പക്ഷേ പിന്നെ അത് ആനന്ദമായി മാറുക ചെയ്തു. ജീവിത യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കാനും കരുത്ത്, എവിടെ പോയാലും ഭയപ്പെടാനൊന്നുമില്ല എന്നുള്ളൊരു സന്ദേശം
അദ്ദേഹത്തിനോട് ഞാൻ അനുഭവിച്ചത്, മനസ്സിലാക്കിയതല്ല, അനുഭവിക്കപ്പെട്ടത്. അതാണ് ശരിക്കും ആ ഗുരുക്കന്മാർ നമുക്ക് വേണ്ടി ജീവിച്ച് കാണിച്ചു തരികയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. തീർച്ചയായും നമ്മുടെ തീർച്ചയായും. മുന്നിൽ ഇറങ്ങി വന്ന് അതെ. നമുക്ക് വെറുതെ പറഞ്ഞു പഠിപ്പിക്കുകയല്ലല്ലോ, അല്ലല്ല, അനുഭവത്തിലൂടെ അവർ ജീവിച്ച് കാണിച്ചു തരികയാണ്. അത് അനുഭവിച്ചു. നമ്മൾ അതേപോലെ ആ മാർഗം പിന്തുടർന്നാൽ നമ്മളെയും ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നുള്ളതല്ലേ സൂചിപ്പിക്കുന്നത്. തീർച്ചയായും തീർച്ചയായും. നമ്മളങ്ങ് വിട്ടുകൊടുത്താൽ മതി. നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ അറിയാതെ അങ്ങ് എത്തും. നമ്മൾ അതിനെപ്പറ്റി ബോധരാവണ്ട. അതെ, ഇപ്പം ഞാനൊക്കെ ഇങ്ങനെ ഇത്രയും വന്നത് ഒന്നും വിചാരിച്ചിട്ടല്ല. അജ്ഞാതമായ ഏതെല്ലോ ശക്തികൾ എന്നെ ഇങ്ങനെ തട്ടിമുട്ടി എവിടെയല്ലോ എത്തിക്കുന്നു. ഒന്നും അറിയാത്ത ഒരാളില്ല ഞാൻ. എനിക്ക് സമൂഹത്തിന് വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല, ആരും സംരക്ഷിക്കാനില്ല, ഒരു സംരക്ഷണവും ഒന്നുമില്ല, വൈറ്റമിനോ ഒന്നും അറിയാതെ എങ്ങനെയല്ലോ എന്തെല്ലോ ഭക്ഷണം കഴിച്ച് ഇത്രത്തോളം എത്തിച്ചല്ലോ. ലാഭമല്ലേ? അപ്പോൾ അതുകൊണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഈ ലോകത്തോടും ഈ ജീവിതത്തോടൊക്കെ എപ്പോഴും ഒരു നന്ദി പറയാൻ എനിക്ക് തോന്നുന്നു. ഒന്നും മോശമായി, ഒന്നും എവിടെയും പാഴായി പോയിട്ടില്ല എന്നുള്ളൊരു ഒരു ഇത് എൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നുണ്ട്. ജീവിതമൊക്കെ എന്തിനോ വേണ്ടി ആരൊക്കെയോ നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പറയും നമ്മളാണ്, അല്ല, അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ഉള്ളിൽ നമ്മളെ നിയന്ത്രിക്കുന്ന ആരെല്ലോ സാക്ഷികൾ ഉണ്ടാവാം. അതാണ് മിസ്റ്റിസസ് എന്ന് പറഞ്ഞില്ലേ. അജ്ഞാതമായ ചില തോന്നലുകളൊക്കെ വരാം. അതൊക്കെ ആരൊക്കെ ആയിരിക്കാം. അതിലൂടെയൊക്കെ രക്ഷപ്പെടും നമ്മൾ. ഒരു ഇരുട്ടിൽ നിൽക്കുമ്പോൾ ഒരു ചെറിയ മിന്നാമിന്നിങ്ങി വരുന്നില്ല, അതേപോലെ ഒരു ഈ ഈശ്വരാനുഗ്രഹവും ഗുരുകടാക്ഷവും ഇതൊക്കെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. വേറെ ഒരു വേറെ ഒന്നുമില്ല ഇവിടെ പറയാൻ. ആ അനുഗ്രഹത്തിൻ്റെ ഇതിൽ പോവാണ്. ഇനി അത് എത്ര കാലം ഉണ്ട് അറിയാലോ. അത്രയേ ഉള്ളൂ. ഊർജവും ബോധതലങ്ങളും ഇതേക്കുറിച്ച് എന്താണ്? ഗഹനമായ ചോദ്യങ്ങളാണ്. ഞാൻ ഈ ശാസ്ത്രീയമായിട്ട് അവലോകനം ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഈ രണ്ടും, ഇപ്പോൾ ഊർജം ഉണ്ടെങ്കിൽ ബോധം ഉണ്ടാവും, അല്ലേ? ബോധം ഇല്ലെങ്കിൽ ഊർജം ഉണ്ടാവും. നമ്മൾ ബോധക്കേടാക്കിയാൽ അവിടെ ആ ജീവശക്തി പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം അനസ്തേഷ്യ ഒക്കെ കൊടുക്കുന്നില്ലേ സർജറി ചെയ്യുമ്പോഴേ, അപ്പോഴും ജീവശക്തി ഉണ്ട്, ജീവനുള്ളിലുണ്ട്, ബോധമില്ല. അപ്പോൾ രണ്ടും ഒരു നാണയം രണ്ട് വശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ അബോധാവസ്ഥയിൽ പോയാൽ നമ്മളവിടെ ഉണ്ട്. നമുക്ക് ഈ പഞ്ചേന്ദ്രിയങ്ങൾ വർക്കൗട്ട് ഇല്ലെന്നേ ഉള്ളൂ. നമുക്ക് ബോധം ഒന്നും അറിയുന്നില്ല, പക്ഷെ നമ്മളവിടെ ഉണ്ട്, ഊർജ്ജം ഉണ്ട്, അവിടെ ജീവശക്തി ഉണ്ടല്ലോ. അത് പോയാൽ നമ്മൾ ഡെത്തായി, പിന്നെ ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ ഇത് രണ്ടും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതാണ് അതിൻ്റെ മിസ്റ്ററി. ഒരു അത്ഭുതമായിട്ട് ഞാൻ എപ്പോഴും അത് വാക്കുകൊണ്ട് തെളിയിക്കാൻ പറ്റുന്നില്ല. എവിടെ നിന്നാണ് ബോധം? ഇപ്പം രാവിലെ ഉണരുന്നു, ഇത് ആരാ ഉണർത്തുന്നത്? എങ്ങനെയാണ് ഇതിവിടെ വല്ല ഫിക്സേഷനോ സ്വിച്ചൊന്നും ഇല്ലല്ലോ. ഏതോ ഒരു ശക്തി നമ്മളെ ഉണർത്തുന്നു, നമ്മൾ ഉറങ്ങുന്നു. ഇത് രണ്ടും നമുക്ക് അതീതമായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മളെ കൺട്രോളിലല്ല. ഇപ്പം നമ്മൾ ഉറക്ക് വരുമ്പോൾ ഉറങ്ങുന്നു, പിന്നെ നമ്മൾ അറിയില്ല. ബോധം അങ്ങോട്ട് എന്തോ ആട്ടെ മൈൻഡ് കീഴടങ്ങി, അല്ലെങ്കിൽ നമ്മളെ എല്ലാം. ഇപ്പം ഉറക്കുണർന്ന പാടെ നമുക്ക് അങ്ങനെ വലിയ അറിവൊന്നുമില്ല. അന്നേരം ചോദിച്ചാൽ നിങ്ങൾ ഡോക്ടറാണെന്ന് വെച്ചാൽ ഒന്നും അറിയില്ല. എന്ത് ഡോക്ടറോട് ഇതൊക്കെ ഇപ്പോഴല്ലേ ഉള്ളൂ കോൺഷ്യസ് മൈൻഡിൽ. എനിക്ക് പോയാൽ ഓർക്കും ഒന്നും അറിയാൻ പറ്റില്ലല്ലോ. ഞാൻ മുഖ്യമന്ത്രിയാണ്, ഞാൻ മറ്റേ ഇന്ന് നോബൽ സമ്മാനം കിട്ടിയ ആളാണ്, ഞാൻ ഓഷോ മെഡിറ്റേഷൻ ഉറങ്ങിയാൽ തീർന്നു. നമ്മളൊന്നും അറിയുന്നില്ല. ഉണരുമ്പോഴും വീണ്ടും നമ്മുടെ ലോകം, ഈ ബോധം ഉണരുന്നു. ഇതൊരു മിറാക്കിളായിട്ടാണ് ഞാൻ കാണുന്നത്. ഓരോ ദിവസവും ഇത് സംഭവിക്കുന്നുണ്ട്. ഉണർവും ഉറക്കവും ഇതൊക്കെ ഒരു അത്ഭുതകരമായ പ്രകൃതി, ഈ യൂണിവേഴ്സലിൻ്റെ മെക്കാനിസത്തിൻ്റെ വലിയ അത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത് പറഞ്ഞറിയിക്കാനുള്ള മാത്രം ശാസ്ത്രജ്ഞാനം എനിക്കില്ല, അതുകൊണ്ട് ക്ഷമിക്കണം. ബോധവും, അത് നല്ലൊരു ചോദ്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് ഇനിയും മനസ്സിലാക്കാനുണ്ട്. ബോധവും ഊർജവും അല്ലേ? ഇപ്പം അങ്ങ് ഓഷോയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒട്ടേറെ ധ്യാന കഥകൾ കേട്ടിട്ടുണ്ടോ? അതിൽ അങ്ങേ സ്വാധീനിച്ച ഒരു ധ്യാന കഥ അങ്ങ് പറയാമോ? ഏതാണ്? അദ്ദേഹം എപ്പോഴും ഈ നസ്രുദ്ദീൻ മുള്ളിയെ കുറിച്ചിട്ട് ഈ ഫലിതങ്ങൾ പറയാതെ, ഫലിതങ്ങളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്. ഈ സീരിയസ്നെസ് ഈസ് ഫൂളിഷ്നെസ്. ഈ ആത്മീയത എന്ന് പറഞ്ഞാൽ ഒരു സീരിയസ് ആയിട്ടുള്ള ഗൗരവം പിടിക്കേണ്ട കാര്യമേ ഇല്ല. അത് ചിരിച്ചും കളിച്ചും രസിച്ചും തമാശ പറഞ്ഞും പ്രണയിച്ചൊക്കെ കടന്നു പോകേണ്ടതാണെന്നുള്ള ഇതാണ് എന്നെ സ്വാധീനിച്ച ഓഷോ. അപ്പോൾ ഓഷോ ഒരിക്കലും ഈ നസ്രുദ്ദീൻ മുള്ളയുടെ അത് കഥാപാത്രമാണ്. അദ്ദേഹം ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല, ഓഷോ ഉണ്ടാക്കിയതാണെന്ന് അറിയില്ല. അദ്ദേഹം ഒരിക്കലും ഈ പട്ടണത്തിൽ കഴുതേനെ കൊണ്ട് സാധനം വാങ്ങിക്കാൻ പോകും. ഒരു വേലക്കാരൻ ഏതോ ഒരു സ്ഥലത്ത് അങ്ങനെ കഴുതേനെ അവിടെ ചന്തയിൽ കെട്ടി സാധനമൊക്കെ വാങ്ങി കഴുപ്പുറത്ത് വെച്ചിട്ട് അങ്ങനെ അദ്ദേഹം തിരിച്ചു വരണം. അപ്പോൾ ഈ മുള്ള ഒരു രസികൻ കഥാപാത്രമാണ്. എല്ലാവർക്കും ഒരു കോമഡി അറിയാലോ, അവരെ പരിചയിച്ച്. അപ്പോൾ അവിടെയുള്ള റൗഡിക്ക് തോന്നി ഇയാളെ ഒന്ന് പറ്റിക്കണം, ഇയാളെ ഒന്ന് കളിയാക്കണം.
അപ്പോൾ ഈ കഴുതേൻ്റെ പുറത്ത് മുഴുവൻ പെയിൻ്റ് അടിച്ച് വെച്ച് മുല്ല സാധനമൊക്കെ വാങ്ങി വരുമ്പോഴേക്ക് കഴുതേൻ്റെ പുറത്ത് മുഴുവനും പെയിൻ്റ് അടിച്ചിരിക്കുക. ഉടനെ മുള്ളക്ക് ദേഷ്യം പിടിച്ചു. മുള്ള ഉടനെ അട്ടഹസിച്ച് പറഞ്ഞു, ഏത് അറിയാലോ ചെറിയ നമ്മൾ സാഹിത്യത്തിൽ മൂപ്പര സാഹിത്യത്തിൽ അങ്ങോട്ട് അട്ടഹസിക്കാൻ തുടങ്ങി. ആരാണ് ഇതൊക്കെ ചെയ്തത്? എൻ്റെ കഴുതേൻ്റെ പുറത്ത് ഇങ്ങനെ തെമ്മാടിത്തരം എന്നൊക്കെ പറയുന്നത് അറിയാലോ. പിന്നെ അതിൻ്റെ കൂടെ പലതും ഉണ്ടാവും, ഞാനിപ്പോൾ പറയുന്നില്ല. അസഭ്യമായത് പറയാവുന്ന തെറ്റല്ലേ, അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു അയാൾ ആ കള്ള് ഷാപ്പിലേക്ക് പോയിട്ടുണ്ട്. ഇനി പെയിൻ്റ് അടിച്ച ആളെ അടുത്തൊരു കള്ള് ഷാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയാണെങ്കിൽ ബാറായിരിക്കും, പട്ടണത്തിൻ്റെ ഓരോ മൂലയിലും കാണുന്നില്ലേ ബാർ എന്നുള്ള ഇങ്ങനെ BAR അതാണല്ലോ ഹൈലൈറ്റ്. അതിൽ പോകുന്നവർക്ക് മാന്യന്മാരും പോകാത്തവർക്ക് വിഡ്ഢികളായിട്ടുള്ള അവസ്ഥയാണ് ഇന്ന് സമൂഹത്തിലുള്ളത് അല്ലേ. ഇത് ചെയ്യാതെ കുട്ടികൾക്ക് എന്തോ പോരായ്മയുണ്ടെന്നാണ് പറയുന്നത്. ഒരു പെഗ്ഗൊന്നും അടിക്കുന്നില്ലെങ്കിൽ എന്താ സ്വാമി ജീവിതം, അങ്ങനെയൊക്കെ പറഞ്ഞ് തുടങ്ങി ഇല്ലേ. ഇപ്പോൾ സ്ത്രീകൾ പോലും അയ്യോ ഒരു പെഗ് അടിക്കാറില്ല, എന്നാൽ പിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല. എന്തൊരു അവസ്ഥ, അങ്ങനെ ആയിപ്പോയി. ഞാൻ കുറ്റം പറയല്ല, നല്ലത് തന്നെയാണ്. ഓഷോ അതിനൊന്നും എതിരല്ല. അതൊക്കെ ഒരു ആവശ്യത്തിന് ആ സ്ഥാനത്തൊക്കെ നല്ലത് തന്നെയാണ്. ഇപ്പോൾ ഈ തന്ത്രയിൽ ഇതൊക്കെ നിഷിദ്ധമല്ല, പക്ഷെ എൻ്റെ അളവുണ്ട്. അത് കഴിച്ച് തോന്നിയ മാസം കഴിക്കാനോ അടിപിടി കൂടാനോ അല്ല. അത് ക്വാളിറ്റി ഡെവലപ്മെൻറ്റ്സ് ക്രിയേറ്റീവിനൊക്കെ നല്ലതാണ്. ചെറിയ സമയം ഒരു മരുന്ന് പോലെ അതൊക്കെ കാണാൻ പോലും. അതിനൊന്നും കുടിച്ച് നശിച്ച് എത്ര പേര് ലിവറൊക്കെ പോയിട്ട് ഇന്നലെ പോലും ഞാൻ കണ്ട് ലിവർ പോയിട്ട് ഒരാളിങ്ങനെ ലിവറോസിസ് മദ്യപിച്ച് അവസാനം ലക്ഷക്കണക്കിന് രൂപയുടെ അറിയാമല്ലോ. പിന്നെ തീർന്ന് കരച്ചിലാണ് പിന്നെ. അപ്പം ഇത് പറയുമ്പോൾ നമ്മളെ പുച്ഛിക്കും ആൾക്കാർ, ഇവനെന്താ വലിയൊരു വേദാന്തി എന്നൊക്കെ പറയും. പക്ഷേ അല്പം ഇതിനെ മാനിക്കാൻ നല്ലതാണ്. ഈ ഡിവൈൻ സെൻറ്റർ ഉണ്ടല്ലോ, ഈ ക്ഷേത്രം, ഒന്നിനും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാം അതിൻ്റെ അളവിനും പാകത്തിനും ഭക്ഷണം കഴിക്കും പോലെ. അല്ലാണ്ട് അപ്പുറമാകുമ്പോൾ അതിനുള്ള ദുരിതം നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ വലിയ ശിക്ഷ അറിയാമല്ലോ. ആ മുള്ളയിലേക്ക് വരാം. ഈ വഴിതെറ്റൽ എൻ്റെ ഒരു സ്വാഭാവികമാണ്, അതുകൊണ്ട് വിഷമിക്കരുതാരും. നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവും മുള്ളയെക്കുറിച്ച് പറയാൻ. അപ്പോൾ മുള്ള അങ്ങനെ വരുമ്പോൾ അപ്പോൾ ആരോട് പറഞ്ഞു ആദ്യം ആ കള്ള് ഷാപ്പിലേക്ക്, അല്ല കള്ള് ഷാപ്പ് വന്നുകൊണ്ടാണ് ഞാൻ ബാറിലൊക്കെ വന്നു പോയത്. നമ്മളെ മുക്കിലും കാണാമല്ലോ. അപ്പോൾ ഇദ്ദേഹം മുള്ള അവിടെ പോയിട്ട് വെല്ലുവിളിച്ച്, ആരാടാ എൻ്റെ കഴുതപ്പുറത്ത് പെയിൻ്റ് അടിച്ചേ? അപ്പോൾ അവിടെ നിന്നൊരു കൊമ്പം മീശക്കാരൻ ഇങ്ങനെ ഞാനാടാന്ന് പറഞ്ഞു, അടിച്ച് നല്ല മല്ല. അപ്പോഴും പറഞ്ഞു, ഇപ്പോൾ താങ്കളാണെങ്കിൽ ഒരു കോട്ടും കൂടി അടിച്ചാൽ അത് ഫിനിഷാവുമായി. ഇത് ഭയങ്കര രസമാണ്. അതായത് ഈ മനുഷ്യൻ ആധിപത്യം പുലർത്തുന്നൊക്കെ തന്നിൽ താഴെയുള്ളവരോടാണ്. തൻ്റെ മേലെയുള്ളവരെ കാണുമ്പോൾ നമ്മൾ ഓച്ചാനിക്കും, സല്യൂട്ടടിക്കും. താഴെയുള്ളവർ തലയിലാണ് മുഴുവൻ. ഇത് എല്ലാ മേഖലയിലും കാണാം. ഇപ്പം ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയാലും കാണാം. ഇപ്പോൾ പട്ടാളത്തിലായിക്കോട്ടെ പോലീസിലായിക്കോട്ടെ ഉയർന്നവരെ കാണുമ്പോൾ, പക്ഷെ അവരുടെ താഴെ ഒരു തൂത്ത് വരുന്ന ഒരാളുണ്ടാവും, പാവം. അയാളെ നമുക്ക് മൈൻഡ് ചെയ്യാൻ, അയാളാണ് വാസ്തവത്തിൽ വൃത്തിയാക്കുന്നത്. ഏറ്റവും നല്ല പ്രവൃത്തി ചെയ്യുന്ന ആ കക്കൂസ് എഴുതുന്നവരും ബാക്കിയൊക്കെ അറിയാലോ, മറ്റേവർ വേണ്ടതല്ല. പക്ഷേ ഇതാണ് മനുഷ്യന് പറ്റുന്ന ഏറ്റവും വലിയ, നമ്മളെല്ലാവരെയും മാനിക്കണ്ടേ. ഇപ്പോൾ ഒരു സ്ഥാപനം പോകണമെങ്കിൽ അവിടെ തൂപ്പുകാരൻ വേണം, അവിടെ എല്ലാവരും വേണ്ടേ, അവരെല്ലാം നമ്മൾ ഒരേപോലെ ബഹുമാനിക്കണ്ടേ. ഇതാണ് ഓഷോ കളിയാക്കിയത്. അപ്പോൾ ഈ മനുഷ്യൻ്റെ അവസ്ഥയാണ് കാണിക്കാതെ. അപ്പോൾ അയാൾ തടിയും കൊമ്പം മീശയും കണ്ടപ്പോൾ പറഞ്ഞ്, സാറാണെങ്കിൽ അത് ഉണങ്ങാറായി, ഒരു കോട്ടും കൂടി അടിച്ചാൽ നല്ല ഫിനിഷാവുമായിരുന്നു. ഇതാണ് നമ്മൾ ഈ ആധുനിക മനുഷ്യൻ്റെ അവസ്ഥ. അതുകൊണ്ട് ഇത് ഓഷോ പറഞ്ഞ കഥയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ധാരാളം കഥകളുണ്ട്. ഓഷോൻ്റെ ബുക്ക് വായിച്ചാൽ എന്തെങ്കിലും ഒരു കഥയുണ്ടാവും, അതിൽ ചിരിക്കാൻ പറ്റുന്ന ധാരാളം കഥകളുണ്ടാവും. അതൊക്കെ പഠിക്കാനല്ല, ഉള്ളിലൊരു രസമാണത്, റിലീഫ്. അതാണ് മെഡിറ്റേഷൻ. ഓഷോ എല്ലാവരെയും റിലീഫാക്കും, നർമ്മത്തിലൂടെ, ഹാസ്യത്തിലൂടെ. ഇതാണ് അങ്ങനെ. ഇതൊരു കഥ ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു, സ്വാമി പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മയിൽ വന്ന കഥയായി. ധാരാളം കഥയുണ്ട്. ഓക്കെ. സ്വാമി അങ്ങ് ഇടയ്ക്ക് സംസാരിക്കുമ്പോഴെല്ലാം എൻ്റെ ഭാര്യ കൂടെയുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങയുടെ ജീവിതത്തിൽ ഇത്രയും വർഷമായിട്ട് 40 വർഷത്തിലേറെ ആയിട്ട് അങ്ങയോടൊപ്പം അങ്ങയുടെ എല്ലാ മേഖലകളിലും കൂടെ സഞ്ചരിക്കുന്ന ഒരു ധർമ്മപത്നിയാണ്. അങ്ങയുടെ സഹധർമ്മിണി ഒന്ന് പരിചയപ്പെടുത്താമോ? തീർച്ചയായിട്ടും, വളരെ സന്തോഷം. അവള് സാധാരണ ഇങ്ങനെ പുറത്തേക്ക് വരാറില്ല. ഏതായാലും എന്തോ ആവട്ടെ, ഇന്നത് സംഭവിക്കട്ടെ. അവൾ അന്തർമുഖയാണ് പൊതുവെ. ഈ വേദിയിൽ വരാൻ ഇഷ്ടപ്പെടാത്തൊരു താല്പര്യമുള്ളതുകൊണ്ടും സാരമില്ല. ഇന്നിപ്പോൾ ഇവിടെ എത്തിയതുകൊണ്ടും ഞാൻ അവരെ കാണിക്കാം. കാരണം ഇതിപ്പോൾ ഇവരാണ് എൻ്റെ സഹധർമ്മിണി. കാരണം ഇവളെ 18 or 19 വയസ്സിൽ, അന്ന് ചെറുപ്പമായിരുന്നു, അന്ന് സുന്ദരിയായിരുന്നു, വെളുത്തിട്ടായിരുന്നു, സുശീലിയായിരുന്നു. വളരെ വലിയ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഈ പ്രാകൃതനായ എന്നെ, അന്നും ഈ താടിയൊക്കെ ഉണ്ട്. പക്ഷേ എങ്ങനെ ഇത് സംഭവിച്ചെന്ന് എനിക്ക് ഇന്നും അത്ഭുതമാണ്. പക്ഷേ എന്തോ ഇദ്ദേഹത്തിൻ്റെ അച്ഛനും ഇവളുടെ അച്ഛനും ഒരു സ്വാമിയായിരുന്നു, ഗുരുവായിരുന്നു. ആ കാലഘട്ടത്തിൽ ധാരാളം പേരെ അദ്ദേഹം വളരെ പേരെ രക്ഷപ്പെടുത്തിയൊരു മഹാത്മാവ്. അന്ന് ഈ ആശുപത്രിയും ഡോക്ടറൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഒരു പുണ്യാത്മാവിൻ്റെ മകളാണ് ഇവൾ. അപ്പോൾ എനിക്ക് വിജയൻ സ്വാമി എന്ന് പേരുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് നാരായണ സ്വാമി എന്നാണ്. അപ്പോൾ
അപ്പോൾ സ്വാമി എന്നുള്ള ഇതിൽ എന്തോ ഇവൾക്ക് എന്നോടൊരു സ്വാമിയല്ല, അച്ഛൻ്റെ പേരല്ലേ വിജയൻ സ്വാമി നാരായണ സ്വാമി. പക്ഷെ ഞാൻ അങ്ങനത്തെ സ്വാമിയല്ല. ഞാനിങ്ങനെ തേരാപ്പാരം നടക്കുന്ന ഒരു പ്രാകൃതനായ ഒരു ഇതുമില്ലാതെ അലക്ഷ്യമായി ജീവിക്കുന്ന ഒരാളുടെ, ഇവളാണെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന ഫസ്റ്റ് ഇയർ, അങ്ങനെ ഞാൻ കല്യാണം കഴിച്ചു, 2 വർഷം ഞാൻ പഠിപ്പിച്ചു ഇവളെ. അങ്ങനെയല്ല ഇങ്ങനെയല്ലോ ജീവിച്ചു. പിന്നെ കുട്ടികളായി. പിന്നെ കുറച്ച് കാലം ഇവള് ടീച്ചിങ്ങിനൊക്കെ പോയിട്ടുണ്ട്, കുറച്ച് കാലം. പിന്നെ അതൊക്കെ നിന്ന് കുട്ടികളെ പ്രാരബ്ധം ഏറ്റെടുത്തു. അങ്ങനെ അവരെ പഠിപ്പിച്ചു, കല്യാണം കഴിച്ചയച്ചു. ഇപ്പോൾ ഫ്രീ ആയി. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള ഇവളോടാണ്. കാരണം ഇവളില്ലായിരുന്നെങ്കിൽ ഞാൻ ഉണ്ടാവില്ല. കാരണം ഞാൻ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് വരുമ്പോഴും ഇവൾ എന്നെ സ്വാഗതം ചെയ്യും. ഞാൻ ഇപ്പോഴും എൻ്റെ കൂടെ കൂട്ടി എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഇവരെന്നെ വിടുന്ന പ്രശ്നമില്ല. ഇനിയിപ്പോൾ എങ്ങനെ ഇത് അന്ത്യം സംഭവിക്കുമെന്ന് എനിക്കറിയില്ല, ഒരുമിച്ച് പോവോ. അപ്പോൾ ഇവരുടെ ഈ അനുഗ്രഹം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് വളർച്ച സാധ്യമായിരുന്നില്ല. കാരണം അറിയാമല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു മാതൃസ്ഥാനത്താണ് ഇവർ. ഒരു മാതാവിൻ്റെ സ്ഥാനമാണ് ഇപ്പോൾ ഞാൻ നൽകിയിട്ടുള്ളത്. ചില സമയം എന്നെ തിരുത്തും, എന്നോട് കളിയാക്കും. പക്ഷേ ഞാനതൊക്കെ ഒരു അമ്മ എങ്ങനെയാണോ അതിനൊന്നും വഴക്കൊന്നും പറയാറില്ല. ഞാനും നമ്മൾ ഈ കോമഡി ആയതുകൊണ്ടേ അങ്ങനെ ചില സമയം നന്നായിട്ട് വിമർശിക്കും, എൻ്റെ ഈ അറിവില്ലായ്മ വിഡ്ഢിത്തൊക്കെ കണ്ടിട്ട്. പക്ഷെ ഞാനത് വേറെ രീതിയിൽ, ഇതൊക്കെ പറയണമല്ലോ, ജീവിതം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയല്ലേ, എല്ലാം ഗൗരവത്തായിരുന്നാലും പ്രശ്നമില്ല. അപ്പോൾ ആ സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ അവർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ തന്നെ ആ കാര്യം എന്നോടും കാണിക്കാറുണ്ട്, എന്നെ ഉപദേശിക്കാറുണ്ട്. ഞാനൊക്കെ എപ്പോഴും വഴിതെറ്റി ഈ പട്ടം പറക്കുമ്പോൾ ആ ചരടുണ്ടല്ലോ, ഇതൊരാൾ നിയന്ത്രിക്കണമല്ലോ. അപ്പോൾ എന്നെ ഇങ്ങനൊരു നിയന്ത്രണം ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് എവിടെയോ കിടക്കുന്നുണ്ടാവും, ചരട് പൊട്ടിയ പട്ടം പോലെ. അപ്പോൾ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ഞാൻ ഈ ശൈലജയിലാണ് സമർപ്പിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ എന്നെ എന്തോ എനിക്കത് ദൈവികമായി സംഭവിച്ചായിരിക്കാം. ഈ ഒരു കുടുംബജീവിതം, അതിന് 2 മക്കളുണ്ട്. ഒരു മകളുടെ പേര് ശിവാനന്ദിനി, അവൾ ബഹ്റിനിലാണ്. അവളെ ഒരു ടീച്ചറായിട്ട് അവരുടെ കൂടെ അവർക്കൊരു മകളുണ്ട് സാൻവി, അവൻ്റെ ഭർത്താവിൻ്റെ പേര് മനീഷ. അവരൊക്കെ അവരെ ഉള്ളത് കൊണ്ട് സന്തോഷമായിട്ട്. പിന്നെ ജീവിതമല്ലേ. പക്ഷെ മകൻ വിശ്വനാഥ്, അവന് ഈ വിഷ്വൽ മീഡിയ ഒക്കെ പഠിച്ചത്. അവൻ അവൻ്റെതായ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നു. അവനൊരു ഭാര്യയുണ്ട്, അവൾ ഡൽഹിക്കാരിയാണ്, സുകന്യ. ഇങ്ങനെ എല്ലാവരെ പോലും നമ്മളൊരു ജീവിതം. പക്ഷെ അതിനൊക്കെ അവരെയൊക്കെ നോക്കിയത് ഇവരാണ്. എനിക്കതൊന്നും യാതൊരു ഉത്തരവാദിത്വം, ഞാൻ ഈ അധ്വാനിച്ചിട്ട് എന്തെങ്കിലും കാശ് കൊണ്ടു കൊടുക്കുന്നില്ലാതെ ഇവരെ സ്കൂളിൽ പറഞ്ഞേക്കല്ലോ എനിക്കതിൽ അറിയില്ല. ഞാൻ പോയിട്ടില്ല, അങ്ങനെ കൂടുതൽ പോയിട്ടുള്ളത്. അതുകൊണ്ട് ഇവളാണ് അതിൻ്റെ കംപ്ലീറ്റ് എഫേർട്ട് എടുത്തത്. അവരെ പഠിപ്പിച്ച് അവർക്ക് വേണ്ടതെല്ലാം നൽകി അവരെ കല്യാണം കഴിച്ച് അയക്കുന്നവരെ കംപ്ലീറ്റ് ആ ഉത്തരവാദിത്വം, ധാർമ്മികത, അതിന് ഞാൻ എന്നും ശിരസ് കുനിക്കുന്നുണ്ട് ഇവരുടെ മുമ്പിൽ. ഞാനിങ്ങനെ എന്നെ സ്വാതന്ത്ര്യമായി അലയാൻ വിട്ടതും ഞാനിങ്ങനെ പോകും ഒരു തോന്നുമ്പോൾ. അതൊക്കെ സഹിക്കേണ്ട ഒരു ഭാര്യ. സാധാരണ ഇക്കാലഘട്ടത്തിലാണെങ്കിൽ ഗെറ്റ് ഔട്ട് പറയും. പക്ഷേ അവരുടെ സഹനശക്തിയും അവരുടെ ആത്മാർത്ഥതയും സ്നേഹവും പിന്നെ ഈശ്വര കാരുണ്യവും ഗുരുകടാക്ഷമൊക്കെയാണ് ഇപ്പോൾ എൻ്റെ കൂടെ. ഇവരെയും കൂട്ടിയിട്ടാണ് ഞാൻ തിരുവണ്ണാമലയിൽ പോകാറ്. എവിടെ പോകുമ്പോഴും കൂടെ ഉണ്ടാവും. അങ്ങനെയാണ് ഇപ്പോൾ ഇങ്ങനെ കടന്നു പോകുന്നത്. ഇത് പറയാതിരിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് കുടുംബജീവിതത്തിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് നമ്മൾ ആരെയും ഉപേക്ഷിച്ച് എങ്ങും പോകണ്ട. ആത്മീയത എന്ന് പറഞ്ഞാൽ ഒളിച്ചോടലല്ല. ഇതിലിരുന്നു കൊണ്ട് തന്നെ നമ്മൾ നമ്മളുടെ സ്നേഹവും പങ്കുവെക്കലും പരിഗണിക്കുക ഒരു ആത്മാവെന്ന നിലയിൽ. ഈ അഹന്തയും കൂടി ചേരുമ്പോഴല്ലേ പൊട്ടിത്തെറിക്കുന്നു. അപ്പം നമ്മൾ തോറ്റു കൊടുക്കുക. എനിക്ക് എല്ലാവരോടും പറയാനുള്ള, ചില സമയം തോറ്റു കൊടുക്കുക, വഴിമാറി കൊടുക്കുക. അപ്പം ജീവിതം സുന്ദരമാകും, ശോഭനമാകും, മനോഹരമാകും, ആനന്ദകരമാകും. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. എനിക്കൊന്നും പറയാനില്ല. ശരി, അല്ല പെട്ടുപോയി തോന്നുന്നുണ്ടോ? ഇയാളെ കല്യാണം അല്ല, എന്നോട് ഇടക്ക് പറയാനുണ്ട്. ആത്മീയതയില് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു വാക്കിന് വളരെ ആഴമേറിയ അർത്ഥമുണ്ട്. അതാണ് നമ്മൾ ഇത്രയും നേരം ദർശിച്ചുകൊണ്ടിരുന്നത്. വിജയൻ സ്വാമിയിലൂടെ ആ ഗ്രാറ്റിറ്റ്യൂഡാണ് നമ്മൾ കാണുന്നത്. ആത്മീയതയോടും ഗുരുവിനോടും സമൂഹത്തോടും കുടുംബത്തോടും എല്ലാവരോടും ഉള്ള ആ ഗ്രാറ്റിറ്റ്യൂഡ് അദ്ദേഹത്തിൽ ഡെവലപ്പായത് വളരെ ചെറുപ്പകാലം മുതലേ ഈ ഒരു ആത്മീയ അന്വേഷണം ഉള്ളിൽ വന്നതുകൊണ്ട് മാത്രമാണ്. ആ ഹൃദയവിശാലത, ഹൃദയം ഓപ്പൺ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡിനെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സ്വാംശീകരിക്കാൻ, ആ സ്വാഭാവികതയെ, ജീവിതത്തിൻ്റെ നമ്മുടെ തന്നെ സ്വാഭാവികതയെ പുറത്തേക്ക് ഒഴുക്കാൻ, ഒരു ഒഴുക്കായിട്ട് ഒഴുകാൻ കാരണമാക്കിയതെന്ന് നമുക്ക് ഈ ഒരു സത്സംഗത്തിൽ നിന്ന് ബോധ്യമായി. എന്തുകൊണ്ടും അങ്ങേ ഈ സത്സംഗത്തിന് ലഭിച്ചത് നമ്മുടെ പുണ്യമായിട്ട് തന്നെയാണ് നമ്മൾ കരുതുന്നത്. നമ്മൾ മീറ്റ് മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ സാധകരോട് നിങ്ങൾക്ക് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്?
തീർച്ചയായിട്ടും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്നെപ്പോലെയുള്ള സമൂഹത്തിലെ അറിയാലോ, വലിയ പേരും പ്രശസ്തിയുമുള്ള ആളല്ല ഞാൻ. പക്ഷെ എന്നെ അറിയുന്നൊരു സുനീഷ് സാറുണ്ട്. അദ്ദേഹത്തിന് അറിയുന്നതാണ് ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യമായിരുന്നു വിജയരാജ് സാർ ഒന്ന് പങ്കെടുക്കണം. അങ്ങനെ അങ്ങനെ ഇതൊരു ദൈവനിയോഗമായിട്ട് ഞാൻ കാണുന്നു. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഈ പ്രയത്നം കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തണം. പ്രോത്സാഹനം ആയിട്ട് നിങ്ങളൊക്കെ പ്രോത്സാഹനമാണല്ലോ അവരെ ഇത് വീണ്ടും അവർ ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ ധാരാളം മഹാന്മാരെ കണ്ടെത്തുവാനും അവരുടെ ജീവിതാനുഭവങ്ങളും അവരുടെ കഥകളും കേൾക്കുവാനും അത് ഷൂട്ട് ചെയ്യാൻ അവർ തയ്യാറാവുന്നുണ്ട്. അത് വലിയ കാര്യമാണ്. ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു ദൗത്യമാണ്. സോഷ്യൽ മീഡിയയിൽ ധാരാളം ചാനലൊക്കെ ഉണ്ട്, നമുക്കറിയാം. പക്ഷേ ഇത് വ്യത്യസ്തമായി വേറിട്ട, തികച്ചും വ്യക്തിപരമായി വ്യക്തികളെ മാത്രം ഫോക്കസ് ചെയ്യുന്ന അവരുടെ ജീവിതാനുഭവങ്ങൾ അവർ പറയാനുള്ളത് പറഞ്ഞ് അതിനെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ വലിയൊരു ത്യാഗോജ്വലമായ ഇതെല്ലൊക്കെ അറിയാമല്ലോ. എല്ലാറ്റിൻ്റെ പുറകിലും ഒരു ത്യാഗം ഉണ്ടാവും. നോ പെയിൻ നോ ഗെയിൻ. ആ ത്യാഗം അദ്ദേഹം ഏറ്റെടുത്ത് അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുത്ത്, അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി എല്ലാ പ്രോത്സാഹനവും നൽകണം. പിന്നെ ബാക്കിയൊക്കെ ഈശ്വര ഇച്ഛയാണ്. ഇപ്പം ഞാനിവിടെ വരണമെന്ന് ഒരു നിയോഗമായിരിക്കാം. എത്രയോ കാലം ആരൊക്കെ വിളിച്ചിരുന്നു, എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. കാരണം സമയവും സാഹചര്യവും. അപ്പോൾ ഇതൊരു മുഹൂർത്തമാണ്. അപ്പോൾ ഏതായാലും ഈ മീ ടു മീ ചാനലിൽ എത്തിച്ചേരുവാനും എനിക്ക് ഇത്രയും കാര്യങ്ങൾ ഹൃദയം തുറന്ന് സംസാരിക്കുവാനും സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, സ്വാമിക്ക് എന്തും പറയാം, സ്വാതന്ത്ര്യമുണ്ട്, ഇന്നേത് പറയാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. വിലക്കുകളുള്ള സ്ഥലത്ത് ഞാൻ പങ്കെടുക്കാറുമില്ല. കാരണം ഞാൻ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ ആരുടെയും അങ്ങോട്ട് സ്വാതന്ത്ര്യത്തെ ഹനിക്കാനും പോകാറില്ല. അതുകൊണ്ട് അദ്ദേഹം ആദ്യം പറഞ്ഞത് എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറയും. സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യമാണ് എന്നെ കൂടുതൽ ഉത്തേജിതനാക്കിയത്. അതുകൊണ്ട് ഈ ചാനൽ ധാരാളം പേരുടെ ലോകം മുഴുവനുള്ള മലയാളികൾക്ക് ഒരു മുതൽക്കൂട്ടാവും. കാരണം ഈ ആത്മീയ പന്ഥാവിൽ സഞ്ചരിക്കുന്ന ധാരാളം മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. കുടുംബവും കുട്ടികളൊക്കെ ഉപേക്ഷിച്ച് ഹിമാലയത്തിലൊക്കെ പോയി, ആശ്രമത്തിലൊക്കെ പോയി നമ്മുടെ സ്വധർമ്മം മറന്നുകൊണ്ട്. അത് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം കുടുംബവും ധർമ്മമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പോട്ടെ, അങ്ങനെ ഒരു നിയോഗം ഉണ്ടാകും, സംഭവിക്കട്ടെ. പക്ഷേ നമ്മൾക്ക് വേണ്ടത് സ്വധർമ്മം നിധനശ്രയോ. നമ്മളാൽ പരിപാലിക്കപ്പെടേണ്ടവരെ മറന്നുകൊണ്ട് നമ്മൾ മറ്റൊരു ഇതിന് പോകുമ്പോൾ അവിടെയും അസ്വാസ്ഥ്യം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ എവിടെയാണോ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജന്മസാക്ഷാത്കാരം, അതാണല്ലോ നമ്മൾ സത്യസാക്ഷാത്കാരം അല്ലെ, അതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് എവിടെ ഇരുന്നു, അതാണ് ബുദ്ധനോട് ചോദിച്ചത്. ബുദ്ധൻ്റെ വൈഫ് യശോധര ചോദിച്ചു, നിങ്ങൾ 14 വർഷം പോയി എന്താണ് നേടിയതെന്ന്. ബുദ്ധൻ പറഞ്ഞു, ഒന്നും നേടിയില്ല യശോധര. എൻ്റെ അഹങ്കാരം, എൻ്റെ ഞാനെന്ന ഭാവം, എൻ്റെ ഭയം എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ രണ്ടാമതൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്കിത് ഈ കൊട്ടാരത്തിൽ വെച്ച് ആവാമായിരുന്നില്ലേ? ആവാമായിരുന്നു, പക്ഷേ എനിക്ക് അറിയില്ലായിരുന്നു യശോധരി. അന്ന് ഞാൻ അറിവില്ലാതെ അജ്ഞത കൊണ്ട് ഇത്രയും വർഷം ഞാൻ അലയേണ്ടി വന്നു. നീ പറഞ്ഞ ശരിയാണ്. പക്ഷെ ഇന്ന് ഞാൻ പഴയ സിദ്ധാർത്ഥനല്ല. ഇന്ന് എനിക്ക് കാര്യം മനസ്സിലായി. ജീവിതം എന്താണെന്നും ഈ കൊട്ടാരം എന്താണെന്നും മനുഷ്യൻ എന്താണ് ആയിത്തീരേണ്ടതെന്നുള്ള യാഥാർത്ഥ്യ ബോധ്യം എനിക്കുണ്ട്. നിനക്കും വേണമെങ്കിൽ എൻ്റെ കൂടെ സഞ്ചരിക്കാം. അങ്ങനെ ആദ്യമായി സ്വന്തം മകന് ഭിക്ഷാപാത്രം ഏൽപ്പിച്ച മഹാഗുരുവാണ് ബുദ്ധൻ. അത് ഫോളോ ചെയ്യാൻ ഞാൻ പറയുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല ഈ കാലഘട്ടത്തിൽ. പക്ഷേ ഒരു അണ്ടർസ്റ്റാൻഡിങ്, സത്യത്തിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കാനുള്ളൊരു ആഹ്വാനം, അതിന് ധ്യാനം, പിന്നെ ആ ധർമ്മം, നമ്മൾ പരമകാരുണ്യമുള്ളവരാകും. ബുദ്ധൻ്റെ ഒരു തീരാണ് സഹജീവികളോടുള്ള കാരുണ്യം. അതാണ് ബുദ്ധൻ്റെ ഒന്നാമത്. എല്ലാറ്റിനോടുള്ളൊരു കാരുണ്യം നമുക്കുണ്ടാവണം. അതാണ് ബുദ്ധത്വം. പിന്നെ നമ്മളുള്ളിലുള്ള ആ ജ്ഞാനത്തിൻ്റെ ഉദയം അത് സംഭവിക്കുന്നതാണ്. അതിനിപ്പോൾ എന്ത് അഭ്യാസം ചെയ്താലും സംഭവിക്കണമെന്നില്ല. ബൈ ചാൻസ് നമുക്ക് എവിടെ നിന്നല്ലോ അത് അനുഗ്രഹങ്ങൾ സംഭവിക്കാം നമ്മൾക്ക്. അത് എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഇതൊരു പുതിയ വർഷമാണ്. പുതുവത്സര ആശംസകൾ നേരുന്നു. നിങ്ങൾക്കെല്ലാം ആരോഗ്യവും സമാധാനവും ശാന്തിയും സമൃദ്ധിയും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് മാത്രം ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് നന്ദി, നമസ്കാരം എല്ലാവർക്കും.